എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഹ എന്ന് പറയുന്ന വാക്ക് അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? അത് ഒരു ആശ്വാസത്തിൻ്റെ വാക്കാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. ചില കാര്യങ്ങൾ അവസാനിക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മൾ സാധാരണ കളിയാക്കാനൊക്കെ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇസ്രായേൽ പാലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വിഷയം. ആ വിഷയത്തിൻ്റെ ഒരു നല്ല ഒരു അന്ത്യത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നുണ്ടോ എന്ന ഒരു തോന്നൽ നമുക്ക് ലഭിക്കുമാറ് ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ചിട്ട് ചില കാര്യങ്ങളാണ് ഇന്ന് നമുക്കിവിടെ പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് ആ ഉള്ള ഒരു യാത്രയിൽ നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ആ ഒരു വിഷയത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ ഈ ആദ്യം തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരവും നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ചരിത്രമൊക്കെ കുഴിച്ചു വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും മറിച്ച് പറയാനൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വരാം. അപ്പോൾ അത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയൊരു വീഡിയോ, അത് ഒരു വാർത്തയാണ്, അത് നമുക്ക് കാണാം. അപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. Civilians to gain international sympathy. And let me underline, sacrificing children to do this. Recent reports prove that it's a weapon Hamas is wielding to defeat Israel. The terror group also appears to have rejected the U.S.-backed proposal to end the war and release the hostages. Chris Mitchell has the latest from Jerusalem. There are reports Hamas rejected President Biden's proposal unless it includes a permanent end to the war in Gaza, guaranteeing its survival. While the U.S. says it's considering the Hamas response, Israel's Benjamin Netanyahu rejects any proposal that doesn't destroy Hamas's ability to fight and govern. A senior Israeli official Tuesday released a statement regarding the original proposal that said in part, Israel will not end the war before achieving all its war objectives. The proposal presented enables Israel to achieve these goals, and Israel will indeed do so. Recent reports on Hamas leader Yahya Sinwar revealed his to win victory by outlasting Israel through international pressure. Sinwar's recent communications, published in the Wall Street Journal, reveal how he uses his own people to advance those goals. Texts and other messages reveal he embraces civilian losses as necessary sacrifices and believes the death toll works to his advantage. In an earlier interview, he said, "We make the headlines only with blood. No blood, no news." He knows exactly what are the sensitive points in the Western mindset, and he definitely works on these weak points. Islamic expert Dr. Mordecai Kadar told CBN News that dead Palestinians are part of Sinwar's strategy. It's why Hamas fighters embed themselves among the civilian population and why hostages are held in civilian neighborhoods. ഈ വിഷ്വൽസ് ഒന്നും മിസ്സാവരുത് കേട്ടോ. എങ്ങനെയാണ് ഈ ഹ്യൂമൻ ഷീൽഡ്സിനെ വെച്ചുകൊണ്ട് ഇവർ യുദ്ധം ചെയ്യുന്നത് എന്നും, യുദ്ധം എന്നൊന്നും പറയാൻ പറ്റില്ല, അക്രമം, ഈ ഭീകര പ്രവർത്തനം നടത്തുന്നത് എങ്ങനെയെന്ന് ഇവിടെ കണ്ടു. അതുകൂടാതെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തു, നമ്മളുടെ നോവ എന്ന് പറയുന്ന പെൺകുട്ടി അടക്കം ആ 4 പേരെ റെസ്ക്യൂ ചെയ്തപ്പോൾ ആ റെസ്ക്യൂ ചെയ്തത് എവിടെ നിന്നാണ്? ഒരു ഡോക്ടറും ഒരു അൽ ജസീറയുടെ പത്രപ്രവർത്തകനെന്നും അറിയപ്പെടുന്ന 2 പേരുടെ ആ സംരക്ഷണത്തിലായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒളിവിലായിരുന്നു ഇവരെ പാർപ്പിച്ചിരുന്നത്. അവർക്കായിരുന്നു അതിൻ്റെ ചുമതല ഈ 4 പേരെയും സൂക്ഷിക്കാനുള്ളത്. അപ്പോൾ ഹോസ്റ്റേഴ്സിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് താമസിപ്പിക്കുന്നതും അതിനുവേണ്ടി ഒത്താശ ചെയ്യുന്നതും പിടിച്ചുകൊണ്ട് പോയതും എല്ലാം ആരാണ്? അത് ഭീകരപ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾ, ഭീകരവാദികൾക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു പ്രവൃത്തി പോലും ഒരു എന്താ പറയുക, മാന്യമായ ഒരു യുദ്ധ നിയമങ്ങൾ പാലിക്കുന്ന തരത്തിലുള്ളൊരു സംഗതിയല്ല. ഇതിന് ഒരു ന്യായവും നിങ്ങൾക്ക് നിരത്താൻ കഴിയില്ല. ഏത് തരം ന്യായം? ഇവിടെ പറയുന്നത് ഇസ്രായേൽ വലിയ ശക്തിയാണ്, എന്നാൽ ഹമാസ് പട്ടിണി പാവങ്ങളാണ്.
അതുകൊണ്ടാണ് അവരിങ്ങനെ കല്ലെടുത്തെറിയുന്നത്, അതുകൊണ്ടാണ് അവരിങ്ങനെയുള്ള പോക്കിരിത്തരങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ പൊളിച്ചാനെ, എന്ന് വെച്ചാൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഇട്ടേനെ എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അത് തന്നെയാണ് ലോകത്തിൻ്റെ പേടിയും. കാരണം കണ്ണും മൂക്കും ഇല്ലാതെ സ്വന്തം ജനതയെ കൊല്ലുന്നതിൽ പോലും ഒരു മടിയും കാണിക്കാത്ത ഈ കൂട്ടം ആളുകൾ പിന്നെ എങ്ങനെയാണ് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ബാക്കിയുള്ള ആളുകളുടെ ജീവന് വില കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക? ഇതാണ് ലോകം ഉറ്റുനോക്കുന്ന കാര്യം, അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അവ ഒരു വിഷയത്തിലേക്കാണ് പല രീതിയിൽ ഇന്ന് നമുക്ക് പല തെളിവുകൾ ലഭിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഈ വാർത്തയിൽ പറഞ്ഞൊരു വിഷയം, നോ ബ്ലഡ് നോ ന്യൂസ് എന്ന് പറയുന്ന സംഗതി. ഇത് നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതിൻ്റെ കുറച്ചും കൂടി വ്യക്തമാകുന്ന രീതിയിലുള്ള ചില റിപ്പോർട്ട്സ് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അത് വിശദമായിട്ട് ഇവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നേ ഇത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. One who looks dead and actually is dead and can be photoed, can be put on the social media, can be reported. These people, in the eyes of Sinwar, worth much more when they are dead compared to their value when they are alive. Those images turned world opinion against the Jewish state. And as Sinwar puts it, we have the Israelis right where we want them. While the Biden administration continues to press for a ceasefire, it shares a similar opinion of Sinwar. Mr. Sinwar cares nothing at all about the lives of innocent Palestinians that have been caught up in this war, a war he started. And it should surprise and shock no one that a beast like Mr. Sinwar would actually take glee in it and see advantage to it. As the attention focuses on Gaza, Israel faces a renewed threat on its northern border. Hezbollah fired a barrage of more than 150 rockets on Wednesday, as far south as the Sea of Galilee in Tiberias. ഇത് ഇന്നിപ്പോൾ നമ്മൾ കണ്ട കാര്യമാണ്. അതായത് ഇപ്പുറത്ത് നമ്മൾ റഫ എല്ലാ കണ്ണും അവിടെ നമ്മൾ നട്ടുകുഴിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ കണ്ണൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് പൂവായി എന്നിട്ട് കുട്ടിക്കണ്ണുകൾ ഉണ്ടാകുന്നത് കാത്തിരിക്കുകയാണ് എല്ലാവരും. ആ സമയത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഞാൻ സ്വാഹ എന്നിട്ടത് തന്നെ. അവർക്ക് ഒരു പണിയും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇന്നിപ്പോൾ അവർക്ക് പകരം ഇന്ന് ഇപ്പോൾ പണി എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ലെബനോനിൽ നിന്നും ഹെസ്ബുള്ള ആണ് ആ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു ത്രയം പറയാറുണ്ട്. എല്ലാത്തിനും ഒരു ട്രിനിറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ വരുന്നത്. ഹാ ഹി ഹു എന്ന് പറയുന്ന ഒരു ട്രിനിറ്റി സങ്കല്പമുണ്ട് ഈ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ. അതെന്താണ്? അതായത് ഹമാസ്, ഹിസ്ബുള്ള, പിന്നെ ഹൂത്തികൾ, ഈ 3 കൂട്ടം ആളുകളാണ് ഈ പരിപാടി ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഹൂത്തികളുടെ കാറ്റ് ഏതാണ്ട് പോയിട്ടുണ്ട്. ഹമാസിൻ്റെ കാറ്റ് ഇതേ ഇപ്പോൾ തീർന്നു. ഇനി ഉള്ളത് തീരാൻ കിടക്കുന്നത് ഹിസ്ബുള്ളയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് സ്വാഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം ഉണ്ടാവാൻ പോകുന്നത് ഒരു സമാധാന അന്തരീക്ഷമാണ്. അപ്പോൾ അതിൽ ഹമാസ് മാത്രമല്ല തീരാൻ പോകുന്നത്, ഹിസ്ബുള്ളയും കൂടിയാണ് എന്നുമാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ഒരു സാധ്യത, ഈ പറയുന്ന യുദ്ധം അത് ഇനിയും മാസങ്ങൾ നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് ഇതിനോടകം തന്നെ ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. 7 മാസം 8 മാസമൊക്കെ എടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ആ മാസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിനി കാണാൻ സാധിക്കുക ലെബനോനിലും ഇതിൻ്റെ അലയൊലികൾ ഉണ്ടാകാനും അവിടെയും ഹിസ്ബുള്ളയെ തേടിക്കൊണ്ട് അവിടെയും അക്രമങ്ങൾ നടക്കാനുള്ള സാധ്യതയാണ് ഇവിടെ മുന്നിൽ കാണുന്നത്. ഒന്നുകിൽ ലെബനോൻ തന്നെ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കും. നമ്മൾ ഈജിപ്ഷ്യൻസ് ആയിട്ടുള്ള അവിടുത്തെ ആളുകൾ അവിടേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് അവിടെ അതിനകത്ത് നിന്നുകൊണ്ട് മുസ്ലിം ബ്രദർഹുഡും ആ ടീമും അതോടൊപ്പം നമ്മളെ ഗാസയിലുള്ള ഹമാസും കൂടി ചേർന്നുകൊണ്ട് അവിടെ നടത്തുന്ന പരിപാടിയെ എങ്ങനെയാണോ ഈജിപ്ഷ്യൻ സർക്കാർ കുറേയൊക്കെ നേരിടാൻ ശ്രമിക്കുന്നത്, സമാനമായ രീതിയിൽ ലെബനോനിലും അതുപോലെയുള്ള കാര്യങ്ങൾ നടക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ എത്രത്തോളം ഉണ്ടെന്നുള്ളത് കണ്ടറിയണം. എന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സെൻട്രൽ പ്രദേശത്തേക്ക് വരെ, നോർത്തേൺ റീജിയൻ മാത്രമല്ല സെൻട്രൽ റീജിയനിലേക്ക് വരെ എത്തുന്ന രീതിയിലേക്ക് മിസൈലുകൾ തുരുതര വിട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഏതാണ്ട് 100ഓളം മിസൈലുകളാണ് ഇന്നൊരൊറ്റ ദിവസം ഇട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ വിഷ്വൽസ് ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്. ബാക്കി This after Israel eliminated the most senior Hezbollah commander killed in the war. Chris Mitchell, CBN News, Jerusalem. Truth has been turned upside down in this, and you look at the propaganda machine coming out of Hamas, and you just shake your head. Why in the world is anyone buying it? When you look back at the history here, and it's just since October, when they started saying, well, Israel has bombed a hospital and 500 people were killed, and this is according to the Gaza Ministry of Health. The entire story turned out to be false, but the world's press
printed that thing, and it went around the world. And it turns out there was a rocket from Hamas. It wasn't anything having to do with the IDF at all. It exploded in the parking lot. It didn't hit the hospital. All of these things were the truth, but that lie went around the world. It's still happening today. And when you look at the current reports, that there should be world celebration that hostages were released. Instead, everyone wants to talk about the, quote, innocent civilians who died during the IDF raid to release the hostages. Why aren't we asking, why did Hamas take hostages in the first place? Why aren't we acknowledging that is a war crime in and of itself, regardless of anything else they've ever done? When you use civilians as human shields, again, that is a war crime. Why is Hamas getting away with this? When will we ever wake up that all of these things are lies? They're being very intentional in their social media posts. They're trying to push our buttons, and they're trying to trigger us into some kind of false sympathy for their cause. They are using humans, and they're sacrificing them for this larger ideology that Israel should be wiped off the map. Let's wake up to it and say, no, not on our watch. You don't get to do this. The entire world vowed after the Holocaust, never again. We're on the border, the threshold right now of yet another one with a group that has vowed to repeat October 7 again and again and again. Let's this generation say, no, not on our watch. You don't get away with this. You don't get to exist anymore, and we're not going to believe your lies. I'm not the only one that shares this. My co-host was in the middle of that piece, and she was reacting. What do you think of this current report? Well, what I said as we were chatting was, why are we negotiating with a murderer? Why are we negotiating with terrorism? Isn't that U.S. policy that we do not negotiate with terrorists? And that's exactly what it seems like we're doing. And it's just, I just shake my head. I'm like, why is this happening? It's horrific. It's really horrific. The leaders of Hamas are murderers. They're terrorists, and we're negotiating with them. And I don't think we should be doing that. That's my rare opinion that happens. That's not so rare. It's but rare anyway, when I give my opinion on these matters. I appreciate it. And Yeah. let's underline that. Why in the world are we negotiating with terrorists? It has been U.S. policy. We don't ever do that. And to not just negotiate with them, but, let's come alongside them and advance their agenda and say, okay, at the end of this, we're going to have a two-state solution. It's going to be on our terms, not on Israel's negotiated terms. We're going to reward the terrorist acts of October 7th. No, that shouldn't happen. We need to have absolute moral clarity on this. No, not on our watch. ഓക്കെ. അപ്പം എന്തായാലും ആ വാർത്ത നിങ്ങൾ കണ്ടു. ഇതിൽ നമ്മൾ എടുത്തു പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധ കൂടുതൽ പതിയേണ്ട ഒരുപാട് കാര്യങ്ങളുള്ളതിൽ ഏറ്റവും ആദ്യത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അത് ഈ ഒരു വിഷയമാണ്. ഈ യുദ്ധം അവസാനിക്കാനുള്ള വഴികൾ എന്ത് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഒരേ ഒരു കാര്യമാണ്, ഹോസ്റ്റേഴ്സിനെ വിട്ട് കൊടുക്കുക എന്നത്. അത് അല്ലാതെ അത് വെച്ചുകൊണ്ട് വില പേശുന്നൊരു പരിപാടി ഇവിടെ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് തുടക്കം മുതൽ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 4 പേരെ രക്ഷിച്ചുകൊണ്ട് പോകുമ്പോഴും നമ്മൾ പറഞ്ഞു അത് എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ചോദിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഈ ഹമാസ് മുന്നോട്ട് വെക്കുന്ന ആ ഒരു പീസ് ഡീൽ അല്ലെങ്കിൽ സീസ് ഫയർ ഡീൽ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഹോസ്റ്റേഴ്സിന് പകരം ഇസ്രായേലിൻ്റെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന 50 ടെററിസ്റ്റുകളെ ഇതുപോലെ ഇസ്രായേലിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ ചില കുൽസിത പ്രവർത്തികൾ ഒപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടെ പിടിയിലായിട്ട് അവിടെ ജയിലിൽ കഴിയുന്ന 50 പേരെ ഓരോ ആൾക്ക് പകരം തിരിച്ചു വിട്ടു കൊടുക്കണം. ഇതാണ് ഒരു ഡീല്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇസ്രായേൽ വെറുതെ ആളുകളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ മനഃപൂർവ്വം ആളുകളെ അങ്ങനെ എടുത്ത് പിടിച്ചു വെക്കുന്നു, അതുകൊണ്ടാണ് ഇതിങ്ങനെ ആവശ്യപ്പെടുന്നത് എന്നത് നിങ്ങൾക്ക് ആലോചിച്ച് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതല്ല അവിടെ നടക്കുന്നത്.
അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇതിൻ്റെ തംബ്നെയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന, ഞാൻ ആ തംബ്നെയിലൊക്കെ അങ്ങനെ ഇടാൻ കാരണം ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ട് അത് വലിയ പ്രശ്നമായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. പറയാനുള്ള കാര്യം നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലോ, ബാക്കി നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി. ആ തംബ്നെയിൽ കൊടുത്തിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് യഹ്യ സിൻവർ എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹമാസ് ഇസ്രായേൽ വിഷയത്തിൻ്റെ അതിൻ്റെ തുടക്കം എന്ന് നമുക്ക് പറയാവുന്ന ഒക്ടോബർ 7 ആ ഒരു ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ മാസ്റ്റർ മൈൻഡാണ്. പുള്ളിയാണ് ഏതാണ്ട് 6-7 വർഷത്തോളം കുത്തിയിരുന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്ത് പദ്ധതി തയ്യാറാക്കി ഇത് ഇന്ന് എക്സിക്യൂട്ട് ചെയ്തെടുത്തത്. ആ ഒരു പദ്ധതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്നാം തരം തക്കിയ തന്നെയായിരുന്നു. അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഹമാസിൻ്റെ ചാർട്ടറിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ആ ചാർട്ടറിൻ്റെ പ്രിയാമ്പിൾ, അതിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസ്രായേൽ വിൽ സീസ് ടു എക്സിസ്റ്റ് അൺടിൽ ഇസ്ലാം ഒബ്ലിറ്ററേറ്റഡ് എന്നാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇറ്റ്, അല്ലാതെ പലസ്തീൻ ഒബ്ലിറ്ററേറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഹമാസ് ഒബ്ലിറ്ററേറ്റ് ചെയ്യുന്നോ ഒന്നും അല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇസ്ലാം എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ വിഷയത്തിൻ്റെ പിന്നിൽ മതമാണെന്ന് പറയാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ അതിനൊരു ഉദാഹരണം, അല്ലെങ്കിൽ അതിനൊരു തെളിവ് ഇതൊക്കെയായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ എഴുതി വെക്കുന്നു? അതൊരു വലിയ പ്രശ്നമാവുന്നു. ഈ റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നെഹർ വൽ ബഹർ എന്ന, അങ്ങനെ ആ നെഹറും ബഹറും എന്നാണ് പറയുക. അത് അറബിയിൽ പറയുമ്പോൾ അത് റൈം ചെയ്ത് വരുന്ന 2 വാക്കുകളാണ്. അതും കൂടിയാണ് അവിടെ രസം. അങ്ങനെ 2 ജോർദാൻ നദിയും ഇപ്പുറത്ത് നമ്മൾ മെഡിറ്ററേനിയൻ കടലും, ഈ 2 കടലിൻ്റെ ഇടയിലുള്ള ഭാഗം മുഴുവനും നമ്മൾ പലസ്തീനാക്കും എന്നുള്ള ഒരു ജനോസൈഡ് കോൾ അതവിടെ നടത്തിക്കൊണ്ട് കാര്യങ്ങൾ വെക്കുന്നു. അതിനുവേണ്ടി അവർ എടുക്കുന്നത് പഴയ ചരിത്രമാണെന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു സമാധാനം അവിടെ പുലരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. ആ സാഹചര്യം അവിടെ സമാധാനപൂർവ്വമായിരുന്നു, ഗാസ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്ന് ഞാനല്ല പറയുന്നത്. ഇന്നിപ്പോൾ ആ ഗാസയിൽ എല്ലാം തവിട് പൊടിയായിട്ട് കിടക്കുമ്പോൾ ഇന്ന് ഈ ഗാസയെ സ്നേഹിക്കുന്ന ആളുകൾ, പാലസ്തീനികളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകൾ വന്ന് സ്വയം പറഞ്ഞ് ഏറ്റു പറയുന്ന കാര്യമാണ് ഗാസ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇസ്രായേൽ വന്ന് എല്ലാം നശിപ്പിച്ചു എന്ന് ഇന്ന് ഇപ്പോൾ അവർ പറഞ്ഞു വെക്കുകയാണ്. നമ്മളല്ല പറയുന്നത്. ഇതേ ആളുകൾ ഈ ഒക്ടോബർ 7 മുന്നേ പറഞ്ഞിരുന്നത് ഗാസ ഒരു ഓപ്പൺ പ്രിസൺ ആയിരുന്നു എന്നായിരുന്നു, ഓപ്പൺ എയർ പ്രിസൺ. ഇപ്പം അത് പറയാറില്ല. ഇപ്പം അത് പറഞ്ഞാൽ ഈ സാധനം പൊളിയും. അപ്പോൾ എല്ലാം ഇവർ തന്നെ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സെൽഫ് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട്, സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ട് വരുന്നത് നമുക്കിവിടെ കാണാം. എന്തായാലും ഒന്നുകിൽ നിങ്ങൾ നിലവിലെ സാഹചര്യത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു സമാധാനം അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരിക, ഒന്നുകിൽ ചെയ്യേണ്ടത് അതാണ്. ഇനി അതല്ല, നിങ്ങൾ ചരിത്രം കുഴിച്ചേ അത് ചെയ്യൂ എന്നാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ചരിത്രം കുഴിക്കുമ്പോൾ എവിടം വരെ നിങ്ങൾ ചരിത്രം കുഴിക്കുമെന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. അങ്ങനെ നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് കൊണ്ടുപോയി ചരിത്രം കുഴിച്ച് നിർത്താൻ ആണ് ഉദ്ദേശിക്കുന്നതിനെ അത് നടക്കില്ല. ഇവിടെ ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ തെളിവ് അത് കിതാബി എന്നുള്ള തെളിവല്ലേ, വേറെ എന്താണ് തെളിവുള്ളത് എന്നൊക്കെ ചോദിക്കുന്നത് ചില സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾ പോലും ചോദിച്ചു വെക്കുന്നതൊക്കെ കണ്ടു. കിതാബിൽ, അതല്ലെങ്കിൽ മത കിതാബിലുള്ള തെളിവുകൾ മാത്രമല്ല, ആർക്കിയോളജിക്കൽ എവിഡൻസ് വരെയുള്ള സംഗതികൾ തന്നെയാണ് ജൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്നാൽ ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് പണ്ട് അങ്ങനെ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല അവരവിടെ നിലനിൽക്കാൻ ഉള്ള കാരണം നിരത്തുന്നത് പോലും. നിലവിലത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ ഒരു പീസ് ഡീൽ, അത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, നിങ്ങൾക്ക് ഒറ്റ സ്റ്റേറ്റ് ആയിട്ട് തന്നെയാണ്, എന്നാൽ ഇതിനോടകം തന്നെ 20% ആളുകൾ, അറബ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ ഇസ്രായേലിനകത്ത് ഈ പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വന്ന് സമാധാനം കാക്ഷിച്ച് അവർ ഇസ്രായേലിൽ ജീവിക്കുന്നു, അതേപോലെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ജീവിക്കാം എന്ന് പറയുമ്പോൾ, അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തരും എന്നും അവർ പറയുമ്പോൾ, ഇസ്രായേലി പൗരത്വം കൂടി കൊടുക്കാനും അവർ തയ്യാറായിരുന്നു എന്നും വരുമ്പോൾ അത് പറ്റില്ല. ജൂതന്മാരെ പാടില്ല, ഞങ്ങളുടെ കിതാബിൽ കല്ലിൻ്റെ പിന്നിൽ ജൂതൻ ഒളിക്കും, അങ്ങനെ അവസാനത്തെ ജൂതനെ കൊന്നാലാണ് ഇവിടെ ലോകാവസാനം പോലും ഉണ്ടാവുള്ളൂ എന്നത് ഇവിടെ സ്ഥാപിക്കണം, അല്ലെങ്കിൽ അത് പുലരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് നടക്കുന്ന ആ ഒരു കാഴ്ച വരുമ്പോൾ അവിടെ എങ്ങനെയാണ് പിന്നെ സമാധാനം പുലരുക? അപ്പോൾ ഒന്നുകിൽ ചരിത്രം പറഞ്ഞിട്ട് നിങ്ങൾ ഇത് സോൾവ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഖുർആൻ എടുത്തിട്ട് ഖുർആനിൽ ഒരു തവണയെങ്കിലും പാലസ്തീൻ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ കാണിച്ചു തരാം. എന്നാൽ 10, 30, 40 തവണ നിങ്ങൾക്ക് ഇസ്രായേൽ എന്നുള്ള വാക്ക് കാണാം. ഇസ്രായേൽ എന്നുള്ള ദേശത്തെക്കുറിച്ചും ഇസ്രായേലി ജനതയെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക് അവിടെ വിവരിക്കുന്നതും പരാമർശിക്കുന്നതും നിങ്ങൾക്ക് കാണാം. അപ്പോൾ മതകിതാബിലെ സാധനം എടുത്തിട്ട് മുന്നോട്ട് പോയില്ല എന്നാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, എന്നാൽ പിന്നെ അടുത്ത ഓപ്ഷൻ നിങ്ങൾ എടുക്കുക. അത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാനൊക്കെ വിഭജനം നടത്തി നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോയത് ആ രീതിയിൽ പോകാനാണ്. എന്തു തന്നെയായാലും നിലവിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത് ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമേ ഉള്ളൂ ബാക്കി എന്നത് തന്നെയാണ്. അതല്ലാതെയുള്ള ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും
ആരും തയ്യാറാകേണ്ടതും ഇല്ല എന്ന് തന്നെ. കാരണം നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെയാണ് ഇതുപോലെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ അമ്മയെ, അതല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി, ഭാര്യ, ഇതുപോലെയുള്ള പെണ്ണുങ്ങളെ തന്നെയാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഭൂരിപക്ഷവും അവിടെ കാണുന്നത് അവിടെ സ്ത്രീകൾ തന്നെയാണ്. അവരെ അവിടെ ഇന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് ലൈംഗിക അടിമകൾ പോലും ആക്കി അവിടെ വെച്ചിരിക്കുന്നു. സബയ എന്നാണ് അവർ വിളിക്കുന്നത് പോലും. അങ്ങനെ ഇസ്രായേലിൽ ഒക്ടോബർ 7 കടന്നു വന്ന് ഇതുപോലെ പിടിച്ച് അവരുടെ ട്രക്കിലുമൊക്കെ ഇട്ട് തിരിച്ചു കൊണ്ടുപോയി അവർ തിരിച്ച് ഗാസയിൽ എത്തിയതിന് ശേഷം പരസ്പരം ഗാസൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വാപ്പയും മോനും അനിയനും ചേട്ടനും ഒക്കെ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് ഇസ്രായേൽ അവിടെ IDF അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓഡിയോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവർ ഉപയോഗിക്കുന്ന വാക്ക് സബയ എന്നാണ്. അതായത് യുദ്ധ കൊള്ള മുതൽ, അല്ലെങ്കിൽ അടിമ, വലങ്കൈ ഉടമപ്പെടുത്തിയവളെന്നൊക്കെ നമ്മൾ ഖുറാനിൽ പറയുന്ന അതേ വാക്കുകൾ, ആ അർത്ഥം അത് തന്നെയാണ് അവരവിടെ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ പറഞ്ഞത് അവർ കാഫിറുകളായതുകൊണ്ട്, മുസ്ലിം അല്ലാത്തതുകൊണ്ട് അങ്ങനെ ആക്കാനുള്ള അവകാശം ഇസ്ലാം വെച്ച് കൊടുക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണം. അത് തന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടതായിട്ട് വരുന്നത്. എന്നാൽ പോലും അതൊക്കെ മാറ്റി വെച്ചിട്ട് സമാധാനം വേണോ, എന്ത് ചെയ്യും? അവിടെയാണ് ഈ സിൻവറിനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ഒരു ഹോസ്റ്റേജ് ഡീൽ പണ്ട് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് 20-22 വർഷത്തോളം ഇസ്രായേലി ജയിലിൽ ഇതുപോലെ ഒരു ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ചു എന്നതിൻ്റെ പേരിൽ അകത്തായതിനു ശേഷം അവിടെ നിന്നും ഹോസ്റ്റേജ് ഡീലിൽ പുറത്തേക്ക് വരികയും അങ്ങനെ വന്ന് 6-7 വർഷം ഇരുന്നുകൊണ്ട് ഈ ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുമെന്ന അതിൻ്റെ ആ ഒരു ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന സാധനം പോലും എടുത്തു മാറ്റി ഞങ്ങളതിപ്പോൾ അമൻഡ് ചെയ്തു എന്നൊക്കെ വരുത്തി തീർത്ത് തക്കിയ കളിച്ച് ഞങ്ങളിപ്പോൾ നല്ലവനാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ ജൂതവിരുദ്ധത ഇല്ല എന്ന് വരെ പറഞ്ഞു പരത്തിയിട്ട് അവസാനം ഒക്ടോബർ 7 ചെയ്തത് എന്താണ്? 6 വർഷത്തെ നീണ്ട ഒരു വലിയ ഒരു തയ്യാറെടുപ്പ് തന്നെയായിരുന്നു അതിനുവേണ്ടി നടത്തിയത്. ആ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിരുന്നു തക്കിയ പോലും എന്നുമാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അതിന് ഇസ്രായേലിലേക്ക് ജോലിക്ക് എന്നോണം ഈ ഗാസയിൽ നിന്ന് പോയിരുന്ന ആളുകൾ, അവരുടെ ഡെയിലി പാസ് ഉപയോഗിച്ചുകൊണ്ട് പോയിരുന്ന ആളുകൾ, അവർ ആ സ്ഥലം മനസ്സിലാക്കിയ ആളുകൾ, അവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്, ഇത് ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ ഇവരെ വെടിവെക്കൂ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഒക്ടോബർ 7 അവിടെ വെടിവെച്ച് കുട്ടികളെ അടക്കം കൊന്നു തള്ളിയത്, സ്ത്രീകളെ അടക്കം തുരുതുര വെടിവെച്ചിട്ടത്, ബലാത്സംഗം ചെയ്ത് കൊണ്ടുപോയത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം നോവ ആ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ പറഞ്ഞത് കേട്ടു. അതുകൂടാതെ മറ്റ് പല ആളുകളെക്കുറിച്ച് നമ്മളിവിടെ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും 150-150 ആളുകൾ അവിടെ ഹോസ്റ്റേഴ്സായിട്ട് ഇപ്പോഴും അവിടെ ഉണ്ട്. അവരെ തിരിച്ച് കിട്ടേണ്ടതുകൊണ്ട് അതൊരു വലിയ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇനി ഇതിലേക്ക് പോകുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത്, ഇന്ന് ഇപ്പോൾ ലെബനോൻ അവിടെ യുദ്ധം അവിടെ അഴിച്ചുവിട്ടു, ഹിസ്ബുള്ള അവിടെ അഴിച്ചുവിട്ടു എന്ന് നമ്മൾ പറഞ്ഞു. കുറേ ബോംബ്, 100 കണക്കിന് റോക്കറ്റുകളാണ് അവിടെ വിട്ടത് എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് എങ്ങനെയാണ്? അതാണ് ഇതിൽ ഏറ്റവും അടുത്ത ഒരു തമാശ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പരസ്യമാണ്. ഈ പരസ്യം എന്തിൻ്റെ പരസ്യമാണ്? നമ്മൾ സാധാരണ മറ്റേ ജോയ് ആലുക്കാസിൻ്റെ ഭീമ ജ്വല്ലറി അതിൻ്റെയൊക്കെ പരസ്യം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് അതേപോലെ ഒരു പരസ്യമാണ് ഈ എഴുതി വച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്, അറിയാൻ കഴിഞ്ഞത്. ഈ പരസ്യം ഹൈഫ എന്ന് പറയുന്ന ഇസ്രായേലിലെ ഒരു സെൻട്രൽ ടൗണാണ്. ആ ടൗണിലേക്ക് ഇതുപോലെ ഞങ്ങൾ ഇതാ ബോംബിടാൻ പോകുന്നു എന്ന് പറയുകയും, അത് ഇന്നിപ്പോൾ ചിത്രം വരയ്ക്കാനൊക്കെ എളുപ്പമാണല്ലോ, ആ ചിത്രമൊക്കെ ഇതുപോലെ ഫോട്ടോഷോപ്പൊക്കെ വെച്ച് വരച്ച് അതിൻ്റെ ചിത്രം ഇട്ട് ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞിട്ട് പറത്തി വിട്ടിരിക്കുകയാണ് ചിത്രം. ഇതിങ്ങനെ നിങ്ങളെ തകർക്കാൻ പോവുകയാണ് എന്ന്. അപ്പോൾ ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം സിവിലിയൻസിൻ്റെ ഇടയിലേക്കാണ് ഈ വിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ചിത്രമാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് എന്താണ്? സിവിലിയൻസിനെ ആക്രമിക്കുന്നു എന്നായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ട് കാണുന്നത്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഹൈഫ എന്ന് പറയുന്ന ഇതുപോലെ ആളുകൾ തിങ്ങി പാർക്കുന്ന ആ ഒരു ഏരിയയിലേക്ക്, സിവിലിയൻസിൻ്റെ ഇടയിലേക്ക് ഇത് പറഞ്ഞ് ഇതുപോലെ റോക്കറ്റ് വിടുന്നു. അത് മിസൈൽ വിട്ട് അതിൻ്റെ ചിത്രം വരച്ച് പരസ്യം ചെയ്ത് ഇത് ഞങ്ങൾ വിടാൻ പോകണു എന്നും പറഞ്ഞിട്ടാണ് പരിപാടി ഒപ്പിക്കുന്നത്. ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഈ ഹമാസിക്കമാർ സ്വാഹ ആകാനുള്ള മറ്റൊരു കാരണം ഇതൊക്കെ തന്നെയാണ്. ഇവരുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയാണ്. ഏറ്റവും വലിയ കള്ളത്തരം എന്ന് പറയുന്നത് ഈ സിൻവർ എന്തുകൊണ്ടാണ്, യഹിയ സിൻവറിൻ്റെ നേതൃത്വത്തിലുള്ള ഹമാസിൻ്റെ നേതൃത്വം എന്തുകൊണ്ടാണ് ഈ ഓരോ പീസ് ഡീൽസും, ഈ സീസ് ഫയർ ഡീൽസും ഇതുപോലെ വൈകിപ്പിക്കുന്നത്, ഓരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞിട്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഇതുപോലെ പുറത്തു വന്നത്. ഇവിടെ സൂചിപ്പിച്ചത് നോ ബ്ലഡ് നോ ന്യൂസ്. അതായത് ഹമാസിന് വേണ്ടത് പലസ്തീനിയൻ ജനതയുടെ ചോര തന്നെയാണ്. അവരെ കൊലയ്ക്ക് കൊടുക്കുന്നത് അത് ഇതേ ഹമാസ് തന്നെയാണ്. അത് മനഃപൂർവ്വം കൊടുക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്?
അങ്ങനെ കൊടുത്ത് അതിലൂടെ ഉണ്ടാകുന്ന ആ ഒരു ഇൻ്റർനാഷണൽ പ്രഷർ അത് ഇസ്രായേലിന് നേരെ തിരിച്ചു വിട്ടുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുക. അതിലേറ്റവും പ്രധാനം സാമ്പത്തിക ലാഭം തന്നെയാണ്. ഇതിനോടകം തന്നെ ഇത്ര നാൾ ലഭിച്ചുകൊണ്ടിരുന്ന ആ സാമ്പത്തിക സഹായങ്ങളെല്ലാം തന്നെ അവർ ഉപയോഗിച്ചത് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനാണ്. ലോകത്തെ സമ്പന്നരായിട്ടുള്ള ആളുകളെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ ഈ ഹമാസിൻ്റെ നേതാക്കളാണ് ആദ്യത്തെ 10-100 പേരുടെ ലിസ്റ്റിൽ പോലും ഇടം പിടിക്കുന്നത് എന്ന് വരുന്നിടത്താണ് എങ്ങനെയാണ്, എന്ത് കച്ചവടം ചെയ്തിട്ടാണ് ഇവർ ഇതുപോലെ വലിയ കോടീശ്വരന്മാരായത് എന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത്. അതായത് ഗാസയിലെ ജനതയ്ക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരുന്ന സാധനം, ആ പൈസയാണ് ഇവർ ഇതേപോലെ ദുരുപയോഗം ചെയ്തിരുന്നത് എന്നറിയുമ്പോഴാണ് ഇതിൻ്റെ ആ പ്രശ്നം നിങ്ങൾ തിരിച്ചറിയേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഇതിൽ മറ്റൊരു ചിത്രം നിങ്ങൾക്ക് കാണാം. ഇന്നത്തെ ആ ഒരു വീഡിയോടെയാണ്. ഇന്ന് പുതിയൊരു ഫോർമാറ്റ് നമ്മൾ പരീക്ഷിക്കുകയാണ്, അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത്. യെസ്, ഇന്നത്തെ ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ലെബനോനിൽ നിന്നും ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് ആ പറയുന്ന സാധനം, നമ്മളുടെ റോക്കറ്റ് എന്ന് പറയുന്ന സാധനം, ഇതിന്ന് പകൽ മുഴുവൻ ഇത് തന്നെയായിരുന്നു എന്നാണ് പരിപാടി. ഇതുപോലെ പല വീഡിയോസ് ഞാൻ നേരത്തെയും കാണിച്ചു തന്നു. ഇനിയും ഇതുപോലെ കാണിച്ച് നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. എന്തായാലും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു വീഡിയോ കൂടി ഒന്ന് കാണിച്ചേക്കാം. അതായത് സിവിലിയൻസിൻ്റെ ഇടയിലേക്ക് എങ്ങനെയാണ് ഈ സാധനം വിടുന്നത് എന്നുള്ളത്. അതായത് ഇസ്രായേലിൻ്റെ കയ്യിൽ നമ്മൾ ആ പറയുന്ന ആ ഒരു അയൺ ഡോം എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ לא קרה כלום. לאט לאט, לא בסדר. ഓക്കെ, ഈ ട്രസ്റ്റ് ഇൻ സയൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു നേർ ഒരു സാക്ഷ്യം കൂടിയാണ് കേട്ടോ ഈ കാണുന്നത്. അതായത് ഈ റോക്കറ്റ് വരുമ്പോൾ, ഇതുപോലെ സാധനങ്ങൾ പാഞ്ഞു വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അയൺ ഡോം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ ഇരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർ ജീവനും കൊണ്ട് ഓടും. ഇതിപ്പോൾ അവരങ്ങനെയല്ല, ഇവർക്ക് അറിയാം അവിടെ ഒരു ബോംബ് ഷെൽട്ടേഴ്സ് അവർ പണിതിട്ടിട്ടുണ്ട്, അതിലേക്കാണ് ഓടി ഒളിക്കുന്നത്. പക്ഷേ അതിലേക്ക് ഓടുന്നതിനും അവർ സമയമെടുത്ത് ചെയ്യുന്നത് എങ്ങനെ, അതിനൊരു സാവകാശം കിട്ടുന്നത് എന്തുകൊണ്ട്? കാരണം ഈ അയൺ ഡോം എന്ന് പറയുന്ന സാധനം അതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇസ്രായേലി ജനത എങ്ങനെ ജീവിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. താഴെ നിന്നും ഹമാസിൻ്റെ വക, മോളിൽ നിന്നും ഈ ഹിസ്ബുള്ളയുടെ വക, ഇനി അപ്പുറത്തൂടെ നമ്മൾ ബോട്ട് ഓടിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ ഹൂത്തികളുടെ വക. എങ്ങനെ നോക്കിയാലും ബോംബും മിസൈലും അവിടെ ഫറലാണ്. ഇതാണ് അവസ്ഥ. എന്നിട്ട് പറയും ഇസ്രായേലാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നുണയും ഇതുപോലുള്ള കാര്യങ്ങളും വിശ്വസിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. ഞാൻ ഇതിനു മുന്നേ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു ഹോസ്പിറ്റൽ, ഗാസ സിറ്റി ഹോസ്പിറ്റലിൽ ഇസ്രായേൽ ബോംബിട്ട് 500ഓളം പേര് മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഇവിടെ നേരത്തെ മറ്റേ വാർത്തയിൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ചെയ്തതാണ്. എന്തായിരുന്നു അത്? ഹമാസ് തന്നെ തൊടുത്തുവിട്ട ഇതേപോലെ ഈ തൊടുത്തുവിടുന്ന റോക്കറ്റുകൾ അത് തിരിച്ച് മൂട്ടിൽ വീണ് പൊട്ടുകയാണ്. അങ്ങനെ പൊട്ടുന്ന സാധനം വീണാണ് അവിടെ ആളുകൾ മരിച്ചത്. അത് 500 പേര് മരിച്ചെന്ന് കണക്കുമില്ല. കാരണം അത് ഇസ്രായേൽ വീണപ്പോഴാണ് 500 എന്ന് പറഞ്ഞു പരത്തിയത്. അത് അവരുടെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ 500 പേരില്ല എന്നാക്കി മാറ്റിയതും ഇവിടെ നമ്മൾ കണ്ടു. ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ റാഫ, അവിടെ നമ്മൾ കണ്ടു എന്താണ് അവിടെ സംഭവിച്ചത്. അവിടെയും ഈ പറയുന്ന സെറ്റിൽമെൻ്റ് ഏരിയ, അതായത് ഒരു ഹ്യൂമാനിറ്റേറിയൻ പോസ്റ്റിന് അവിടെ ആളുകൾ അവർക്ക് ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ പാർപ്പിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ, ഒരു സേഫ് സോൺ എന്നുള്ള രീതിയിൽ പാർപ്പിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ കൊണ്ടുവന്നിട്ട് ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഈ പറയുന്ന വാണം വിടുന്ന പരിപാടി. തിരിച്ച് ആ സംഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 2 ഭീകരവാദികളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെ ആക്രമണം നടത്തുമ്പോൾ അടുത്തുണ്ടായിരുന്ന ഈ ആയുധ ശേഖരത്തിന് തീ പിടിക്കുകയും അത് പടർന്ന് അപ്പുറത്തുണ്ടായിരുന്ന 10-40ഓളം ആളുകൾ വെന്ത് മരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കുറ്റവും ആരുടെ തലയിലേക്കാണ്? അതും ഇസ്രായേലിൻ്റെ തലയിലേക്ക്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ കുക്കപ്പ് ചെയ്ത സ്റ്റോറി എന്ന് പറഞ്ഞു വരും. എന്നാൽ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, ആ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഗാസൻ ഇത് സംഭവിച്ചതിന് ശേഷം ഗാസൻ സിറ്റിസൺസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് വോയിസ് ആയിട്ട് ഇവിടെ പുറത്തേക്ക് വിടുന്നത് നമ്മളിവിടെ കേൾപ്പിച്ചതാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ തെളിവുകൾ ശേഖരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്ര നാളും ഈ ഒരു വിഷയത്തിൽ ഹമാസ് ഇസ്രായേൽ ആ ഒരു യുദ്ധത്തിൻ്റെ ഇടയിൽ മൊത്തം നുണകൾ, പ്രൊപ്പഗൻഡ വെച്ച് തന്നെയാണ് ഇതുവരെ പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ
അവിടുന്ന് മാറി എന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിന് വഴിവെച്ചത് എന്ത് എന്നതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം. അതിൽ എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മളുടെ ഒരു സീസ് ഫയർ പ്ലാൻ. ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിച്ചിരുന്നു, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു പദ്ധതി വരുന്നുണ്ട്, അതിലേക്കാണ് കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ആ സംഗതിയും ഇവിടെ ഗാസൻ സൈഡിൽ നിന്നും നമ്മുടെ ഹമാസിൻ്റെ സൈഡിൽ നിന്നും അതും അവിടെ പൊളിയുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് വഴിവെക്കുന്നത് ആരാണ്? അതിന് വഴിവെക്കുന്നത് നമ്മളുടെ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ ഹമാസ് പ്രൊപ്പോസ്ഡ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ നേരത്തെ ആ വാർത്തയിൽ പറഞ്ഞു US ഈസ് നെഗോഷിയേറ്റിംഗ് വിത്ത് ടെററിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ചെയ്യാറില്ല, പിന്നെ എന്താണ് ഇപ്പോൾ ഇങ്ങനെ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. പോട്ടെ, എന്തു തന്നെയായാലും ഇപ്പോൾ ഏതായാലും അവരാണല്ലോ തട്ടിക്കൊണ്ടുപോയി കുറേ പേരെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ അടുത്ത് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരുന്നൊരു ദുര്യോഗം അവിടെ ഉണ്ടാകുന്നു. എന്തു തന്നെയായാലും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്താണ് ഇവരിങ്ങനെ ഇത് ഓരോ തരത്തിലും ഇത് പറഞ്ഞു വെക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ഡിലേ ചെയ്യുന്ന പരിപാടി, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന കാര്യം, ഇതെല്ലാം ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി. ഇത് ഞാൻ മുഴുവൻ വായിക്കാൻ നിൽക്കുന്നില്ല. ഇതിൻ്റെ തലക്കെട്ട് തന്നെയാണ് ഇതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാനുള്ളത് ഒരു ആർട്ടിക്കിളാണ്. അത് നമ്മൾ മുഴുവൻ നിന്ന് വായിക്കാൻ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം യഹിയ സിൻവർ തന്നെയാണ്. അപ്പോൾ യഹിയ സിൻവർ ആര് എന്ന് നിങ്ങൾക്ക് അറിയാത്ത ആളൊന്നും ആയിരിക്കില്ല, നിങ്ങൾ കണ്ടിട്ടുള്ള ആളൊക്കെ തന്നെയാണ്. യഹിയ സിൻവർ ഇതിനു മുന്നേയും നമ്മൾ ചില പരാമർശങ്ങൾ നമ്മളുടെ ആ തംബ്നെയിലിൽ കിടക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ആ ആളെ നമ്മളൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അത് നമുക്കൊന്നുകൂടെ കാണാം. അപ്പോൾ ആ ആർട്ടിക്കിളിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് വിശദമായിട്ട് നമ്മളൊന്ന് വായിക്കുകയാണ്. ഓക്കെ, ഇദ്ദേഹത്തെയാണ് നമ്മൾ യഹിയ സിൻവർ എന്ന് വിളിക്കുന്നത്. നെസസറി സാക്രിഫൈസ്, അതായത് ഗാസയിൽ മരിച്ചു വീഴുന്ന കുട്ടികൾ അത് നമുക്ക് അത്യാവശ്യം വേണ്ട ആളുകളാണ്. എന്ന് വെച്ചാൽ ആ ഒരു ബലി അത് വേണം നമുക്ക്, എന്നാലാണ് നമ്മളെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഹമാസിൻ്റെ ചീഫ് പറഞ്ഞ കാര്യമാണ്. അത് പലസ്തീനിയൻ ഡെത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അതിന്മ പിടിച്ചുകൊണ്ട് ആ ബലത്തിൽ ഇസ്രായേലിനെ ഒതുക്കാൻ വേണ്ടി നോക്കുന്ന ഒരു കളി ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കിത് വായിക്കാം. ഇത് ജൂൺ 11, അതായത് ഇന്നിപ്പോൾ 12-ാം തീയതിയാണ്, ഇന്നലെ വന്ന റിപ്പോർട്ടാണ്. യഹിയ സിൻവർ ഹാസ് ബീൻ ബ്ലോക്കിംഗ് അറ്റംപ്റ്റ്സ് ഓഫ് സീസ് ഫയർ so that the continuing deaths of Palestinians keeps alienating Israel and benefiting Hamas. According to a report, ഇതാണ് നമ്മളുടെ വാർത്ത. യഹിയ സിൻവർ, the chief of Hamas in the Gaza Strip, has dubbed the dead Palestinians as necessary sacrifice. എങ്ങനെയാണ് ഇതുപോലെ ഇപ്പോൾ നമ്മളുടെയൊക്കെ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് ആളുകൾ മരിച്ചു വീഴുമ്പോൾ നമ്മുടെ നേതാക്കന്മാർ, ഇപ്പോൾ ഗാന്ധിജി, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ള ഏത് നേതാവും, ഇപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, അതല്ലെങ്കിൽ അങ്ങനെ പല പല വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ മരിച്ചു വീഴുന്ന ഇന്ത്യക്കാരെക്കുറിച്ച് നമ്മളുടെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് പേരൊക്കെ ചാവണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഒരു ആഗോള പിക്ചർ എന്തായിരിക്കും കൊടുക്കുന്നത്? അവിടെയാണ് ഇന്ത്യയുടെ ഒരു പോളിസി ഇന്ന് ലോകം മുഴുവൻ ഇന്ന് എടുത്ത് പൊക്കി പിടിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയാറുള്ള നോൺ വയലൻസ് എന്ന് പറയുന്ന ഒരു സാധനം വേറെ എവിടെയെങ്കിലും നിങ്ങളത് കേട്ടിട്ടുണ്ടോ? സംഗതി അത് ഒരുപാട് എന്താ പറയുക, ഹൈപ്പ് വരെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാവുന്നൊരു സാധനമാണ്. അതിനോട് വിയോജിപ്പുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെയൊക്കെ പല ആളുകളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തൊക്കെയായാലും അതിനോട് യോജിപ്പുള്ളവരും യോജിപ്പ് ഇല്ലാത്ത ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ലോകം മൊത്തം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അവരാദ്യം അതിൽ നിന്ന് എടുക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് നോൺ വയലൻസ് എന്ന് പറയുന്ന ഒരു ആശയമാണ്. എന്നാൽ ഇവിടെ ഹമാസിനെക്കുറിച്ച്, ഇപ്പോൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തെക്കുറിച്ച് ലോകം ഇനി സംസാരിക്കുമ്പോൾ അവരെടുത്ത് വെക്കാൻ പോകുന്ന വാക്കെന്ന് പറയുന്നത് നോൺ വയലൻസ് അല്ല, വയലൻസും അല്ല. അവരെടുത്ത് വെക്കാൻ പോകുന്ന വാക്കെന്ന് പറയുന്നത് നെസസറി സാക്രിഫൈസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഹമാസിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് അവർ ചാർട്ടറിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ള ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക, അവർ ഒതുക്കുക എന്ന ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ചിട്ടുള്ളൊരു പുതിയ മാർഗം, അല്ലെങ്കിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഇവരത് പച്ചയ്ക്ക് പറഞ്ഞു ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അത് ഈ വാക്കാണ്, നെസസറി സാക്രിഫൈസ്. ഒരു അനിവാര്യമായ ഒരു ബലി എന്ന്. ആരെയാണ് ഈ ബലി കൊടുക്കുന്നത്? അപ്പോൾ അവിടെ ഒരു കാര്യം നിങ്ങൾ സമ്മതിച്ചു,
ബലി തന്നെയാണ്, കൊല്ലപ്പെടലല്ല. ഒരു നെസസറി ആക്സിഡൻ്റ് എന്നോ ഒരു നെസസറി ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു മിസ്സാപ്പ് എന്നൊന്നും അല്ല അവിടെ പറഞ്ഞത്. അവിടെ പറഞ്ഞത് സാക്രിഫൈസ് എന്ന് തന്നെയാണ്. സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞ് ചെയ്യുന്നതാണ്. ബലി, ത്യാഗം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണല്ലോ നമ്മളത് പറയും. ഇപ്പോൾ നമ്മൾ ബലി പെരുന്നാൾ വരാൻ പോവുകയാണ്. നമ്മൾ ഇബ്രാഹിം നമ്മുടെ കുഞ്ഞിനെ അറക്കാൻ വേണ്ടി പോയ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ സംഭവിക്കുന്ന ഒരു കാര്യം, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അത് മനഃപൂർവ്വം നമ്മളെന്തോ വലിയ സംഭവമാണ് എന്ന്, അല്ലെങ്കിൽ നമ്മളുടെ ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി, ഇപ്പോൾ ചില ബലികളെക്കുറിച്ച് നമ്മൾ പറയേണ്ട. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പറയാറുള്ള പലതരം ബലികളുണ്ട്. നമ്മൾ എലിയെ ബലി കൊടുക്കുന്നത് മുതൽ കോഴിയെ ബലി കൊടുക്കുന്നത് മുതൽ ആടിനെ കൊടുക്കുന്നത് മുതലൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രാകൃതമായ, ഏറ്റവും നീചമായ ഒരു ബലി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യനെ ബലി കൊടുക്കുന്നതാണെന്നാണ് നമ്മൾ പറയുക. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബലി കൊടുക്കുന്നതിൽ ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ ഇന്ന് ബലി കൊടുത്തുകൊണ്ട്, പലസ്തീനിയൻ ജനതയെ ബലി കൊടുത്തുകൊണ്ട് തങ്ങളുടെ രീതികൾ, തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ആ മനുഷ്യബലി, നരബലി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇന്ന് ഹമാസ്. അത് വെറുതെ അവരെ ടെററിസ്റ്റുകളെന്ന് മാത്രം വിളിച്ചാൽ പോരാ എന്നാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്. അവരെ നരബലി വിദ്വാൻമാരെന്നും കൂടി നമ്മൾ വിളിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അതും കൂടി ചേർത്ത് തന്നെയാണ് ഇനി പറയുള്ളൂ. ഹമാസ് നടത്തുന്നത് ഭീകരവാദം മാത്രമല്ല, നരബലി കൂടിയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അവരുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പലസ്തീനിയൻ ജനതയെ ഇതുപോലെ നരബലി നടത്തുന്നു. Sinwar believes the death and destruction in Gaza benefits Hamas and harms Israel, according to a report. Sinwar is considered to be the mastermind of the all-out attack of Hamas on Israel on October 7, 2023. He has been a member of Hamas since before the terrorist group's founding in 1980s. He was imprisoned in Israel and was serving multiple life sentences for his acts. Then, after serving 22 years in prison, he was released along with 1,000 other prisoners for the release of an Israeli national held hostage in Gaza. ഞാൻ പറഞ്ഞു നേരത്തെ, ഈ ഹമാസിൻ്റെ പോരാളിയായിട്ട് പലതരം ഇതുപോലുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഇസ്രായേലിൻ്റെ പിടിയിലായ ഈ സിൻവർ 1000-ഓളം പേരെ വിട്ടയക്കുന്ന കൂട്ടത്തിൽ പുറത്തേക്ക് വന്ന ഒരു വിദ്വാനാണ്. അന്ന് ഇസ്രായേൽ വിചാരിച്ചില്ല 22 വർഷമൊക്കെ ജയിലിൽ കിടക്കുമ്പോൾ സിൻവറൊക്കെ മര്യാദക്കാരനായിട്ടുണ്ടാവുമെന്ന് ഇസ്രായേൽ അന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷേ ഒരു ഇസ്രായേലി പൗരന് വേണ്ടിയിട്ട് 1000-ഓളം ഈ ടെററിസ്റ്റുകളെ വിട്ടപ്പോൾ അതിൽപ്പെട്ട ഒരാളാണ് ഈ സിൻവർ എന്ന് വരുമ്പോൾ, ആ സിൻവറാണ് ഇന്നിപ്പോൾ ഇസ്രായേലിന് തിരിച്ചു പണി കൊടുക്കുന്നത് എന്നും വരുമ്പോൾ, ആ വിട്ടയക്കപ്പെട്ട 1000 പേരും ഇതിൽ പങ്കുണ്ട് എന്നും നമുക്ക് സംശയിക്കാൻ ഇടവരുമ്പോൾ, അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ ഹോസ്റ്റേജ് ഡീല് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പകരം ഈ ആളുകളെ, ഈ പ്രിസണേഴ്സിനെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന പരിപാടിക്ക് നിൽക്കാൻ തയ്യാറാകാത്തത്. ഹോസ്റ്റേഴ്സിനെ തിരിച്ചു കിട്ടിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് മാത്രമല്ല, രണ്ടാമത് ഇനി ഒരു ഒക്ടോബർ 7 ഉണ്ടാകാൻ ഒരു തരത്തിലും ഹമാസിന് എല്ലും പല്ലും ബാക്കിയില്ലാത്ത രീതിയിൽ അവരെ അടിച്ചൊതുക്കും എന്നത് തന്നെയാണ് ഹമാസിൻ്റെ ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഹമാസിന് അങ്ങനെ ഒരു രണ്ടാമതൊരു അറ്റാക്കിനുള്ള സാധ്യത, അവർക്ക് അതിനുള്ളൊരു കെൽപ്പ് ഇല്ലാതെയാക്കുക. ഇതിനോടകം തന്നെ 500-550 കിലോമീറ്ററോളം നീളം വരുന്ന അവരുടെ ആ ഒരു ടണൽ നെറ്റ്വർക്ക് അത് ഇതിനോടകം തന്നെ നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിലൊരു വലിയ ഭാഗവും നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അത് നശിപ്പിക്കാൻ ബാക്കി കിടക്കുന്നു. എന്തു തന്നെയായാലും അത് നശിപ്പിച്ചേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ ആണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്, ഇതുപോലെയുള്ള ആ ഒരു ടെററിസ്റ്റ് ഒരു ഓർഗനൈസേഷനെ നിരായുധീകരിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഇതൊരു വാർഫെയർ അല്ല ഇവിടെ നടക്കുന്നത്, ഇത് ഭീകര ആക്രമണം തന്നെയാണ്. ഒക്ടോബർ 7 ഈ ഒരു ഹമാസ് എന്ന് പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പ് അവർ വന്ന് അറ്റാക്ക് ചെയ്തത് ഏതെങ്കിലും ഒരു സൈനിക പോസ്റ്റിനെ അല്ല. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ പാകിസ്ഥാൻകാർ ഇപ്പുറത്തേക്ക് വെടിവെക്കുന്നത് സൈനികർക്ക് നേരെയാണ്. എന്നാൽ ഇവിടെ നടന്നത് അതല്ല. ഇവിടെ ഹമാസിൻ്റെ ആളുകൾ അവിടെ ഒരു സംഗീത വിരുന്ന് നടക്കുന്ന ആ ഒരു ഏരിയയിലേക്ക്, ആ കോമ്പൗണ്ടിലേക്കാണ് ഇടിച്ചു കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കണ്ണും മൂക്കില്ലാതെ വെടിവെച്ചിട്ടത്. എന്നിട്ട് അതിൽ നിന്നാണ് ആളുകളെ പിടിച്ചുകൊണ്ട് പോയത്. അതും കഴിഞ്ഞ് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടാണ് അവിടുന്ന് ആളുകളെ വീട്ടിൽ കയറി വെട്ടിയും കുത്തിയും വെടിവെച്ചും കുട്ടികളെ അടക്കം കൊന്നുതള്ളിയും, നമ്മൾ പറയാറുണ്ടല്ലോ മറ്റേ ശൂലത്തിൽ കുത്തി എന്നൊക്കെ പറയുന്ന ആ കാഴ്ച, അതെല്ലാം സത്യത്തിൽ ചെയ്തത് ഈ ഷവല് കൊണ്ട് വരെ ആളുകളുടെ തല വരെ കുത്തി മാറ്റുന്ന കാഴ്ച വരെ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്തത് ഹമാസിൻ്റെ ഈ പറയുന്ന തീവ്രവാദികൾ തന്നെയാണ്, ഈ നരബലി നടത്തുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഒരു നരബലി ഒക്ടോബർ 7 നടത്തി തന്നെയാണ് ഇവരിത് തുടങ്ങിയത്. ആ നരബലി ഇന്നിപ്പോൾ സ്വന്തം ജനതയെ
ഇതുപോലെ ബലി കഴിപ്പിച്ച് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ദ ടെററിസ്റ്റ് ഗ്രൂപ്പ് ഹമാസ് ഹാസ് റൂൾഡ് ഗാസ സിൻസ് 2007. ഇത് ആദ്യം നിങ്ങൾ കേൾക്കണം, വിശ്വാസികൾ കേൾക്കണം, ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കേൾക്കണം. അതായത് ഈ ഒക്ടോബർ 7 മുന്നേ ആ ഗാസ എന്ന് പറയുന്ന സ്ഥലം അത് ഭരിച്ചുകൊണ്ടിരുന്നത് ഈ ഹമാസ് തന്നെയായിരുന്നു. 2005 ഇസ്രായേൽ അവിടുന്ന് തിരിച്ചു പോകുന്നത്. 50,000-ഓളം വരുന്ന ഇസ്രായേലി ജനതയെ, അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഇസ്രായേലി ജനതയെ അവിടുന്ന് പറിച്ചെടുത്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത് എന്തുകൊണ്ട് അവിടെ ഇസ്രായേലികൾ അവിടെ താമസമാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഗാസ എന്ന് പറയുന്ന സ്ഥലം ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് ആണ് ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത്. ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത്. അങ്ങനെ ആ ഇസ്രായേൽ ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഗാസയാണ് പലസ്തീനിയൻ ജനതയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, ആരാണ് ആദ്യമായിട്ട് പലസ്തീനിയൻ ജനതയ്ക്ക് സ്ഥലം വിട്ടുകൊടുത്തത്? സ്ഥലം വിട്ടുകൊടുത്തത് ഈജിപ്തല്ല, സ്ഥലം വിട്ടുകൊടുത്തത് ജോർദാനല്ല, സ്ഥലം വിട്ടുകൊടുത്തത് ഇസ്രായേൽ തന്നെയാണ്. എവിടുന്നാണത് പിടിച്ചെടുത്ത് അവർക്ക് കൊടുത്തത്? അത് ഈജിപ്തിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹമാസിൻ്റെ പലസ്തീനിയൻ ആയിട്ടുള്ള ആളുകളുടെ സ്ഥലം എങ്ങനെയാണ് ഈജിപ്തിൻ്റെ കയ്യിലെത്തിയത്? അത് ഇവരൊരു യുദ്ധത്തിൽ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. സഹായിക്കാൻ വേണ്ടി വന്നിട്ട് തിരിച്ച് എല്ലാ സഹായം കഴിഞ്ഞ് പോകുമ്പോൾ ആ കിട്ടണ സാധനം എടുത്തിട്ട് തിരിച്ചു പോയി. ഇതാണ് ഉണ്ടായത്. അങ്ങനെ ഒരു യുദ്ധത്തിൽ സഹായിക്കാൻ വന്നിട്ട് അവരിൽ നിന്നും പിടിച്ചെടുത്ത സ്ഥലമാണ് ഈ പറയുന്ന നമ്മളുടെ ഗാസയും വെസ്റ്റ് ബാങ്ക് നമ്മളുടെ ജോർദാൻ്റെ കയ്യിലൊക്കെ ആയിരുന്നു. അവിടെ നിന്നും ഇസ്രായേലാണ് പിടിച്ചെടുത്തത്. അങ്ങനെ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടായിരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന സ്ഥലത്ത് അവർക്ക് താമസിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. കാരണം പിടിച്ചെടുത്തത് വേറെ അറബ് രാഷ്ട്രങ്ങളുടെ കയ്യിൽ നിന്നാണ്. അവരുടെ സെറ്റിൽമെൻറ്റ്സ് അവിടെ ഉണ്ടാക്കി. എന്നിട്ടും ഇത് ഇങ്ങനെ ഒരു പീസ് ഡീലിൻ്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ അവരത് വിട്ടുകൊടുത്ത് അവിടുന്ന് 2005 പൂർണ്ണമായിട്ടും പിൻവലിയാണ് ചെയ്തത്. അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്ന ഗാസ തന്നെ, ഹമാസ് തന്നെയായിരുന്നു. ടെററിസ്റ്റ് ഗ്രൂപ്പ് ഹമാസ് റൂൾഡ് ഗാസ സിൻസ് 2007. ഇത് എത്ര പേർക്ക് അറിയാം? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. സിൻവർ ടുക്ക് ഓവർ ദ ലീഡർഷിപ്പ് ഓഫ് ഹമാസ് in Gaza in 2017. Since then, he has engaged in a policy of triggering activities that have led to casualties among the Palestinians. These casualties have, in turn, fueled further conflict and systematically isolated Israel on the international stage. നിങ്ങൾ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ വെടിവെപ്പും. ഇപ്പോൾ ജെനിൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആളുകൾ കൊല്ലപ്പെടുന്നതും ഇസ്രായേൽ കയറി വെടിവെക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താ സംഭവിക്കുന്നത്? ഈ ബോർഡർ ക്രോസ് ചെയ്യുന്ന സ്ഥലത്തായാലും അതുപോലെ ചെക്ക് പോസ്റ്റുകളിലായാലും ഇവർ അനാവശ്യമായിട്ട് വന്നിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കും. പാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും അവിടെ കയറി ഇറങ്ങി ജോലി ചെയ്ത് തിരിച്ചു വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ അത് മാന്യമായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം അവിടെ വന്നിട്ട് ഒച്ചയും ബഹളവും ഇതുപോലെ വെടിവെപ്പും ചെയ്യുന്ന പരിപാടി ഇത് തന്നെയാണ് ഈ പലസ്തീനിയൻസ് ആയിട്ടുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പേരിൽ തിരിച്ചടികൾ ഉണ്ടാവുന്നു. അത് പിന്നെ വലിയ വിഷയമാകുന്നു. ഉടനെ അതെ ഞങ്ങൾ ഇവിടെ പൂട്ടിയിടുന്നത് ഇത് ഓപ്പൺ പ്രിസണാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നമാക്കുന്നു. ബോർഡർ അവിടെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഒരു യുദ്ധവും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ജൂതൻ അവിടെ താമസിക്കും, നിങ്ങൾ മുസ്ലിങ്ങൾ ഇപ്പുറത്തും താമസിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുമെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു പ്രശ്നം? അത് അവർക്ക് നടക്കില്ല. കാരണം ജൂതനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാകുമ്പോൾ പിന്നെ എങ്ങനെയത് സാധിക്കുക? അതാണ് അവിടെ സംഭവിക്കുന്നത്. ദീസ് കാഷ്വാലിറ്റീസ് ഹാവ് ഇൻ ടേൺ ഫ്യൂവൽ ഫർദർ കോൺഫ്ലിക്റ്റ് ആൻഡ് സിസ്റ്റമാറ്റിക്കലി ഐസൊലേറ്റഡ് ഇസ്രായേൽ. ഈ ഇസ്രായേലിനെ ഐസൊലേറ്റ് ചെയ്യുക ഇൻ്റർനാഷണൽ അരീന, ഇതാണ് അവിടുത്തെ പ്രധാന ലക്ഷ്യം. Following the October 7 stage, Sinwar has deployed the strategy at a grand scale, according to the Wall Street Journal. ഈ റിപ്പോർട്ട് വാൾ സ്ട്രീറ്റ് ജേർണലിലാണ് വന്നിരിക്കുന്നത്. Based on a review of Sinwar's messages with Hamas leadership based abroad, the newspaper has reported that he has blocked attempts at ceasefire in Gaza with the hope that the civilian deaths will benefit Hamas and harm Israel military and diplomatically. എങ്ങനെയുണ്ട്? ഇവിടെ മരിച്ചു വിടുന്നത് കുട്ടികളല്ലേ? നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഉളുപ്പുണ്ടോ ഇങ്ങനെ ഇസ്രായേലിൻ്റെ പതാകയൊക്കെ വെച്ചിരിക്കാൻ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോടാണ് എനിക്കിത് പറയാനുള്ളത്. ഹമാസിൻ്റെ ലക്ഷ്യം എന്താണ്? ഹമാസിൻ്റെ ലക്ഷ്യം ഇതാണ്. സീസ് ഫയർ ബ്ലോക്ക് ചെയ്യണം. ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുത്ത യുദ്ധം അപ്പം നിൽക്കും, സ്വിച്ചിട്ട പോലെ നിൽക്കും. അത് കൊടുക്കില്ല, അത് ഡിലേ ചെയ്യും. എന്നിട്ട് മനുഷ്യ കവചം വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നു. അവർ താമസിക്കുന്ന ബിൽഡിങ് അത് അപ്പാർട്ട്മെൻറ്റ്സ് ആകാം, ഹോസ്പിറ്റൽസ് ആവാം, സ്കൂളാകാം, നഴ്സറി ആവാം. അതിൻ്റെ അടിയിൽ തുരങ്കം പണിത് അവിടെ ഇരുന്നിട്ട് ബോംബ് ഈ മിസൈലും വിടുന്നു. തിരിച്ച് അവിടെ ബോംബ് വീണ് ആളുകൾ മരിക്കുന്നു. ഇതാണ് ഉണ്ടാകുന്നത്. ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കിംഗ് ബോംബൊക്കെ ഇട്ടുകൊണ്ട് അവർ ഓടാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷപ്പെട്ടോളൂ ഇവിടെ പ്രശ്നമുണ്ട് എന്ന് ഇസ്രായേൽ ലഘുലേഖ വരെ വെതറിക്കൊണ്ട് ജനങ്ങളെ അറിയിച്ചിട്ട് അവിടെ ബോംബിടാൻ വേണ്ടി നോക്കുമ്പോൾ
അവരുടെ വണ്ടിയുടെ ചാവി വരെ എടുത്തു വെച്ചിട്ട് പോകാൻ സമ്മതിക്കാതെ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ നരബലിക്ക് കൂട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ നരബലി നടത്തിക്കൊണ്ടിരുന്നതാണ് ഈ ഹമാസ്. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ബ്ലോക്ക്ഡ് അറ്റംപ്റ്റ്സ് അറ്റ് സീസ് ഫയർ ഇൻ ഗാസ വിത്ത് ദ ഹോപ്പ് that the civilian deaths will benefit Hamas and harm Israel militarily and diplomatically. The tactic appears to be working as Israel is more isolated than ever at the international stage. അത് വർക്ക് ചെയ്തു ഇത്ര നാളും. Several countries have said they would join the case of genocide against Israel at the International Case of Justice. നമ്മൾ ICJയുടെ മുന്നിലുള്ള ജനോസൈഡ് കോളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, ആ ഒരു കേസ്. അതിനകത്തേക്ക് ഒരുപാട് രാജ്യങ്ങൾ ഇനിയും ചേരുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇറങ്ങി തിരിച്ചു. അവർക്ക് തെറ്റ് പറയാൻ കഴിയില്ല. കാരണം എല്ലാവരും കാണുന്നത് ഇങ്ങനെ ബോംബ് വീഴുന്നു, 500 പേര് ചാവുന്നു, അപ്പുറത്ത് ബോംബ് വീഴുന്നു, 40 പേര് ബന്ധു മരിക്കുന്നു. അതിൻ്റെ പിന്നിൽ എന്ത് എന്നൊന്നും അന്വേഷിക്കേണ്ട, ഹ്യൂമൻ ഷീൽഡ്സിൻ്റെ കാര്യം അന്വേഷിക്കേണ്ട, ഹോസ്റ്റേഴ്സിനെ കുറിച്ച് ആരും മിണ്ടുന്നു പോലുമില്ല. ഇതാണ് അവസ്ഥ. ആൻഡ് arrest warrants against Israeli leaders have been sought at International Criminal Court. More and more countries are supporting Palestinians and condemning Israel. Accusations of war crimes and genocide are also widespread. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ഇതൊന്നും ഗൗനിക്കാതെ അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഹോസ്റ്റേഴ്സ്, നമ്മളുടെ നാട്ടിൽ നിങ്ങളുടെ ഉമ്മാനെയും പെങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനെ വിട്ടുകൊടുത്തിട്ട് അപ്പുറത്ത് പോയി ഇരിക്കാൻ ഇവർക്ക് സാധിക്കില്ല. അത് ഇപ്പോൾ ഇന്ത്യ, നമ്മുടെ ഇപ്പോൾ കാന്തഹാർ പണ്ട് നമ്മൾ പറയാറുണ്ട്, എന്താണ് അവിടെയൊക്കെ സംഭവിക്കുന്നത്? അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തുക. അത് വിട്ടുവീഴ്ചയൊന്നുമില്ല. 140 ആളുകളെയാണ് ഇപ്പോഴും ഹോസ്റ്റേഴ്സായിട്ട് വെച്ചിരിക്കുന്നത്, അവരുടെ പൗരന്മാരെ എന്ന് വരുമ്പോൾ. അതിൽ US അടക്കം മറ്റു പല രാജ്യത്തെയും പൗരന്മാരുണ്ട് എന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു തീവ്രത നിങ്ങൾ ആലോചിക്കേണ്ടത്. എന്നിട്ടും ലോകരാഷ്ട്രങ്ങൾ അക്കാര്യത്തിൽ മിണ്ടാട്ടമില്ല എന്ന് പറയുമ്പോഴാണ്, എന്നിട്ട് യുദ്ധം നിർത്താൻ വേണ്ടി പറയുന്നു എന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നത്. ഇതങ്ങനെ യുദ്ധം നിർത്താൻ കഴിയില്ല എന്ന് തന്നെയാണ്. യുദ്ധം നിർത്താൻ കഴിയണം എന്നുണ്ടെങ്കിൽ ആദ്യം ഹോസ്റ്റേഴ്സിനെ തിരിച്ചു വിട്ടാൽ മതി. അതെന്താ ചെയ്യാത്തത്? അതിനെന്താണ് ഈ ലോക രാജ്യങ്ങൾ ഈ പ്രഷറൈസേഷൻ നടത്താത്തത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഈ ഹമാസിൻ്റെ നേതാക്കളായിട്ടുള്ള ആളുകൾ അവിടെ താമസിക്കുന്നത് ഖത്തറിലാണ്. ഖത്തറിലെ രാജാവും ബാക്കി ചങ്ങാതിമാരെല്ലാവരും കൂടിയിട്ട് ഹമാസിൻ്റെ നേതാക്കളെ നിർബന്ധിച്ചു എന്നാണ് അറിയുന്നത്. മര്യാദയ്ക്ക് സീസ് ഫയർ എഗ്രിമെൻറ്റ് നടത്തിക്കോളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് ആട്ടി പുറത്താക്കും, നിങ്ങളുടെ എല്ലാ ഫണ്ടും കണ്ടുകെട്ടും എന്നുള്ള രീതിയിൽ വരെ താക്കീത് വരെ കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് വന്ന വാർത്തയാണ്, ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ അവർ അതിനകത്ത് കുറേ ചേഞ്ചസ് പ്രൊപ്പോസൽസ് അതായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അതാണ് ഈ വാൾ സ്ട്രീറ്റ് ജേണലിൽ വന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അവരുടെ ലക്ഷ്യം ഇത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോയി ഇസ്രായേലിനെ ഇൻ്റർനാഷണൽ സ്റ്റേജിൽ ഒന്ന് പ്രതിരോധത്തിലാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. വി ഹാവ് ദ ഇസ്രായേലീസ് റൈറ്റ് വെയർ വി വാണ്ട് ദം, സെഡ് സിൻവർ ഇൻ വൺ ഓഫ് ദ മെസ്സേജസ്. ഇത് സിൻവർ ഖത്തറിലുള്ള അവരുടെ നേതാക്കൾക്ക് കൈമാറുന്ന മെസ്സേജസ് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യമാണ് വി ഹാവ് ദ ഇസ്രായേലീസ് റൈറ്റ് വെയർ വി വാണ്ട് ദം. അതിന് ഇവർ ഉപയോഗിച്ചത് എന്താണ്? നരബലി. ആരെയാണ് നരബലി നടത്തിയത്? അത് സ്വന്തം ജനതയാണ് നടത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മളിവിടെ കാണണം എന്ന് പറയുന്നത്. ഈ സൂചനകൾ, ഇതാണ് അവിടെ നടക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ റിപ്പോർട്ടായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നു. എന്നിട്ടും ഇതെവിടെയെങ്കിലും ചർച്ചയാകുന്നുണ്ടോ? ഏതെങ്കിലും മാധ്യമങ്ങൾ എവിടെയെങ്കിലും വിഷയമാക്കുന്നുണ്ടോ? ഇല്ല. ഇത് പറയുന്ന ആളുകൾ മുഴുവൻ വലതുപക്ഷമെന്നോ അല്ലെങ്കിൽ മറ്റേ സംഘി എന്നോ പറഞ്ഞ് ഒതുക്കുക എന്നുള്ളതല്ലാതെ ഈ വിഷയം ആരും പറയില്ല. സിൻവർ ഷോസ് കോൾഡ് ഡിസ്റിഗാർഡ് ഫോർ സിവിലിയൻ കാഷ്വാലിറ്റീസ്, സേസ് റിപ്പോർട്ട്. ബാക്കി വായിക്കാം. ദ മെസ്സേജസ് റിവ്യൂഡ് ബൈ ദ പേപ്പർ ഷോ ദാറ്റ് സിൻവർ ഹാസ് ഷോൺ എ കോൾഡ് ഡിസ്റിഗാർഡ് ഫോർ ഹ്യൂമൻ ലൈഫ്. അപ്പോൾ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഈ സിവിലിയൻ ലൈഫിനെ മാനിക്കാതെ ഇതുവരെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആരാ? അത് നമ്മളുടെ ഇസ്രായേലാണ്. എല്ലാം ചെയ്യുന്നത് അവരാണെന്നാണ് പറയുന്നത്. ജനോസൈഡ് നടത്തിക്കൊണ്ടിരുന്നത് ഇസ്രായേലാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എ കോൾഡ് ഡിസ്റിഗാർഡ് ഫോർ ഹ്യൂമൻ ലൈഫ്. ആർക്ക്? സിൻവറിന്. സിൻവർ ആരാണ്? ഹമാസിൻ്റെ നേതാവ്. ഈ പറയുന്ന ഒക്ടോബർ 7 തുടക്കം വിട്ട ആൾ. ദ പേപ്പർ ആഡഡ് ദാറ്റ് ദ മെസ്സേജസ് ഷോ ദാറ്റ് സിൻവർ ഹാസ് മെയ്ഡ് ഇറ്റ് ക്ലിയർ he believes Israel has more to lose from the continuation of the war and civilian deaths than Hamas. ഓക്കെ, ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ സിവിലിയൻ ഡെത്ത്സ് കൂട്ടുക, ഇല്ലാത്ത സിവിലിയൻ ഡെത്ത്സ് ഉണ്ട് എന്ന് പറഞ്ഞ് കള്ളക്കണക്ക് കാണിക്കുക, അത് കൊടുത്ത് UN ആദ്യം കണക്ക് പ്രസിദ്ധീകരിക്കുക, അപ്പോൾ അമളി ശ്രദ്ധയിൽപ്പെടുക, അങ്ങനെ അമളി ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് തിരുത്തുക, എന്നിട്ട് 50% വ്യത്യാസം കാണിച്ച് രണ്ടാമത്തെ കണക്ക് വിടേണ്ടി വരിക. ഇതൊക്കെയാണ് ഇവിടെ നടന്നത്.
അപ്പോൾ ഹമാസ് എന്ന് പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അവർ കൊടുക്കുന്ന കണക്കുകൾ അത് മര്യാദയ്ക്ക് കണക്ക് പഠിച്ചിരുന്നെങ്കിൽ അവർ ടെററിസ്റ്റുകളാവില്ലല്ലോ എന്നത് ഇവിടെ ചോദിക്കാൻ പാടില്ല. അത് ഒരു ഔട്ട് ഓഫ് സിലബസ് ചോദ്യമാണ്. എന്തായാലും ഇതാണ് കഥ. മര്യാദയ്ക്ക് കണക്ക് പോലും കൂട്ടാൻ അറിയാത്ത ആളുകളാണ്. ദ പേപ്പർ ആഡഡ് ദാറ്റ് ദ മെസ്സേജസ് ഷോ ദാറ്റ് സിൻവർ ഹാസ് മെയ്ഡ് ഇറ്റ് ക്ലിയർ ഹി ബിലീവ്സ് ഇസ്രായേൽ ഇസ് മോർ ടു ലൂസ് ഫ്രം ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ വാർ ആൻഡ് സിവിലിയൻ ഡെത്ത്സ് ദാൻ ഹമാസ്. അപ്പോൾ എന്തുകൊണ്ട് ഈ വാർ നീണ്ടുപോകുന്നു, എന്തുകൊണ്ട് ഇതിൽ സീസ് ഫയർ ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ, ആ ഹോസ്റ്റേഴ്സിനെ വിട്ടുകൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ സിവിലിയൻസിനെ കൊന്ന് ഹ്യൂമൻ ഷീൽഡ്സിനെ വെച്ചുകൊണ്ട് ആളുകളെ കൊന്നു തള്ളിയാൽ അതിൻ്റെ ബെനിഫിറ്റ് അത് ഹമാസിന് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും നഷ്ടം അത് ഇസ്രായേലിനാണ്. ആ നഷ്ടം കൂട്ടാൻ വേണ്ടിയാണ് അവർ ഈ സ്വന്തം ജനതയെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇൻ April 11, after 3 sons of Qatar-based Hamas chief Ismail Haniyeh were killed in an Israeli airstrike, Sinwar said that those and other deaths of the Palestinians will infuse life into the veins of this nation, prompting it to rise to its glory and honor. ഓക്കെ, അതായത് വീണ്ടും ഇങ്ങനെ മരിച്ചു വീഴുന്ന ആളുകളൊക്കെ ബലികുടീരങ്ങളെ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ നിങ്ങൾക്ക് പാടാം. ഇതന്നെയാണ് അവിടെ നടക്കുന്നത്. ദ ഓൺഗോയിങ് വാർ ഈസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഹി ഹാസ് ഫ്യൂവൽഡ് ദ കോൺഫ്ലിക്റ്റ് ദാറ്റ് ലെഡ് ടു ദ ഡെത്ത്സ് എമംഗ് Palestinians. In 2018, Sinwar began the practice of holding weekly protests at Gaza's border with Israel, where the border is marked by a fence. During those protests, fearing a breach and an influx of protesters or terrorists, Israeli soldiers fired on those who came close to the fence. The deaths served the Sinwar's goal. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം, അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുക ഈ ബോർഡറിൽ പോയിട്ട്. We make the headlines only with the blood. No blood, no news. ആരാണിത് പറയുന്നത്? സിൻവറാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നെസസറി സാക്രിഫൈസ് എന്നൊരു വാക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ വാക്ക് ഏതാണ്? നോ ബ്ലഡ് നോ ന്യൂസ്. അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഹമാസോളികൾ, അതിൻ്റെ വക്താക്കൾ ഇസ്രായേലിനോട് വലിയ തോതിൽ ശത്രുത പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ എന്തോ വലിയ കുഴപ്പമാണ് ചെയ്തുകൊണ്ട് വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുന്നോട്ട് വരാതെ എല്ലാം ഇസ്രായേലിൻ്റെ കുഴപ്പമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ ഹമാസ് ചെയ്യുന്നത് അവർ ഒപ്രസ്ഡ് ആയതുകൊണ്ട് അവർക്ക് എന്ത് തോന്നിയാസം ആകാമെന്ന് നമ്മളെ സ്വരാജിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു വെക്കുമ്പോൾ അവരറിയുന്നില്ല ഹമാസ് നിൽക്കുന്നത് നോ ബ്ലഡ് നോ ന്യൂസ് എന്നതിന് വേണ്ടിയാണ്. ഹമാസ് നിൽക്കുന്നത് നെസസറി സാക്രിഫൈസിന് വേണ്ടിയാണ്. ഇത് അവർ പറയുന്നില്ല. ഇതാണ് നമ്മുടെ മുന്നിൽ ഇന്ന് ഇപ്പോൾ ഇതുപോലെ വന്ന് നിൽക്കുന്നത് ആ റിപ്പോർട്ടിലുള്ളത്. സിൻവർ ഇത് 2018 പറഞ്ഞ കാര്യമാണ്. ലേറ്റ്ലി US Secretary of State Antony Blinken has said that the ceasefire in Gaza depends on Sinwar alone. സിൻവർ മാത്രമാണ് ഇതിനകത്ത് തടസ്സം നിൽക്കുന്നത് എന്നുമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഒരു 10 പതാക കിട്ടുമെങ്കിൽ അതും കൂടി ഞാൻ എൻ്റെ പിന്നിൽ വെക്കുന്നതാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ കിട്ടാനില്ല. റെഫറിങ് ടു ഹിം he said it's down to one man. ഇനി എന്താണ് യഹിയ സിൻവേഴ്സ് എൻഡ് ഗെയിം പ്ലാൻ? അതെന്താണെന്നും കൂടി ഒന്ന് അറിയണമല്ലോ. Following the 11-day conflict in 2021, Israeli officials believe Sinwar started planning a large-scale attack on Israel, according to the report. അത് 2021. The attack finally took place on October 7. The end game of the attack was to jolt the world and revive the cause of Palestine. അപ്പം നമ്മൾ വിചാരിക്കും ഈ കോസ് ഓഫ് പലസ്തീൻ എന്ന് പറയുന്ന സാധനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു മടുത്തതാണ്. 1937 മുതൽ നമ്മൾ പറയാറുള്ള സാധനങ്ങൾ, അതിൽ ഈ 2 നേഷൻ ആ ഒരു പോളിസി അത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നത് 47. അതുപോലെ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് വന്നപ്പോഴെല്ലാം അതിനെ എതിർത്ത് നിന്നത് ഇതേ പലസ്തീനിയൻസ് ആണ്, അറബ് രാഷ്ട്രങ്ങളാണ്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇവർക്കെതിരെ യുദ്ധവുമായിട്ട് ഇറങ്ങി തിരിച്ചത് ഇതേ അറബികൾ തന്നെയാണ്. ഇസ്രായേൽ എന്നും അതിന് അനുകൂലമായിട്ടേ നിന്നിട്ടുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഇസ്രായേലിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ വിഷയങ്ങൾ ഈ രീതിയിൽ പോകുന്നത് കാണുന്നു. ലോകം മുഴുവൻ അവർക്കെതിരെ നിൽക്കുന്ന നിലയിലെത്തിയപ്പോൾ ഞാനിപ്പോൾ നമ്മളെ ചാനലിലേക്ക് കൊണ്ടുവന്ന് സംസാരിച്ചിട്ടുള്ള ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള ആളുകൾ പോലും നമ്മളോട് എന്താ പറഞ്ഞത്? 2 സ്റ്റേറ്റ് സൊല്യൂഷനുമായിട്ട് ഇനി ഇസ്രായേൽ മുന്നോട്ട് വരില്ല എന്നാണ്. അതായത് ആ ഏരിയ മൊത്തം ഒന്നുകിൽ അവർ ഭരിച്ചോട്ടെ, പക്ഷേ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഇസ്രായേൽ ചെയ്യും, ഒന്നുകിൽ അങ്ങനെ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിൻ്റെ ഭാഗമാക്കുക. അവർക്ക് സമാധാനപൂർവ്വം എങ്ങനെയാണോ നിലവിൽ 10-20% മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇസ്രായേലിൽ ജീവിക്കുന്നത് അതേപോലെ അവർക്ക് അവിടെ ജീവിക്കാം, ഒരു കുറവും ഉണ്ടാവില്ല. ഒന്നുകിൽ അങ്ങനെ, അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ മിലിറ്ററി പവർ ഉണ്ടാവില്ല, മിലിറ്ററിയും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇസ്രായേലാണ് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. 2 നേഷൻ എന്ന് പറയുന്ന സാധനത്തിൽ നിന്നും ഇസ്രായേൽ ഒരു പരിധി വരേക്കെങ്കിലും പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. കാരണം എന്താണ്? ഇത്ര നാൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരൊറ്റ 2 സ്റ്റേറ്റ് സൊല്യൂഷനോടും
ഇതുപോലെ മുന്നോട്ട് വന്നില്ല എന്ന് മാത്രമല്ല, എതിർപക്ഷം അവർ തക്കിയെ ഇറക്കിക്കൊണ്ട് സൗഹൃദം നടിച്ചുകൊണ്ട് തിരിച്ച് പണി കൊടുക്കുന്നതും കാണുമ്പോൾ കുടിച്ച വെള്ളത്തിൽ കാക്കാമാരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്ന ഡയലോഗ് ഇവിടെ വീണ്ടും പറയേണ്ടി വരികയാണ്. അതിൻ്റെ നേർ സാക്ഷ്യമാണ് ഇസ്രായേൽ അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോൾ ചില നമ്മളുടെ എമുക്കൾക്കൊക്കെ വല്ലാതെ കൊള്ളാറുണ്ട്. പറയാതെ നിവൃത്തിയില്ല. ഇതാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കൂടെ നടക്കുന്ന ആളുകളിലും ഇതുപോലെ തീവ്രവാദി ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ഡോക്ടർമാരായിട്ടുള്ള ആളുകൾ രാവിലെ മുതൽ 5 മണി വരെ, വലിയ ഡോക്ടർ, മാന്യനായ ഡോക്ടർ 5 മണിക്ക് ശേഷം നമ്മളുടെ തക്ബീറും വിളിച്ചിറങ്ങി നടക്കുകയാണ് ഇവിടെ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങളുടെ മുന്നിലുള്ള മുസ്ലിം, അതിപ്പോൾ ഈ പലസ്തീനിലുള്ള മുസ്ലിം ആയാലും ശരി, അതുപോലെ മറ്റേത് മുസ്ലിം ആയാലും ശരി, അത് തീവ്രവാദിയാകാനുള്ള ഒരു സാധ്യത, ഒരു മീശമാധവൻ സിൻഡ്രോം അത് ഇവിടെ ഉണ്ട്. അത് നിരാകരിച്ചുകൊണ്ട്, അതിനെ തിരസ്കരിച്ചുകൊണ്ട്, അങ്ങനെ ഇല്ല, അത് പറയുന്ന ആളുകൾ മുഴുവൻ കുഴപ്പക്കാരാണ്, മുസ്ലിം വിരുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇസ്ലാം എന്ന വൈറസ്, ആ ഒരു അസുഖം, ക്യാൻസർ, അത് ബാധിച്ചു കഴിഞ്ഞാൽ, ആ പേ പിടിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണത്. എപ്പോൾ വേണമെങ്കിലും പേ ഇളകാം എന്ന് തന്നെയാണ്. അത് ഇനിയും ഞാൻ പറയും, അതിലൊരു കുറവുണ്ടാവില്ല. ഇനി, ആസ് ദ സബ്സീക്വൻറ്റ് Israel-Hamas war has caused unprecedented deaths and destruction in Gaza, Sinwar appears to be succeeding in his goal of isolating Israel, stripping the nation of its allies and generating worldwide support for the Palestinian statehood. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി, one aim of Sinwar of carrying out the October 7 attack was to end the paralysis in resolving the Israeli-Palestinian conflict and revive its global diplomatic importance. The Wall Street Journal reported Arab and Hamas officials familiar with Sinwar's as saying. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ ഒക്ടോബർ 7 അറ്റാക്ക് നടക്കുന്ന ഒരു പശ്ചാത്തലം പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടും. ഇസ്രായേലും അതുപോലെ സൗദി അറേബ്യയും തമ്മിലുള്ള ഇൻ്റർനാഷണൽ റിലേഷൻ, അത് നമുക്കറിയാം, അങ്ങനെ ഒരു റിലേഷൻ മുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ അറബ് രാഷ്ട്രങ്ങളുമായിട്ട്, ഒട്ടുമിക്ക രാഷ്ട്രങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലേക്ക് ട്രാൻസിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം എത്തുമ്പോഴാണ് ഇങ്ങനൊരു അറ്റാക്ക് നടക്കുന്നത്. ആദ്യം ജോർദനുമായിട്ടും ഈജിപ്തുമായിട്ടൊക്കെ ഇസ്രായേൽ അവിടെ സൗഹൃദം സ്ഥാപിച്ച ആ ഒരു കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആദ്യകാലത്ത് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. കാരണം അവർക്ക് മനസ്സിലായി ഇസ്രായേലിനോട് മുട്ടി നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത്. അവരാദ്യം തന്നെ ബയ്യ ആയി മാറി. ഇന്നും ജോർദൻ ഒരു മികച്ച സുഹൃത്തായിട്ട് നിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കണ്ടറിയണം. എന്തായാലും അങ്ങനെയാണ് നിലവിലുള്ളത്. അതുപോലെ ഓരോ രാജ്യങ്ങൾ, ബഹ്റൈൻ, അതുപോലെ UAE, അങ്ങനെ പല പല രാഷ്ട്രങ്ങൾ, ഒമാൻ, ഇതെല്ലാം അതിലേക്ക് വന്നു. ഇനി അടുത്തതായിട്ട് വരാൻ നിന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന സൗദി അറേബ്യ എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു രാജ്യമാണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതിൻ്റെ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു അറ്റാക്ക് നടക്കുന്നതും ആ ചർച്ചകൾ അവിടെ വഴിമുട്ടുന്നതും. എന്നാൽ ഇപ്പോഴും അതിൽ പൂർണ്ണമായിട്ടും ആ വാതിലുകൾ അടയ്ക്കാതെ ആ ഓപ്പൺ ചെയ്തു തന്നെയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം മാറിക്കഴിഞ്ഞാൽ വീണ്ടും അത് അവിടെ ശരിയാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം, സിൻവറിനെ സംബന്ധിച്ചിടത്തോളം, ഈ സിൻവറാണ് ഇതിൻ്റെ പിടികിട്ടാ പുള്ളി. ഈ സിൻവറിനെ പിടിച്ചാലേ ഇസ്രായേൽ അവിടെ അടങ്ങിയിരിക്കും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഒരു 3-4 പേരെ പിടിക്കാൻ ബാക്കിയുണ്ട്. അത് പിടിച്ച് കെട്ടണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒക്ടോബർ 7 ആവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ട്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് നമുക്കൊരു ഒസാമ ബിൻ ലാദനെ പിടികൂടാൻ വേണ്ടി ഇവിടെ അമേരിക്ക നടന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനകത്ത് അത് വേണോ എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ സിൻവറിനെ പോലുള്ള ഒരു ഭീകരവാദിയെ പിടിക്കാൻ വേണ്ടി അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് അതിനകത്തൊരു വിഷമെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം കൃത്യമായിട്ട് ഇവിടെ ഭീകരവാദമാണ് നടത്തിയെന്നുള്ളതിനുള്ള എല്ലാ തെളിവുകളും അവിടെ നമുക്ക് കാണാം. അപ്പോൾ അത് അവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇനി, one aim of Sinwar of carrying out the October 7 attack was to end the paralysis in resolving the Israeli-Palestinian conflict. കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് പാലസ്തീൻ ഇസ്രായേൽ എന്ന് പറയുന്നൊരു വിഷയം തന്നെ ഇവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. പാലസ്തീൻ എന്ന് പറയുന്നൊരു സ്ഥലം പോലും മാപ്പുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിനുള്ളൊരു തെളിവും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിൽ നിന്ന്. അത് ഇത് കഴിയുമ്പോൾ ഞാൻ പറയാം. ആ നിലയിലേക്കാണ് അറബ് രാഷ്ട്രങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ലോകം തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ അറബ് രാഷ്ട്രങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത് തീരാൻ പോകുന്നില്ല. ഇനി അടുത്ത വഴി എന്താണ്? ഈ വിഷയം അതിനകത്ത് ഇടപെടാതെ അതിനെ മറന്നു കളയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ കഴിയും. അതായത് ഇത്ര നാളും ഈ ഒരു വിഷയത്തിൽ പ്രക്ഷോഭങ്ങളായിട്ട് കുട്ടികളൊക്കെ ഇറങ്ങി തിരിച്ചപ്പോൾ, പല ആളുകൾ ഇറങ്ങി തിരിച്ചപ്പോൾ സൗദി അറേബ്യയിലോ UAE-യിലോ അതല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങൾ എവിടെയെങ്കിലും ഈ ഇസ്രായേലിൻ്റെ ഒരു പതാക കത്തിക്കുന്നതോ അല്ലെങ്കിൽ പലസ്തീൻ അവരുടെ ഒരു പതാക പൊക്കുന്നതോ നിങ്ങൾ കണ്ടോ?
പൊക്കിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് ഇടപെട്ട് കയ്യോടെ പിടികൂടി കൊണ്ടുപോയി അവിടെ പൂശുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മക്കയിലൊക്കെ വന്ന് തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോക്കറ്റിൽ നിന്ന് പതാക എടുത്ത് പുറത്ത് എടുത്തത് മാത്രമേ താത്താക്ക് ഓർമ്മയുള്ളൂ. അതിൻ്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. താത്താനെ പൊക്കിക്കൊണ്ടുപോയി എടുത്ത് അവിടെ പറപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് അവിടെ നടക്കുന്നത്. ഒരു അര സെക്കൻഡ് പോലും പതാക പറപ്പിക്കാൻ ഇവിടെ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, അറബ് രാഷ്ട്രങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നാൽ ഇതെല്ലാം പൊക്കിക്കൊണ്ട് നടക്കുന്നത് നോൺ അറബ് രാഷ്ട്രങ്ങളിലാണ്. ഇന്ത്യയിൽ കാണുന്നു, അതുപോലെ യൂറോപ്പിൽ, അമേരിക്കയിൽ, എല്ലായിടത്തും നമ്മൾ കാണുന്നു. അവിടെ യൂണിവേഴ്സിറ്റീസിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ വഴി ആളുകളെ വല്ലാതെ മൊബിലൈസ് ചെയ്ത് ഈ ഒരു വിഷയം ചർച്ചാ വിഷയമാക്കി അത് അലൈവാക്കി നിർത്തുന്നു. അതായിരുന്നു അവരുടെ ലക്ഷ്യം. അതവർ അതിൽ വിജയിച്ചിട്ടുണ്ട്. സിൻവർ ദ പേപ്പർ റിപ്പോർട്ടഡ് ദാറ്റ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് സിൻവർസ് വാർ അപ്പിയേഴ്സ് ടു ഗെറ്റ് എ പെർമനന്റ് സീസ് ഫയർ ദാറ്റ് അലൗസ് ഹമാസ് ടു ഡിക്ലെയർ എ വാർ ഇൻ ഗാസ ബൈ ഔട്ട്ലാസ്റ്റിംഗ് ഇസ്രായേൽ ആൻഡ് ക്ലെയിം ദ ലീഡർഷിപ്പ് ഓഫ് ദ പലസ്തീനിയൻ കേസ്. അപ്പോൾ എന്താണ് ഹമാസിൻ്റെ ലക്ഷ്യം? എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹമാസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് ഉദ്ദേശശുദ്ധി ഇല്ലാത്തൊരു ലക്ഷ്യം തന്നെയാണ്. അത് ഇതാണ് അവിടെ കാണുന്നത്. ഈ ഹമാസ് ടു ഡിക്ലെയർ എ വാർ ഇൻ ഗാസ ബൈ ഔട്ട്ലാസ്റ്റിംഗ് ഇസ്രായേൽ, അതായത് എത്ര നാളത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും നാളത് നീട്ടിക്കൊണ്ടു പോവുക എന്നതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അത് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. കാരണം എന്താണ്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തൊട്ടപ്പുറത്ത്, അതുകൂടാതെ മറ്റ് രാജ്യങ്ങൾ പലതും സമാധാനപൂർവ്വം അവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടം ആളുകളാണ്. അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഒരു വൈറസ് കണക്കെ ഒരു രാജ്യം നിന്ന് പെരുമാറിക്കൊണ്ടിരുന്നാൽ ജനജീവിതം അതവിടെ വലിയ തോതിൽ അപകടത്തിലാവും. ഹമാസിന് സ്വന്തം ജനതയെ ഇതുപോലെ ബലി കൊടുക്കുന്നതിൽ വലിയ വിഷമമൊന്നും കാണില്ലായിരിക്കും. പക്ഷേ അങ്ങനെയല്ല ബാക്കിയുള്ള രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇസ്രായേലിന്. അതുകൊണ്ടാണ് അവരവരുടെ ആ ജനതയെ ഏത് മാളത്തിൽ ഒളിപ്പിച്ചാലും അവിടുന്ന് പിടിച്ചുകൊണ്ട് വരുന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിൽ അവരതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ദാറ്റ് അപ്പിയേഴ്സ് ടു ബി ഹാപ്പനിങ് ആസ് ഇസ്രായേൽ അപ്പിയേഴ്സ് ടു ബി ഫോളിങ് ഡീപ്പർ ഇൻ ടു ദ ട്രാപ്പ് ബൈ ദ ഡേ. ആ ട്രാപ്പിൽ ഇസ്രായേലിന് വീഴാൻ അവർ അനുവദിക്കുന്നില്ല. ഇസ്രായേലിനെ ട്രാപ്പിൽ വീഴ്ത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിന് അനുവദിക്കാൻ പാടില്ല. ആ ഒരു കാര്യത്തിൽ ഒരു മോറൽ സപ്പോർട്ട് ഇസ്രായേലിന് കൊടുക്കേണ്ടതുണ്ട്. അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു മോറൽ സപ്പോർട്ട് കൊടുത്തേ പറ്റുള്ളൂ. അത് മാത്രമാണ് നമ്മൾ ആ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് നിൽക്കുന്നതിൽ, ഈ കൊടി നമ്മൾ പിന്നിൽ വെക്കുന്നതിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണ്. അവിടെ ഒരു മോറൽ ഒരു ഹൈ കൊടുക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോറലായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാൻ, അത് അവകാശപ്പെടാൻ ഇസ്രായേലിന് അവകാശമുണ്ട് എന്ന് തന്നെയാണ്. ദാറ്റ് അപ്പിയേഴ്സ് ടു ബി ഹാപ്പനിങ് ആസ് ഇസ്രായേൽ അപ്പിയേഴ്സ് ടു ബി ഫോളിങ് ഡീപ്പർ ഇൻ ടു ദ ട്രാപ്പ്. Even without a lasting ceasefire, the paper reported that Sinwar believes Israeli PM Netanyahu has few options other than occupying Gaza. Once Israel occupies Gaza, it would get isolated further and would lose support from allies like the United States. It would also get bogged down in a bloody insurgency of Hamas and other terrorist groups. The insurgency's toll would further drive the conflicts and isolation of Israel, increasingly turning Israel into a pariah state. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, അവിടുത്തെ ജനതയെ അവിടെ കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കുക, അവരൊരു കോൺസ്റ്റൻറ്റ് വാറിംഗ് നേഷനാക്കി മാറ്റുക. ഇതാണ് ഹമാസിൻ്റെ ലക്ഷ്യം. ഇനി നിങ്ങൾ പറയും, ഇതിലാരാണ് സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നത്? ഇതിലാരാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്? ഇതിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് ഇസ്രായേലാണ്. ഇതിൽ യുദ്ധത്തിന് വേണ്ടിയിട്ട്, സമാധാനം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട്, അക്രമത്തിന് വേണ്ടിയിട്ട്, മനുഷ്യരെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ആരാണ്? അത് ഈ ഹമാസാണ്. അതുകൊണ്ടാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, എന്തുകൊണ്ട് ഇസ്രായേലിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ കാലം കൊണ്ടാണ്. ഇസ്രായേൽ നിൽക്കുന്നത്, ഇസ്രായേൽ മാത്രമാണ് സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നത്. ഇത്ര നാളും ഇത് നമ്മൾ പറയുമ്പോൾ ഇതുപോലെ എഴുതി വെച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടാറില്ലായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടതും അതുപോലെ ഇവർ ചെയ്തതും അതുപോലെ ഇവർ പല വേദികളിൽ പറഞ്ഞതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതുപോലെ ഒരു റിപ്പോർട്ടായിട്ട് വരുന്നു. ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ലോകത്ത് ഇനിയും ചർച്ചയായി ഇത് ആളുകൾക്കൊരു ബോധം വെക്കണം എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. സംഭവിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. സംഭവിക്കട്ടെ. സംഭവിച്ചാൽ ലോകത്തിന് വലിയ തോതിൽ ഒരു ഗുണമുണ്ടാകുന്ന കാര്യമാണ് എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇവിടെ പരിശോധിക്കാനുള്ളത്, ഞാൻ പറഞ്ഞു ലോകം എങ്ങനെയാണ് ഈ പറയുന്ന, ഇപ്പോൾ സിൻവറിൻ്റെ പ്ലാനാണ് നമ്മൾ കണ്ടത്. എന്നാൽ എന്താണ്, നമ്മൾ ഖുറാനിലൊരു ആയത്തുണ്ടല്ലോ, അതായത് അള്ളാഹു ഖൈറുൽ മാക്കിരീൻ എന്നാണ് പറയുക. ഓക്കെ, മാക്രികളിൽ വെച്ച് ഏറ്റവും മികച്ച മാക്രി അള്ളാഹു ആണെന്ന് പറയും. എന്താണ് ഈ മാക്രി? ആ മാക്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പദ്ധതികൾ ഉണ്ടാക്കുന്ന, അതായത്
പ്ലോട്ട്സ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വലിയ പദ്ധതികൾ ഉണ്ടാക്കുന്നു, എന്നാൽ അള്ളാഹു അതിനേക്കാൾ മികച്ച പദ്ധതികൾ ഉണ്ടാക്കുന്നു. അള്ളാഹു ആണ് പദ്ധതികൾ ഉണ്ടാക്കുന്നവരിൽ വെച്ച് ഏറ്റവും മികച്ച പദ്ധതികൾ ഉണ്ടാക്കുന്നവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഈ ഒരു 2005 ഇസ്രായേൽ ഗാസയിൽ നിന്നും ഒഴിഞ്ഞുപോയി അതിൻ്റെ ഭരണം അവിടെയുള്ള ആളുകൾക്ക് കൊടുത്തു. അത് ആദ്യം ഭരിച്ചിരുന്നത് PLO ആയിരുന്നു. അവരെ തോപ്പിച്ച് അവിടെ 2007 ഹമാസ് കൈയടക്കുന്നു. 2007 മുതൽ 2023 ഒക്ടോബർ 7 വരേക്കും അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഇതേ ഹമാസ് തന്നെയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് അവരവിടെ സ്വപ്നത്തിലായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്വർഗത്തിലായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് ഇന്ന് അവർ തന്നെ പറയുന്നു, വീഡിയോ ഇറക്കിക്കൊണ്ട്. കാരണം എന്നാലാണല്ലോ ഈ കണ്ണുനീര് ഇങ്ങനെ പുറത്തേക്ക് വരുള്ളൂ. പണ്ട് ഇത് പറയുമ്പോൾ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് അവർ തന്നെ വീഡിയോ ഇറക്കി പറയുകയാണ്. എന്തായാലും അങ്ങനെയൊക്കെ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ഇത് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വയലൻ്റ് ഇക്വിലിബ്രിയമാണ്. അത് പറ്റില്ല. നമുക്ക് വേണ്ടത് യുദ്ധങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം വേണം എന്ന് പറഞ്ഞ് അവരെ ഇറങ്ങി തിരിച്ചിട്ട് അവസാനം ഇപ്പോൾ എന്തായി, അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ലക്ഷ്യം അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വാർ അവിടെ ഉണ്ടാക്കി വെച്ച് അവരുടെ കാര്യം സ്ഥാപിക്കുക എന്നതാണ് എന്നുണ്ടെങ്കിൽ, അറബ് രാഷ്ട്രങ്ങൾ ആരാ മക്കൾ, അവരതിനേക്കാൾ വലിയൊരു പദ്ധതിയാണ് അവരവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അവർ പദ്ധതിയിൽ പ്ലാൻ ചെയ്തത് എന്താ, അവർ ഇസ്രായേലിൻ്റെ നമ്മുടെ ലോക മാപ്പിൽ പാലസ്തീൻ എന്ന് പറയുന്ന സാധനത്തെ തന്നെ അവരെടുത്ത് ദൂരെ കളയുന്ന അവസ്ഥയിലേക്കാണ് അവർ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതാണ് ഇനി നമ്മളിനി അടുത്തത് കാണാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു വാർത്ത നമുക്കിവിടെ കാണാം. ഓക്കെ, കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. Okay. Palestine apparently removed from Saudi textbook maps. Israel-based think tank report shows. ഇത് The New Arab എന്ന് പറയുന്ന ഒരു ന്യൂസ് പോർട്ടലിൽ വന്നിട്ടുള്ളതാണ്. Palestine has been left unnamed in textbook maps and language deemed hostile to Israel has been changed, according to an Israel-based think tank. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ വേറൊരു ഭാഗം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല ടെക്സ്റ്റ് ബുക്കുകളിലും ഉണ്ടായിരുന്ന ജൂതവിരുദ്ധത അത് പണ്ടത്തെ പോലെ ഇപ്പോൾ ഇല്ല. അത് പലതും അവർ ഡിലീറ്റ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇത് അതുക്കും മേലെ എന്ന് നമുക്ക് പറയാം. അതുക്ക് മേലെ എന്ന് പറഞ്ഞാലൊന്നും കുറഞ്ഞു പോകും. കാരണം നിങ്ങൾ ഈ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും. ഞാൻ അത് കണ്ടിട്ടില്ല, പക്ഷേ ഫ്ലൈറ്റ് യാത്ര ചെയ്ത ആളുകൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ മാപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, പകരം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക പാലസ്തീൻ എന്നായിരുന്നു. ഇതിപ്പോൾ നേരെ തിരിയാണ്, കാലം നേരെ തിരിയാണ്. ഇനി അവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇസ്രായേലിനെ കാണും, പാലസ്തീനിൽ കാണില്ല. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാപ്പുകൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ഡീപ്പായിട്ട് നോക്കാം. എന്തായാലും ഈ ചിത്രം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടോ എന്നറിയില്ല. ഇതിൽ കാണുന്നത് ഇതാണ്. അതായത് ആ മാപ്പുകളിൽ നിന്നും ഇസ്രായേൽ എന്ന് പറയുന്ന ഏരിയ മാത്രമാണ് അവിടെ ഉണ്ടാവുക. അവിടെ നമ്മളുടെ പാലസ്തീൻ എന്ന് പറയുന്ന ഏരിയ അവിടെ മാർക്ക് ചെയ്യാതെ വിടുന്നു. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ആ ഏരിയ ഈ കാണുന്ന ഭാഗമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ന്യൂസ് നിങ്ങൾ ലിങ്ക് ഒന്ന് പോയിട്ട് സ്വയം ഒന്ന് സൂം ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ബാക്കി നമുക്ക് വായിക്കാം. ദ ന്യൂ സൗദി കരിക്കുലം seem to have removed the name of Palestine from school textbook maps. Images from the 2023 to 2024 social and national studies textbook depict a map of Saudi Arabia and surrounding countries, with the area of Palestine left unnamed. Unlike maps in 2022 textbooks, a report by pro-Israeli think tank Impact says. Impact SE is a think tank which analyzes school curricula and has offices in Israel and the UK. It has, however, been the subject of controversy in the past. The latest Saudi curricula show significant changes to textbooks from the previous academic year, even in the terminology. The words considered hostile to Israel were removed from the several texts in the curriculum, especially terms such as enemy and the Zionist enemy, and the text which warned of Israeli ambitions in the region and efforts to expel the Palestinians from the land was also removed. ഓക്കെ, ഇത് കൂടുതൽ എന്തെങ്കിലും പറയണം? അതായത് സയനിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കൂടുതൽ കേൾക്കാറുണ്ടാവും.
അതുപോലും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. മാത്രമല്ല ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്നൊക്കെ പറയുന്ന ആ ഒരു വലിയ വലിയ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഇവർ പറഞ്ഞു വെക്കാറുണ്ട്. സത്യത്തിൽ ഇസ്രായേലിന് അങ്ങനെ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. അവരവരുടെ കാര്യമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് മുഴുവൻ പിടിച്ചടക്കണം, നമ്മളുടെ സൗദി അറേബ്യ പിടിച്ചടക്കണം, അങ്ങനെയുള്ള എല്ലാ അറേബ്യൻ പെനിൻസുല മുഴുവൻ പിടിച്ചെടുക്കണം, അങ്ങനെ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു കൺസ്പിറസി തിയറി ഉണ്ട്. അത് വരെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിച്ചിരുന്നു. ഒഫീഷ്യലായിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ സാധനം വരെ റിമൂവ് ചെയ്തു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് അക്കോർഡിംഗ് ടു ഇമ്പാക്ട് സേ റെഫറൻസ് ഈസ്റ്റ് ജെറുസലം ആസ് occupied and as the Palestinian capital instead of the whole of Jerusalem. Zionism is also not referred to as a racist European movement anymore, and other very critical language of Israel has been amended. Overall, 21 cases of anti-Israel sentiment in all textbooks were removed. ഞാനിത് വായിച്ചു പോവാണ്. The changes are speculated to be tied to US mediated talks seeking to normalize relations between Riyadh and Tel Aviv. നമ്മൾ സൗദി ആൻഡ് ഇസ്രായേൽ അവർ തമ്മിലുള്ള ബന്ധം അത് ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഇത് എന്നാണ് പറയുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മൾ US ആണ്. The US earlier this month said it was close to reaching a defense pact with Saudi Arabia which could make way for Israeli normalization. Riyadh has said it will not broker ties with Israel before a Palestinian statehood is granted, something Israel's far-right government has refused. ഞാൻ പറഞ്ഞല്ലോ, നിലവിൽ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ഫാർ റൈറ്റ് നെതന്യാഹു ഉൾപ്പെടുന്ന ആ കൂട്ടം ആളുകൾക്ക് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഇന്നിപ്പോൾ അവരുടെ അജണ്ടയിലില്ല. കാരണം ഈ പറയുന്ന തക്കിയും അത് വെച്ചുകൊണ്ട് പണി കൊടുത്തതും അവരുടെ ഓർമ്മയിൽ നിന്ന് അത് പോയിട്ടില്ല. അവർക്കിപ്പോഴും ഒരു ട്രോമയായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. ബോയ് ഫ്രണ്ടായിട്ടുണ്ടായിരുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലുമാണ് ഇതുപോലെ ഒക്ടോബർ 7 വന്നിട്ട് വെടിവെച്ചത് എന്ന് വരെ നമ്മൾ കണ്ടു. ഒരു നറേഷൻ നിങ്ങൾ കേട്ട് കാണും. നമ്മളിവിടെ വന്നാണ് പറഞ്ഞത്, നമ്മളെ ചാനലിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത്. എന്നിരുന്നാലും ഇനിയും ഇതുപോലെയുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഇനി അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചാൽ മുൻകാലങ്ങളിൽ എങ്ങനെയാണോ അതൊക്കെ വെച്ച സമയത്ത് ഇസ്രായേൽ ആക്സെപ്റ്റ് ചെയ്തത്, വീണ്ടും അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ നിന്നിട്ടുള്ളതുകൊണ്ടും ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ളതുകൊണ്ടും, രണ്ടാമത് അവരുടെ ഗവൺമെൻറ് അത് കുറേയും കൂടി അവരുടെ സിറ്റിസൻസിനോട് അക്കൗണ്ടബിലിറ്റി കാണിക്കുന്ന കൂട്ടരും ഒരു ഡെമോക്രാറ്റിക് കൺട്രിയുമായതുകൊണ്ട് അതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അത് അങ്ങനെയാണ് അത്തരം രാജ്യങ്ങൾ നിലകൊള്ളാറുള്ളത്. അപ്പോൾ ഇത് ഒരു വാർത്തയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഇത് 1-2 അല്ല, പല മീഡിയ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇത് പല സ്ഥലങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മീഡിയ കൂടിയാണ്. നിങ്ങൾക്ക് പോയി അത് വായിക്കാം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് സ്വയം കണ്ടെത്തുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്തായാലും ഇതറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് അറിയുന്നത് നല്ലതാണ്. ഇനി ഇതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ബൗണ്ടറീസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഹിസ്ബുള്ള അവിടെ നോർത്തേൺ സൈഡിൽ ബോംബിട്ട് തുടങ്ങി എന്നും പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തെന്നുള്ളത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അത് നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. കാരണം എന്താണ്, എന്നാലാണ് ഈ സംഗതിയുടെ ഒരു ഭാവിയിലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇവിടെ കാണാം. അതിൻ്റെ മുകൾ ഭാഗത്ത് ലെബനോൻ ഇവിടെ കാണാം. ഈ ലെബനോനിൽ നിന്നാണ് താഴേക്ക് ഇവിടെ നമ്മളുടെ ഹിസ്ബുള്ള ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ മിസൈൽ വാണം. താഴെ ഗാസ സ്ട്രിപ്പിൽ നിന്നായിരുന്നു ഇപ്പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നത്. ഗാസ സ്ട്രിപ്പ് ഇവിടെയാണ്, ഈ താഴെ ഭാഗത്താണ്. ഇപ്പോൾ റഫ എന്നൊക്കെ പറയുന്ന ഏരിയ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഏരിയയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെയായിരുന്നു നമ്മുടെ കണ്ണൊക്കെ കുഴിച്ചിട്ടത്. ഇപ്പോൾ മുളച്ച് കാണും, വേരൊക്കെ വന്ന് കാണും. അധികം വൈകാതെ അത് അവിടെ നിന്ന് മുളച്ച് പൊന്തും, വലിയ കൺമരങ്ങളാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പോട്ടെ, എന്തായാലും ഇത് ഈ ഏരിയയെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം, നല്ലതാണ്. ലെബനോൻ ഇവിടെയാണ്, ഇവിടെ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലെബനോനിൽ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ വനിത, അവരെ നമ്മൾ ചാനലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വളരെ കൊണ്ടുപിടിച്ച ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയിട്ടില്ല. ഇവരൊക്കെ വലിയ വലിയ പുള്ളികളാണ്, ഇവരൊന്നും മെസ്സേജ് ചെയ്താൽ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നാലെ കൂടിയിട്ടുണ്ട്. ഈ കേൾക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഒക്കെ, പ്രത്യേകിച്ച് US ജീവിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ 2 പേരെ ഒന്ന് എനിക്ക് എത്തിച്ചു തരേണ്ടതുണ്ട്. ഒന്ന് നമ്മുടെ മുസാബ് ഹസനാണ്, പിന്നെ നമ്മളുടെ ഈ പറയുന്ന ലെബനോൻ വനിത, എന്താണ് മാർഗരറ്റ് എന്തോ ഒരു പേര് പറയും, അവരെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ 2 പേരെ നമുക്ക് കിട്ടണം. അധികം വൈകാതെ നമ്മൾ കൊണ്ടുവരും. എന്തായാലും പിന്നാലെ കൂടിയിട്ടുണ്ട്. മുസാബ് ഹസനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ വലയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചൂണ്ടയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, വലയിട്ടിട്ട് കൊത്താതെ അവിടെ പോകാനാണ്. അപ്പോൾ അതുകൊണ്ട് വരും. പിന്നെ ഒരു ഗാസൻ സിറ്റിസനെ നമ്മൾ വേറെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആളെയും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവരൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് കിട്ടാൻ. അപ്പോൾ ഇത് നിങ്ങളുടെ ഓർമ്മയിലേക്കൊന്ന് കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിച്ചു. ഒറ്റ കാര്യമുള്ളൂ,
ഹോസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ലം യലിദ് വലം യൂലദ് വല യക്കുല്ല കുഫനാഥ്. ഹോസ്റ്റേഴ്സിന് വിടാതെ വേറെ പരിപാടിയൊന്നും നടക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അത് വെച്ചുകൊണ്ട് തീവ്രവാദികൾ വീണ്ടും തിരിച്ചയച്ച് യഹിയ സിൻവറെ പോലെയുള്ള ആളുകൾക്ക് വീണ്ടും ഒക്ടോബർ 7 ആവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിനോട് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല. ഒന്നത്. രണ്ട്, ഈ സിൻവറിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് സമാധാനത്തിന് നിൽക്കുന്നത്, ആരാണ് ഇവിടെ കുഴപ്പം. ഒരു അൺഎൻഡിങ് വാർ അത് ഉണ്ടാക്കിക്കൊണ്ട് തങ്ങളുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്വന്തം ജനതയെ ഇതുപോലെ കുരുതി കൊടുക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അതുകൂടാതെ ആ തരത്തിലുള്ള കാര്യങ്ങൾ നിരന്തരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു ബൃഹത് പദ്ധതി തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് വർഷങ്ങളോളം നീണ്ടുപോകുന്ന രീതിയിൽ കാര്യങ്ങൾ നീട്ടിവെക്കുന്നതും തിരിച്ച് വീണ്ടും ഇസ്രായേൽ ഗാസ ഒക്യുപ്പൈ ചെയ്യണം, പിടിക്കടാ തല്ലടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ട് ചെയ്യാറുണ്ട്. ആ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം തല്ല് കിട്ടുമ്പോൾ കിടന്ന് മോങ്ങും. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇസ്രായേലിന് ഉള്ള സപ്പോർട്ട് അത് വീണ്ടും കൂടുതൽ ശക്തിയുക്തം കൊടുക്കാനുള്ള സാധ്യതകൾ, അതിനുള്ള കാരണങ്ങൾ നമ്മളെ മുന്നിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇനിയും തുടരും. മറിച്ചൊരു കാരണം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരിക, നമുക്ക് അപ്പം തന്നെ ആ പിന്തുണ പിൻവലിക്കാം എന്ന് ഞാൻ വാക്കും തരികയാണ്. ഇതുവരെ അത് ആർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഭാഗം ഞാനിവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏതാണ്ട് 12 മണിയായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ മുകളിലേക്ക് കയറി വരാം. നമ്മൾ അഡ്മിൻസ് ആ ലിങ്ക് ഒന്ന് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കയറി വരാം. അതൊന്ന് ഇട്ട് കൊടുത്തോളൂ. ഒരു അരമണിക്കൂർ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. യെസ്, അതെ, ഞാൻ തന്നെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സൗകര്യമുള്ള ആളുകൾക്ക് കയറി വരാം. ഓക്കെ, യെസ്, ഗുഡ് ഇൻഫർമേഷൻ ബ്രദർ, മൈ വ്യൂ. ഇൻഫർമേഷൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എവിടെയും ആരും കുഴിച്ചിട്ടിട്ടില്ല. പക്ഷേ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചില പ്രൊപ്പഗൻഡ, അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അത് പുറത്ത് വരുന്നില്ല. ആളുകൾക്കത് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളൊരവസ്ഥ പേടിച്ചിട്ട് പറയാതിരിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇനിയെങ്കിലും നിങ്ങൾക്ക് സ്വയം പരിധിയെ തന്നെ കാണാൻ കഴിയും. അത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഏതായാലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു സംഗതി, അല്ലെങ്കിൽ നമുക്കൊക്കെ ഈ ഓപ്റ്റിമിസം വീണ്ടും ഉറപ്പിച്ച് നിർത്താൻ പറ്റുന്ന തരത്തിലുള്ളൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഇത് ഈ സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ്, അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് കുറേയും കൂടി എളുപ്പത്തിൽ ഇതിനെ ഓവർകം ചെയ്യാൻ, ഈ ഒരു ഹെയ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ക്യാൻസലിങ് കൾച്ചറൊക്കെ അത് ഓവർകം ചെയ്യാൻ സാധിക്കാൻ ഒക്കെ ആളുകൾക്ക് കുറച്ചും കൂടി എളുപ്പം പറ്റുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊക്കെ, ഇപ്പോൾ നമ്മളൊക്കെ ഇതുപോലെ സയനിസ്റ്റാണ്, ജൂതനാണ്, അതല്ലെങ്കിൽ സംഘി ഫണ്ടഡ് ആണ് എന്നൊക്കെ പറയുന്ന സംഭവം നമ്മളത് കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു വെക്കാനുള്ള അവസരം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഒരു 10 ആൾക്കെങ്കിലും 10 ആൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ടാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു. ലോകം മുഴുവൻ ഈ ഒറ്റ ആൾ, അയാൾ മാത്രം എടുക്കുന്ന പണി നിങ്ങളൊന്ന് ആലോചിച്ചേക്കും. മൊസാബ് ഹസൻ എന്ന് പറയുന്ന സൺ ഓഫ് ഹമാസ് എന്നറിയപ്പെടുന്ന, ദ ഗ്രീൻ പ്രിൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആൾ, ഹമാസിൻ്റെ ആ ഫൗണ്ടിങ് ഒരു വ്യക്തിയുടെ മകനാണ് ഈ മൊസാബ് ഹസൻ എന്ന് പറയുന്ന ആൾ. പുള്ളി ഒറ്റയ്ക്ക് ഇതിനെതിരെ പയറ്റുന്ന പോരാട്ടം, ഹമാസിൻ്റെ ഓരോ നീക്കവും, അവരുടെ ഓരോ വാക്കുകളിലും ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെ ഇതുപോലെ തുറന്നു കാണിക്കാൻ ഈ ലോകം മുഴുവൻ ഇരുന്ന് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി ഓടി നടക്കുന്ന ഒരാളാണ് ഇന്ന് മൊസാബ് ഹസൻ. അതിൻ്റെ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം സ്വന്തം ഹമാസിൻ്റെ വ്യക്തിയായിട്ട് അതിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചില അക്രമം അത് സ്വയം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഹമാസിൻ്റെ തന്നെ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ അവസാനം ഇതിൻ്റെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇസ്രായേലുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർക്ക് വേണ്ടി ചാരപ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഏർപ്പെട്ടുകൊണ്ട് ഹമാസ് നടത്താൻ ഉദ്ദേശിക്കുന്ന ഇൻതിഫാദ, സൂയിസൈഡ് ബോംബിംഗ് ആയിരുന്നു അന്നത്തെ ഇൻതിഫാദ എന്ന് പറയുന്നത്. ആ സാധനങ്ങൾ ഒരുപാടെണ്ണം തടയുന്നതിന് ഈ മൊസാബ് ഹസൻ അന്ന് വലിയ ക്രൂഷ്യലായിട്ടുള്ള ഒരു റോള് വഹിക്കുകയും അത് കണക്കിലെടുത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ റെക്കമെൻഡേഷനോടുകൂടി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ US പോകാനുള്ള എല്ലാ വഴിയും ഒരുക്കി കൊടുത്തുകൊണ്ട് ഇന്ന് ആൾ ജീവിക്കുന്നത് US അവിടെ ഇരുന്നാണ് ആൾ ആ ബുക്ക് എഴുതിയതും ഒക്കെ. ആളെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. മൊസാബ് ഹസൻ എന്നാണ് ആളുടെ പേര്. ആളെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ചാനലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. എന്നെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. മൊസാബ് ഹസൻ യൂസഫ് എന്നാണ് ആളുടെ പേര്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കാണിക്കാം.
ആരെങ്കിലും കയറി വരുന്നുണ്ട്? ആരെയും? സോറി, ഒരാളുണ്ടായിരുന്നു, കണ്ടില്ല കേട്ടോ, സോറി. എന്താ പേര്? ഇറങ്ങിപ്പോയോ? ഓക്കെ, ഇതാണ് ആള്, മുസാബ് ഹസൻ യൂസഫ്. കണ്ടു കാണും, പലപ്പോഴും ടി വി ചർച്ചകളിലും ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ യെസ്, കാണുന്നുണ്ടാവും. അപ്പോൾ ഇദ്ദേഹത്തെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക, വരട്ടെ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നേരത്തെ നേരിട്ട് നമുക്ക് ആളുടെ അടുത്ത് ചോദിച്ചറിയാനുണ്ട്, അതുകൊണ്ട് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ആരും വരുന്നില്ല അല്ലേ? യെസ്, വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നീട്ടുന്നില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാമല്ലോ. ശിവപുരി ആരാണ് റെക്കമെൻഡ് ചെയ്യുന്നു? ശിവപുരി ഈ സ്റ്റാൻഡിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കമ്മിറ്റി മൈക്ക് പോയിന്റിൽ എത്തിച്ചേരേണ്ടതാണ്. ഓക്കെ, ആയിഷ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പേരാണ് കേട്ടോ. ആയിഷ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളുടെ കമ്മിറ്റി ഓഫീസിലേക്ക് വരണ്ട, അത് പിന്നെ പ്രശ്നമാവും. മൈക്ക് പോയിന്റിലേക്ക് എത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഓക്കെ, കമ്മിറ്റി ഓഫീസൊക്കെ പ്രശ്നമാണ്. ശിവപുരി ആരാണ്? ശിവപുരിക്ക് വലിയ ഫാൻസ് ഉണ്ടല്ലോ അവിടെ, ആദ്യമായിട്ട് കേൾക്കാണല്ലോ പേര്. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. 1000 മേലെ ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ലൈക്ക് വീണിട്ടില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യണമെന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ്, വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം എത്രയും പെട്ടെന്ന് നമുക്ക് 500K ആകണം എന്നുള്ളൊരു വലിയ ഗൂഢ ലക്ഷ്യമുണ്ട്. കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് ശേഷം. കാരണം ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ നമ്മളൊരു ചെറിയ ചാനലായിട്ടുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആളുകൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു രീതിയും ഇന്നിപ്പോൾ ഒരു അറൗണ്ട് 250K ആവുന്ന സമയത്ത് നമ്മൾ ആളുകൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇന്ന് അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് തന്നെ ആളുകൾ വരികയാണ്, നമുക്കൊന്ന് ഇൻ്റർവ്യൂ ചെയ്താലോ എന്നൊക്കെയുള്ള. അപ്പോൾ എന്തിനാണ് ഈ സബ്സ്ക്രിപ്ഷനൊക്കെ കൂട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നിലയും വിലയൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷനൊക്കെ വേണമെന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഒരു നാട്ടു നടപ്പ്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതുപോലെയുള്ള ആളുകളെയൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പം ഈ സബ്സ്ക്രിപ്ഷനൊക്കെ പെട്ടെന്നൊരു 1 million ആയാൽ പണി എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആൻസൺ, അവിടെ കറണ്ട് പോയിരിക്കുകയാണോ? പവർ കട്ടാണോ? അല്ല, മൈക്ക് ഓണാക്കാൻ പറ്റാത്ത അവസ്ഥയാ. അല്ല, ലൈറ്റ് ഓണാക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഓ, അത് ശരി. ഹമാസിന്റെ തടവറയിലാണോ? ഗുഹയിലാണോ? ടണൽ അല്ല. പറയൂ, എന്താണ് വിശേഷം? സുഖം തന്നെ. ഞാനീ ഓക്കെ. നിങ്ങളൊരു ഫ്രീ തിങ്കർ ആണെന്ന് മനസ്സിലായി. അപ്പൊ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. ഇപ്പോഴാണ് മനസ്സിലായത്? അല്ല, ഞാൻ 2 ദിവസം മുമ്പാണ് നിങ്ങളുടെ വീഡിയോ റാൻഡമായിട്ട് കണ്ടത്. യു ആർ വെരി ലൈറ്റ് ബോയ്. പറയൂ, എന്നിട്ട് എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഞാനൊരു എയ്ത്തിസ്റ്റ് ആണ്, ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. അപ്പോ നിങ്ങളൊരു കണ്ടു ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് എന്താ പറയാ, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ എനിക്ക് വല്ലാണ്ട് ഇൻട്രസ്റ്റ് ആയി, കുറച്ചുകൂടെ നോളജ് ഉള്ള ആളാണ്. ആണോ? ശരി. ഞാൻ നിങ്ങളുടെ ഒരു അഭിപ്രായം ചോദിക്കാതെ ജസ്റ്റ് ചോദിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ശരിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അതോ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെന്നാണോ? ദൈവം ഉണ്ടോ അതോ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ദൈവമില്ല. ഓക്കെ, അത് കേട്ടാ മതി. കാരണം ഈ ലോകത്തുണ്ടായ എല്ലാ യുദ്ധവും വെച്ച് നോക്കുമ്പോ ദൈവത്തിന്റെ പേരില്ല. ഇമാജിനറി അൽഫാമിന്റെ ബേസിലാണ് യുദ്ധമൊക്കെ ഉണ്ടായത്. എല്ലാ യുദ്ധവും ദൈവത്തിന്റെ പേരിലാന്ന് പറയാൻ പറ്റും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ യുദ്ധം ചെയ്തിരുന്നതൊന്നും ദൈവത്തിന്റെ പേരിലായിരുന്നില്ല. അവിടെ പട്ടണ ചില യുദ്ധങ്ങൾ ദൈവത്തിന്റെ പേരിലല്ലാതെ ഉണ്ട്. മോസ്റ്റ്ലി ഈ യുദ്ധങ്ങളൊക്കെ എന്താ പറയാ ദൈവത്തിന്റെ പേര് വെച്ചാണ് നടക്കുന്നത്. പക്ഷെ നമ്മള് നമ്മള് മറ്റു മൃഗങ്ങളെ പോലെ ഒരു ജീവിയാണ്. കുറച്ച്
സിറ്റുവേഷൻ വന്നത് ഇപ്പൊ ചിമ്പൻസി നമ്മളും ചിമ്പൻസി ആയിട്ട് എത്രയോ ശതമാനം DNA ഷെയർ ചെയ്യുന്ന ജീവികളാണ്. അപ്പൊ നമ്മളൊക്കെ ഒരു എന്താ പറയാ ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ നമ്മള് പറഞ്ഞ നമ്മളെ പോലെ ഒരു 14 ഇപ്പൊ നമ്മളെത്ര 15ാമത്തെ ടൈപ്പും ഹ്യൂമൻസ് ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞേ. ഒറ്റ സെക്കൻഡ് ഇവിടെ ഒരു ബിനു ജോസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ താങ്കളുടെ ഡിവൈസ് കണക്റ്റഡ് അല്ല. അത് കണക്റ്റ് ആയാലേ എനിക്കിവിടെ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. സോ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ഒന്ന് അലൗ ചെയ്യുക, മൈക്കും ക്യാമറയൊക്കെ. പക്ഷേ ക്യാമറ എന്നിട്ട് ഓഫ് ആക്കാം. പക്ഷേ ഡിവൈസ് കണക്ട് ചെയ്താലേ നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കാൻ പറ്റുള്ളൂ. തുടർന്നുള്ളൂ ആൻസൺ. അപ്പോ നമ്മുടെ ജീനില് എൻകോഡഡ് ആയ സംഭവമാണ് എന്താ പറയാ ഈ തമ്മിച്ചല്ലി ചാവുക, സർവൈവ് ചെയ്യുക. അത് നമ്മുടെ ജീനിലുള്ള സംഭവമാണ്. എന്ന് വെച്ചാല് മാക്സിമം നമ്മളെ ക്രിയേറ്റ് ചെയ്തത് ഹണ്ട് ചെയ്യാൻ വേണ്ടിയാ. നമ്മള് ഹണ്ട് അടുത്ത നമ്മുടെ വേറൊരു ഗോത്രത്തെ ഫൈറ്റ് ചെയ്ത് അവിടുത്തെ സ്ത്രീകളാക്കി അങ്ങനെ ഒരു ഡിസൈൻ ആണ് നമ്മള് ഹ്യൂമൻസ്. എന്ന് വെച്ചാ മറ്റു മൃഗങ്ങളെ വെച്ച് ചിന്തിച്ച് നോക്കി. മറ്റു മൃഗങ്ങൾ തമ്മിൽ ചെല്ലുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാ, മെയ്റ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഡിസൈൻ ചെയ്ത് ക്രിയേറ്റ് തന്നെ നമ്മൾ. ഇപ്പം എന്ന് വെച്ചാല് ഈ എന്തായാലും മനുഷ്യൻ ഇപ്പൊ ദൈവം ഫുള്ള് എന്താ പറയാ ഈ ദൈവം എന്ന കൺസെപ്റ്റ് ഫുള്ള് എടുത്തു കളഞ്ഞാലും മനുഷ്യന്മാർ തമ്മിൽ യുദ്ധം ഉണ്ടാവും. കാരണം അത് നമ്മുടെ ജീനില് എന്താ പറയാ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്ന കുറച്ചും കൂടെ. ഇത് ചോദ്യമല്ലല്ലോ, താങ്കൾക്ക് പറയാനുള്ള കാര്യമല്ലേ? മനസ്സിലാവുന്നുണ്ടോ അതാ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ മനസ്സിലാവണില്ല. ഏതാണ് കൂട്ടിയിട്ട് കത്തിക്കണോ ചെയ്ത് അത് ആവിയുള്ളതാണോ ചെയ്തത്? അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇങ്ങനെയല്ലേ സംഭവം. ഒന്നാമത്തെ കാര്യം അവിടുന്ന് ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ട്. അതാണ് പ്രധാന പ്രശ്നം. ക്ലിയർ ആവുന്നില്ല. എന്തായാലും നമുക്ക് വേറൊരു ദിവസം ആ വിഷയം നമ്മൾ സംസാരിക്കാൻ നമുക്ക് പറയും. ഇന്നിപ്പോൾ ഏതായാലും നമുക്ക് ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ്. ആ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇസ്രായേലിന്റെ വിഷയം എന്ന് വെച്ചാല് ഇത് തന്നെ എന്ന് വെച്ചാല് തമ്മിത്തല്ലി ചാവുക. അതാണ് മെയിൻ. അതിപ്പോ ദൈവത്തിന്റെ ബേസിലാണ് ഇപ്പൊ നടക്കുന്നത്. അത് ബേസ് എന്താ ദൈവത്തിന്റെ പേരിൽ തന്നെയല്ലേ? ഇതിനകത്ത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തും ഒരു ദൈവവിശ്വാസവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഇപ്പോൾ ഗാസയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പാലസ്തീനിയൻസ് എന്ന് പറയുന്ന ആൾ, ഇപ്പോൾ പാലസ്തീൻ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മളിപ്പോൾ മുഴുവൻ കേൾക്കുന്നത് ഈ ഗാസയെ കുറിച്ച് മാത്രമാണ്. അവിടെ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരു കൂട്ടം ആളുകൾ, അവരിതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്ന പോലെ നമ്മളാരും കേൾക്കാറോ പോലുമില്ല. കാരണം അവിടെ എൻ്റെ കയ്യിൽ വേറെ ആളുകളാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പോലും. ഇനിയിപ്പോൾ ഇസ്രായേലുമായിട്ട് യുദ്ധം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഇടിയായിരുന്നു. അപ്പോൾ ഇനി ഇസ്രായേൽ ഇവർക്കെല്ലാം വിട്ടുകൊടുത്താൽ തന്നെ ഇവർ തമ്മിലാണ് ഇടിക്കാൻ പോണത്. അപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ഇസ്രായേൽ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, മതവും വേണമെന്നില്ല, അല്ലാതെ തന്നെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ മതം ഉണ്ടെങ്കിൽ തന്നെ നിലവിൽ മതം പൊക്കി പിടിച്ചുകൊണ്ട് അതിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണ്? അത് നമ്മൾ നോക്കണ്ടേ. ജൂതരാഷ്ട്രം പാടില്ല, അത് റിവേർട്ട് ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അതൊരു മതവാക്യമാണത്. അങ്ങനെ ഒരു വാക്യം അവരുടെ ചാർട്ടറിൽ എഴുതി വെച്ചതോ അല്ലെങ്കിൽ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല, ഇസ്രായേൽ എഴുതി വെച്ചിട്ടില്ല. എന്നാൽ പോലും അവർ അങ്ങനെ ഒരു സാധനം എഴുതി വെക്കുകയോ അവരാശയമായിട്ട് കൊണ്ടു നടക്കുകയോ ചെയ്യുന്നില്ല. അവരുടെ തോറയിലുണ്ട്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കിതാബിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഹമാസ് പറയുന്നത് അവരുടെ ചാർട്ടറിൽ എഴുതി വെച്ച കാര്യം തന്നെയാണ്. അത് പറയുന്നത് ഇസ്രായേൽ വിൽ ബി അനൈലേറ്റഡ്, ഒബ്ലിറ്ററേറ്റഡ് എന്ന് തന്നെയാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ മതം പൊക്കി പിടിക്കുന്നത് രണ്ട് കൂട്ടരും ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചൊരു കടന്ന കൈയാണ്. ഞാനത് അങ്ങനെ ബാലൻസ് കെ നായറാവേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം നിലവിൽ ആ മതം പൊക്കി പിടിക്കുന്നത് ഇസ്രായേൽ അല്ല, അത് ഹമാസ് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ എന്റെ ഒരു വളരെ അടുത്തായ റിലേറ്റീവ് ഇപ്പൊ ഇസ്രായേലിൽ കയറി പോയിട്ടുണ്ട് വർക്കിന് വേണ്ടി. അപ്പൊ പറയുന്ന വെച്ചാൽ ഇനിയിപ്പം യുദ്ധം ഇപ്പൊ പോയിക്കൊണ്ട് നടന്നോണ്ടിരിക്കണല്ലോ. അപ്പൊ ഇനിയിപ്പം എന്താ ഇസ്രായേൽ അപ്പൊ എന്റെ എന്ന് വെച്ചാൽ എന്റെ വളരെ ക്ലോസ് ആണ്. അപ്പൊ എന്റെ ഒരു ആശങ്കയാണ് ഇനിയിപ്പോ ഇസ്രായേലിലേക്ക് നേരെ തിരിച്ചടിച്ച് അപ്പൊ അവിടെയുള്ളവർക്ക് പ്രശ്നം വരുമോ? അങ്ങനെ ഇനി 3-4 ലോകമഹായുദ്ധം ഉണ്ടാവുമോ? ഓക്കെ, 3-ാം ലോക മഹായുദ്ധത്തിലേക്കൊന്നും പോവില്ല, അത്രയ്ക്കൊന്നും പോകാൻ സാധ്യതയില്ല. കാരണം അത് അറബ് രാഷ്ട്രങ്ങൾ സമ്മതിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. എൻ്റെ ഒരു വിലയിരുത്തൽ അങ്ങനെയാണ്. കാരണം
അറബ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ തോതിൽ മാറാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് ഒരു ജീവിതം ഒരു പുതിയ ലോകം അവർ കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് അവരുള്ളത്. പ്രത്യേകിച്ച് ഈ പെട്രോ ഡോളറൊക്കെ കുറഞ്ഞ് പുതിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കെട്ടിപ്പടുത്ത് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടാലേ അവർക്ക് സാധിക്കുകയുള്ളൂ. ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ നിരന്തരം വരിക, ഒരു തേർഡ് വേൾഡ് വാറിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കും മിഡിൽ ഈസ്റ്റിനെ തന്നെയാണ്. അപ്പോൾ എന്ത് വില കൊടുത്തു അത് തടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇറങ്ങിത്തിരിക്കുക ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുക എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണോ ഈ ഒരു ഇസ്രായേൽ ഉണ്ടായ സമയത്ത് 48 ഈ ആദ്യമായിട്ട് ഇതിലേക്ക് യുദ്ധത്തിന് ഇറങ്ങിയത് അറബ് രാഷ്ട്രങ്ങൾ, അതേ അറബ് രാഷ്ട്രങ്ങൾ തന്നെ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ഘട്ടം പോലും വരാനുള്ള സാധ്യത. അത് നേരിട്ടൊരു യുദ്ധമാവണമെന്നില്ല, അതൊരു ബിസിനസ് റിലേഷൻസ് ഉണ്ടാക്കിക്കൊണ്ടും എല്ലാം ഉള്ള ഒരു പ്രതിരോധമായിട്ടും അത് മാറാം. അങ്ങനെയും അതിന് ബിൽഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അനങ്ങിയ കുടുങ്ങുമെന്നുള്ളൊരവസ്ഥ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് ഉണ്ടായാൽ, ഇറാനും അതുപോലെ ലെബനോനും പിന്നെ യമനും പിന്നെ നമ്മളുടെ ഈ ഗാസയിലുള്ള ആളുകൾക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അവർക്ക് അനങ്ങാൻ കഴിയില്ല. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ. പക്ഷേ വേറെ ഈ ന്യൂസ് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ റഷ്യ മാറില്ലേ? അപ്പം റഷ്യന്റെ ഇന്റലിജൻസ് ഏജൻസീസ് കണ്ടുപിടിച്ച് ഇപ്പം യുക്രൈന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് യുക്രൈൻ സോൾജേഴ്സ് എന്താണ് ഉക്രൈന് വേണ്ടി റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നില്ല. താങ്കൾ അവിടെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രം ഓഫാക്കണം. അത് എന്റെ അടുത്ത് സോറി, അത് ഷാരോനാണ്. ഷാരോൺ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താ പറഞ്ഞത് കേട്ടില്ല. ഈ യുക്രൈന് വേണ്ടി റഷ്യനെ അറ്റാക്ക് ചെയ്യുന്നത് യുക്രൈൻ സോൾജേഴ്സ് അല്ലാന്ന്, അത് ഫ്രഞ്ച് സോൾജേഴ്സ് ആണ് എന്ന് വെച്ചാൽ റഷ്യൻ ഇന്റലിജൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, SSP റിവ്യൂസ് താങ്കൾക്ക് കയറി വരാട്ടോ. താങ്കൾക്ക് മലയാളത്തിലുള്ള കാര്യം നമുക്ക് ഇംഗ്ലീഷിലോ തമിഴിലോ ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. കയറി വരും, ഞാനത് പിൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ. അപ്പോൾ ഫ്രഞ്ച് സോൾജേഴ്സ് ആണ് റഷ്യൻ ഇന്റലിജൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വെച്ച് പുടിൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇനി ഈ മറ്റേ യൂറോപ്യൻ കൺട്രീസ് ഫ്രഞ്ച് അതുപോലത്തെ രാജ്യങ്ങള് ആ രാജ്യങ്ങള് കൊടുക്കുന്ന യുദ്ധം എന്ന് വെച്ചാല് അലയൻസ് വെച്ച് യുക്രൈൻ റഷ്യനെ ആക്രമിക്കുകയാണെങ്കിൽ പുടിന് ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കുന്നതാണ് പറയുന്നത്. അപ്പം അത് എന്ത് ചെയ്യും, അത് തേർഡ് വേൾഡ് വാറിലേക്ക് മൂവ് ചെയ്യില്ലേ? അതൊക്കെ വേറെ നമുക്ക് എന്തായാലും പിന്നീട് ചർച്ച ചെയ്യാം എന്തായാലും. ഓക്കെ, എന്തായാലും അടുത്ത ആളിലേക്ക് പോട്ടെ. വെയിറ്റിംഗ് ആണ്. യെസ്, ഓക്കെ. ആരിഫിന്റെ പേര് പ്രദീപ് എന്നാണ്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ അറബ് രാഷ്ട്രങ്ങൾ നോക്കുമ്പോൾ അപ്പം ഇറാനുണ്ട്, സൗദി ഉണ്ട്, പല രാഷ്ട്രങ്ങളുണ്ട്. അതിൽ ഇറാനാണ് മെയിൻലി ഇറാനാണ് മെയിനായിട്ട്. സോറി, ഏതോ ചങ്ങായി കയറി വന്നാണ്. ഓക്കെ, എന്താ പറഞ്ഞ ചോദ്യം കേട്ടില്ല, ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. അപ്പൊ ഞാൻ ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. പല അറബ് രാഷ്ട്രങ്ങളുണ്ട്, അതിൽ ഇറാൻ, സൗദി എടുത്തു കഴിഞ്ഞാൽ ഇറാൻ ബേസിക്കലി ഷിയയാണ്, സൗദി എന്ന് പറഞ്ഞാൽ സുന്നിയാണ്. ഹമാസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതൊരു സുന്നി ഡോമിനന്റ് പീപ്പിൾ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇറാൻ ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അത് അവരുടെ ഒരു സർവൈവലിന് വേണ്ടിയാണോ അവർ സപ്പോർട്ട് ചെയ്യുന്നത്? പിന്നെ എന്തുകൊണ്ട് സൗദി സപ്പോർട്ട് ചെയ്യുന്നില്ല? അതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാരണം ഇപ്പോൾ ഈ ഒരു സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടത് ഹമാസിനെ മറ്റാരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാതെ വന്നു. പ്രധാനമായിട്ട് മറ്റ് അറബ് രാഷ്ട്രങ്ങൾ ഇവരെല്ലാം പ്രതീക്ഷിച്ചു നിന്നത് ഈ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് മറ്റ് അറബ് രാഷ്ട്രങ്ങളെല്ലാം ഇവർക്ക് സപ്പോർട്ടായിട്ട് വരും, ഇത് ഈ ഇസ്രായേലിനെ അടിക്കാൻ വേണ്ടി വരും എന്നൊക്കെയുള്ളൊരു ധാരണയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇസ്രായേലുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്ന ഒരു ഘട്ടം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ വേറെ വഴിയില്ല. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഒരു ശത്രു എന്ന് പറയുന്നത് നമ്മളുടെ സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ സുന്നിയാണ്. അപ്പോൾ ഇസ്രായേലും സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം അവിടെ പുനഃസ്ഥാപിച്ചാൽ, അല്ലെങ്കിൽ അതൊരു നല്ല ബന്ധമായി മാറിയാൽ, അത് പണി കിട്ടുക നമ്മളുടെ ഇറാന് തന്നെയാണ്.
അപ്പോൾ സൗദി അറേബ്യയുമായിട്ടുള്ള ആ ഒരു ബന്ധം അത് നേരെയാകുന്നത് തടയുക എന്ന ഉദ്ദേശം കൂടി ഇറാനുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇതിൽ വിലയിരുത്തപ്പെടുന്നത്. ഓക്കെ. യെസ്, പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, താങ്ക്സ് പ്രദീപ്. വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല, വേറെ ഒന്നുമില്ല. ഓക്കെ, ബൈ. ഷാരോൺ കേൾക്കാവോ? ആ കേൾക്കാം. ഞാൻ ഇടക്കിടക്ക് മറ്റേ മെസ്സേജ് ഒക്കെ ഇടാറുണ്ടായിരുന്നു മറ്റേ ഇൻസ്റ്റാഗ്രാമില് റീൽസ് ഒക്കെ. ആ ശരി, സാറിന് ഇത് സെൻഡ് തന്നെയാണ് പേര്? മറ്റേ പൂച്ചയുടെ ഇത് തന്നെ ഷാരോൺ ബെന്നി ആ ഫ്രാൻസിസ് എന്ന് ഓക്കെ, പറഞ്ഞിട്ട് ഒരു എനിക്ക് മുസ്ലിം പൂച്ചേനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. മറ്റേ ഓക്കെ ഓക്കെ. കാര്യം വേറെ ഒന്നുമല്ല, എനിക്ക് ആ ഒരു ഇതുപോലെ വന്നേട്ടാ. ഞാൻ ഇതിനകത്ത് ചോദിക്കാൻ വന്നത് വെച്ചാലേ, ഇതിനകത്ത് ഈ ജൂത പ്രശ്നത്തിൽ ക്രിസ്തീയ സപ്പോർട്ട് ഇത്രയും വരാനുള്ള കാരണം, എന്ത് ക്രിസ്ത്യാനികൾ സപ്പോർട്ട്? പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുക, ക്രിസ്ത്യാനികൾ സപ്പോർട്ട് ചെയ്യുവാണ്. ഉം. പറഞ്ഞു വരുമ്പോ രണ്ടും രണ്ട് റിലീജിയൻ ആണ്. ഇപ്പം സംഘപരിവാർ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് വേറൊരു രീതിയിലാണ്. അവർക്ക് അതിനോടുള്ള ഒരു ഇപ്പോഴത്തെ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ ഏകദേശം ദേഷ്യമായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതില് തീവ്രവാദം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ക്രിസ്തീയ സപ്പോർട്ട് അങ്ങനെ അല്ല. ഈ പറയുന്ന ബൈബിളോ എന്തൊക്കെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് എങ്കിലും രണ്ട് റിലീജിയൻ ആണ്. അപ്പൊ ഇതെന്താണ് ക്രിസ്തീയ സപ്പോർട്ട് വരാനായിട്ടുള്ള? ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതായത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ധരിക്കുന്നത് എല്ലാവരും പാലസ്തീനെതിരാണ് എന്നുള്ളൊരു ധ്വനി അവിടെ ഉണ്ട്. അങ്ങനെയല്ല. ഇപ്പം ഞാനും പാലസ്തീനോടൊപ്പം എന്ന് നമ്മൾ പറയാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ്. പാലസ്തീനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹമാസ് ആയതുകൊണ്ടാണ് നിലവിൽ. അതായത് റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്നത് ആരാണ്? അത് ഹമാസാണ് ഇപ്പോൾ പറയുന്നത്. അവര് പറയുന്നതാണ് ഇന്ന് നാട്ടുകാർ ഏറ്റുപിടിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇവിടെ ക്രിസ്ത്യൻ ചാനലുകൾ എടുത്ത് നോക്കിയാൽ ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്കാ. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൻ്റെ ഒരു കാര്യം എന്തെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഈ ചിത്രങ്ങൾ കൂടി അവർ മുന്നിലേക്ക് വരികയാണ് പ്രധാനമായിട്ടും. അങ്ങനെ വരുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇവരുടെ ഈ ഇരവാദം, പിന്നെ ഇതിലിവർ ഉയർത്തുന്ന വാദങ്ങളിലെ പൊരുത്തക്കേടുകൾ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വരുമ്പോൾ ഇത് മനസ്സിലാവുന്ന ആളുകൾക്ക് ഒരിക്കലും ഇസ്രായേലിനെതിരെ പറയാൻ സാധിക്കില്ല. അതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ മതം മറന്നുകൊണ്ട് ഇതിൽ പറയുന്നത്. അപ്പോൾ മതം മറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ക്രിസ്ത്യാനികൾ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് തുടക്കഘട്ടങ്ങളിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ക്രിസ്ത്യാനികളോട് എന്താ ചോദിച്ചിരുന്നതെന്ന് കേട്ടിട്ടുണ്ടോ? ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ യേശു ക്രിസ്തുവിനെ കൊന്നത് ജൂതന്മാരല്ലേ, എന്നിട്ട് നിങ്ങൾ ജൂതന്മാർക്ക് സപ്പോർട്ടാണോ എന്നാണ് ചോദിച്ചത്. റോമക്കാരാണെന്നുണ്ടെങ്കിലും ഇത് അവരുടെ കാഴ്ചപ്പാടിൽ ഇസ്രായേലി മറ്റേ ജൂതന്മാരുണ്ടെന്നാണല്ലോ അവർ ധരിക്കുന്നത്, ഇപ്പോഴത്തെ ജൂതന്മാര്. അതെ. അപ്പോൾ അവരങ്ങനെയാണ് അതിനെ കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികൾ പറയുന്നുണ്ട് നിങ്ങളെപ്പോലെ നമ്മളെല്ലാത്തിലും മതമല്ല കാണുന്നത് എന്ന് പറഞ്ഞാണ് അവരതിന് മറുപടി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അതാണ് അവിടെ ഒരു വ്യത്യാസം. അപ്പോൾ ക്രിസ്ത്യാനികളും ഇപ്പം ഞാൻ പോലും ഇതിനകത്ത് ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞില്ലേ, അത് മതമല്ല അതിനകത്ത് വിഷയം. ഇതിൽ സിവിലിയൻസിൻ്റെ ഡെത്ത് അതവിടെ കുറയണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണി വിജയിക്കണം. ആ പണി എന്താണ്? ഹമാസിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. ഹമാസ് അവിടെ ഇല്ലാതെയാലാണ് പലസ്തീനിയൻ സിവിലിയൻസ് പോലും രക്ഷപ്പെടുള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അത് ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാൻ കാര്യം എന്ന് വെച്ചാല് ഒരു വളരെ ഭയങ്കര വ്യത്യാസമായിട്ടുള്ള രീതിയിലാണുള്ള സപ്പോർട്ടാണ്. എന്ന് വെച്ചാല് മുസ്ലിംസ് ഇപ്പൊ ഞാൻ സാറിന്റെ വീഡിയോസ് ഈ ഓൾ ഐസ് ടു റഫ വന്നപ്പോഴേക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ട് എന്റെ കച്ചവടം കുറഞ്ഞു. എനിക്ക് ഇവിടെ ക്യാമറ റെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആൾക്കാർ സ്റ്റാറ്റസ് ഇടാത്ത അവസ്ഥയിലോട്ട് പോയി. ഞാനിത് അയച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കും എന്നുള്ള രീതിയിൽ, നമ്മളൊരാളെ കുറ്റപ്പെടുത്തേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടപ്പോഴേക്കും എന്റെ കച്ചവടം കുറഞ്ഞു. പക്ഷെ അതേസമയം ക്രിസ്ത്യൻസ് നേരെ തിരിച്ചെന്ന് വെച്ചാൽ ഇവർ രണ്ട് മെന്റാലിറ്റിയും ഒരുപാട് വ്യത്യാസമാണ്. ക്രിസ്ത്യാനികൾ ഇതങ്ങ് അംഗീകരിച്ച് ഇത് എന്ന് വെച്ചാൽ ഇവരെ ഈ മതപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും അവർക്ക് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അംഗീകരിക്കാന്ന് പറഞ്ഞാല് മുസ്ലിംസിന്റെ മെന്റാലിറ്റിയിലോ ഒരു രീതിയിലും അവർക്ക് അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരാൾക്ക് പോലും ആ തെറ്റ് തിരുത്താനും പറ്റാത്ത അവസ്ഥയിൽ ഇത് തന്നെയാണ് പലസ്തീൻ ജനത ചെയ്യുന്നത് തന്നെയാണ് ശരി, ജൂതന്മാരെല്ലാരും കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ള ഒരു രീതിയിലാണ് നമുക്ക് കാണാമല്ലോ. മൊത്തത്തിലാണേലും പെരുമാറ്റത്തിലാണേലും ഇവിടെ ചർച്ചകളൊക്കെ നടക്കുമ്പോഴാണേലും എന്തോ ദേഷ്യമുള്ള പോലെ, ക്രിസ്ത്യാനോട് പ്രത്യേക ദേഷ്യമുള്ള പോലെ. അതാണ് ഞാനത് എന്തെങ്കിലും ഒരു ഐഡിയ. ഓക്കെ,
എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മൾ കാണുന്നത്, പ്രാക്ടിക്കലി കാണുന്നത്. ഓക്കെ, ആ വേറെ ഒന്നുമില്ലല്ലോ? വേറെ ഒന്നുമില്ല, ഇതായിരുന്നു. യെസ്, ക്ലിയർ അല്ലേ? ഏകദേശം ഒന്നിനും അങ്ങോട്ട് ഇതായിട്ടില്ല. എന്താണ് ക്രിസ്ത്യൻ സപ്പോർട്ട് ക്രിസ്ത്യൻ സപ്പോർട്ട് ക്രിസ്ത്യാനികൾ ഒരു കാരണവശാലും ഹമാസിനെ അല്ലെ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു വ്യക്തി ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളാണോ അതോ ആഗോളതലത്തിലാണോ? ഇപ്പം നിലവിൽ അറിയാവുന്ന രീതിയിൽ നമുക്കറിയാവുന്ന വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പ്രത്യേകതയായിരിക്കും. വാട്സാപ്പ് ഗ്രൂപ്പിൽ ക്രിസ്ത്യൻ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഈ പറയുന്ന രീതിയിൽ ഇതിനെതിരായിട്ടും അവരുടെ ഇതിനകത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടും വരുന്നതായിരിക്കാം ഒരു കാര്യം. അല്ലെങ്കിൽ സംഘപരിവാറിന് എപ്പോഴും എതിരായിട്ട് അവരുടെ ഗ്രൂപ്പുകൾ എപ്പോഴും ഇസ്ലാമിനെതിരായിട്ടായിരിക്കും. ഒരു കാര്യം ഞാനിവിടെ പറയുന്നത്, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ ഇനിയിപ്പോൾ എവിടെയുള്ളതാണെങ്കിലും ഇപ്പോൾ നമ്മളാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നത് മതപരമായ കാര്യം കൊണ്ടല്ല. അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അവർ ഒരു ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണോ അവർ സപ്പോർട്ട് ചെയ്യുന്നത്, ഒരു പ്രധാന കാരണം ഇതിൽ മതം തന്നെയാണ്. അതിനുശേഷമാണ് അവർ ഈ ഇസ്രായേൽ കൊന്നൊടുക്കുന്ന കുട്ടികളുടെ എണ്ണം കാണിച്ചും അതുപോലെ സിവിലിയൻസിന് ചാവുന്നു. സത്യത്തിൽ അവർ തന്നെ കൊല്ലുന്നതാണ്. അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ആ ഒരു പേരിലാണ് അവരവിടെ അതിനെ സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് ഇതിനകത്ത്. അതിൻ്റെ ഇടയിലാണ് അവർ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മതപരമായ കാരണം കൂടി വെച്ചുകൊണ്ട് അങ്ങനെയെങ്കിലും നിങ്ങൾ പിരിഞ്ഞു വെക്കൂടെ, എന്തിനാണ് ഈ സപ്പോർട്ട് കൊടുക്കണമെന്ന് ചോദിക്കാൻ നിൽക്കുന്നത്. അതാണ് പറയാൻ ശ്രമിച്ചത്. ലോകത്തൊരു ഇത്ര നമ്മൾ കാണുന്ന പ്രതിഷേധമൊക്കെ നോക്കുമ്പോൾ മൊത്തം ഒരു തരത്തിലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മുസ്ലിം പോലും ഇല്ലാത്ത രീതിയിലാണ് അതുണ്ടാവില്ല. എല്ലാം. ഇപ്പൊ കമന്റ്സ് ആണേലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അത് അവൻ്റെ മതപരമായ ബാധ്യതയാണ്, സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ദൈവത്തിന്റെ സഹായം ഉള്ളതായിട്ട് ദൈവത്തിന്റെ സഹായമല്ല, ജൂതൻ ഇവിടെ ഇസ്രായേലിന് ഇതേ കണക്ക് ദൈവത്തിന്റെ ഒരു സഹായം ഇതുണ്ട്. പുതിയ നിയമത്തിലുണ്ട്, പഴയ നിയമത്തിലുണ്ട്. പുതിയ നിയമം ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് അംഗീകരിച്ചു പോകാൻ പറ്റത്തില്ല. കാര്യം പാവിനെ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പറയുന്നത് യേശോ ഒന്ന് തിരുത്തി. അങ്ങനെ പലതും ഉണ്ട്. അതെ, ആ ഒരു സംഭവം വെച്ചിട്ട് ജൂതന്മാരെ ഈ ക്രിസ്ത്യാനികൾക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല, യാഥാർത്ഥ്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ജൂത രീതിനെ. ഓക്കെ, എന്തായാലും നോക്കാം. ഓക്കെ, ശരി, താങ്ക്സ്. ഓക്കെ, ഇവിടെ ക്രിസ്റ്റോ ജോസഫ് ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയുക, ക്രിസ്റ്റോ ജോസഫ് കയറി വരൂ, എന്നിട്ടൊന്ന് നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരൂ. എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ക്രിസ്റ്റോ ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യൂ. ഓക്കെ, നമ്മൾ എക്സ് മുസ്ലിം ആയതുകൊണ്ട് ഇസ്ലാമിൻ്റെ സാമാനങ്ങൾ മാത്രമേ നമ്മുടെ കണ്ണിൽ കൂടെ അധികം പോയിട്ടുള്ളൂ. ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒന്നും ഞാൻ അധികം വായിച്ചിട്ടില്ല, ഉള്ള കാര്യം പറയാലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി വരിക, എന്നിട്ട് പറയൂ. ഫാബ്രിയാനോ ഡി ജിംസൺ, ഇതാരാണാവോ? നേരത്തെ വന്ന മാതിരി വല്ല ടീമാണ്. നിങ്ങൾ ഡിവൈസ് കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ. എസ് കുമാർ ശിവപുരി കയറി വന്നിട്ടില്ല. ലിങ്ക് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, എന്തായാലും ഒരു 10 മിനിറ്റ് കൂടി നോക്കാം. എന്നിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം, അവസാനിപ്പിക്കാം. അധികം നീട്ടിക്കൊണ്ട് പോകണ്ടല്ലോ. എന്ത് പറയുന്നു? ഓക്കെ, ബിബിൻ ജി, താങ്ക് യു. പിന്നെ യെസ്, ഫെബ്രിയാനോ, കേൾക്കാവോ? ഹലോ, ഫെബ്രിയാനോ ജിംസൺ. കേൾക്കുന്നില്ല. യെസ്, ഡിജിൽ പറയൂ. ഡിജിൽ കേൾക്കാമോ? ഓക്കെ, ഗൗരവ് സംസാരിച്ചോളൂ. ഗൗരവ് മ്യൂട്ടഡ് ആണ്.
ഇപ്പൊ കേൾക്കാമോ? യെസ്, പറയൂ പറയൂ. വെൽക്കം ഓക്കെ, ഗൗരവ്. നമസ്കാരം. നമസ്കാരം നമസ്കാരം. ഞാന് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പൊ ഒരു ആ 5 മിനിറ്റ് മുന്നെയാണ് വീഡിയോ കാണാൻ ഞാൻ തുടങ്ങിയത്, സ്ട്രീം. ഓ ഓക്കെ. വർക്കിലാണ്, അപ്പം ബ്രേക്ക് ടൈമിൽ കയറി വന്നതാണ്. അപ്പം ഇത് എന്തായിരുന്നു, ഇതിലെ മെയിൻ ടോപ്പിക് എന്തായിരുന്നു? നമ്മൾ ഇസ്രായേലിലെ ഓരോ വിഷയങ്ങളാണ്. ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ, അതിലെ കുറച്ച് പുതിയ ഡെവലപ്മെന്റ്സ്. ഓക്കെ. അല്ല, ഇപ്പം നമ്മൾ ഈ ചാറ്റ് എന്തായിരുന്നു? ഇപ്പൊ ഈ കോൺവെർസേഷൻ ചാറ്റ് നടക്കുമ്പോൾ നമ്മുടെ അത് ഗ്രൂപ്പ് ചാറ്റ് നിങ്ങളുടെ എന്താണ്? അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട്. ഓക്കെ. ഉം. വിഷയം ഒരു നല്ലൊരു ഭൂരിപക്ഷം തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ട്. ഉം, ഉം. പലരുടെയും തെറ്റിദ്ധാരണ ഇപ്പം ആരിഫ് ഹുസൈന്റെ പോലത്തെ ചാനൽ, ഇപ്പം നാട്ടിലുള്ളവർക്ക് മലയാളിയൊക്കെ ആണെങ്കിൽ ആരിഫ് ഹുസൈന്റെ അതുണ്ട്. ചാനൽ കണ്ടിട്ട് കുറച്ച് പേര് മനസ്സിലാക്കുന്നുണ്ട്. ആ ആ ആ. എന്നാൽ ബഹുഭൂരിപക്ഷത്തിന്റെയും തെറ്റിദ്ധാരണയാണ്. ഇപ്പം ഞാൻ ക്രിസ്ത്യനാണ്. അപ്പം ഉം, ഉം. എന്റെ ഫാമിലിയിൽ തന്നെ ഓർത്തഡോക്സ് ആയിട്ടുള്ളവര് ഇസ്രായേൽ സപ്പോർട്ടാണ്. ഉം, നേരെ ഉം, ഉം. മറിച്ച് നമ്മുടെ ജനറേഷനിലുള്ളവര് പലരും അതർ സൈഡ് നിങ്ങൾ സപ്പോർട്ടിങ് ഉണ്ട്. നിങ്ങൾ നി- നിങ്ങൾ ക്രിസ്ത്യാനി ആയിരിക്കെ എന്തുകൊണ്ടാണ് ഈ ജൂതനെ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല, ഇപ്പോഴത്തെ പല ക്രിസ്ത്യാനികൾക്കും അവരുടെ ആഗ്രഹം അവർ ഇസ്രായേലുകാരാവണം എന്നാണ്. ആ ക്രിസ്ത്യാനികളുടെ, അതായത് മറ്റേ ആ. സുരേഷ് ഗോപി പറഞ്ഞ പോലെ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞ പോലെ ഓ ഓ അടുത്ത ജന്മത്തിൽ ഇസ്രായേലിയായിട്ട് ജനിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. അത് ശരി, അങ്ങനെയുണ്ടോ? അതെ, അത് ഒരുപാട് ഓക്കെ. പേരുണ്ട്. ആ. ഇസ്രായേൽ നമ്മുടെ ആൾക്കാരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ക്രിസ്ത്യാനികൾ, എസ്പെഷ്യലി പഴയ തലമുറയിലുണ്ട്. അത് കൂടുതൽ ആക്കം കൂട്ടിയത് ഇപ്പോഴത്തെ നമ്മുടെ ടൂറിസം ഉണ്ടല്ലോ, ഇസ്രായേൽ യാത്ര ആ ആ. ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള, ഓക്കെ. അതൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളും ഇസ്രായേൽ ആവണം, ഇവിടെ ജനിച്ചത് ശരിയായില്ല, നമ്മൾ ഇസ്രായേൽ ആവണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, അങ്ങനെ അത് ഒരു പ്രശ്നമുണ്ട് അല്ലേ? അതെ, അങ്ങനെ അത് ഒരു രാജ്യസ്നേഹം അല്ല ഇതില്. ഉം, ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ ജനതയാണ്, അപ്പൊ നമ്മളും ഉം, അതിലാവണം എന്നുള്ള ഒരു ഉം, ചിന്തയുണ്ടല്ലോ. ഇപ്പം ഓക്കെ. കത്തോലിക്കലിൽ തന്നെ ബ്രാഹ്മണരാവാൻ ഞങ്ങൾ പഴയ നമ്പൂതിരിമാര് മാറിയതാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഉം, അതിനേക്കാളും കുറച്ചും കൂടി വലുതാണ് ഇസ്രായേലി ആവുക എന്നുള്ള ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ. അപ്പം ശരി. അതും അത് ഇതിലൊരു ഫാക്ടർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉം, 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 ഉം. അതുകൊണ്ടാണ് ഓക്കെ. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നേരെ ഉം, മറിച്ച് ഉം, ഉം. പുതിയ തലമുറയിലുള്ളവര് ഇപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ അവർക്കില്ല. നേരെ മറിച്ച് ഇപ്പൊ ഓൾ ഐസ് ഓൺ എന്ന് പറയുന്ന നമ്മുടെ സംഗതികളും ഒക്കെ കണ്ട് അതിലൂടെ കാഴ്ചകൾ കാണുക, വരുന്നവരുണ്ട്. അല്ലെങ്കിൽ അതെ ഉം. മോഡേൺ ആ ഒരു ചിന്താഗതി അനുസരിച്ച് നമ്മൾ ആ ഒരു അവരെ സപ്പോർട്ട് ഹ്യൂമാനിറ്റേറിയൻ ചെയ്യണം. ഇഷ്യൂ, ഹ്യൂമാനിറ്റേറിയൻ അതെ ആ ഒരു ക്രൈസിസ് കണ്ടിട്ട് അതിനകത്ത് ആകർഷരാവുന്ന ആളുകൾ അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് രണ്ട് ഗ്രൂപ്പ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. എന്തായാലും പിന്നെ ആ ഇസ്ലാമോഫോബിയയിൽ വിശ്വസിക്കുന്നവരുണ്ട്. അപ്പൊ അതെ. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഉം, ഉം, അത് ഉം. വെച്ച് അവരെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതാണ്, അല്ലാണ്ട് അവരുടെ ഭാഗത്തല്ല തെറ്റ് എന്ന് വിശ്വസിക്കുന്നവര്. ഓക്കെ. അതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി. എന്തായാലും ഞാൻ ആ വിഷയം കൂടുതലൊന്ന് അന്വേഷിക്കട്ടെ. എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ അങ്ങനെ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു ആംഗിൾ, അപ്പോൾ അത് നമുക്ക് നോക്കാം കൂടുതൽ. ഓക്കെ, നമുക്ക് പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസംഗിയെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ. അപ്പം നേരിട്ട് ചോദിച്ചറിയാലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ശരി. ഓക്കെ. എനിവേ, താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു. ഓക്കെ. ഫെബ്രിയാനോ കേൾക്കാമോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ കേട്ടോ. ഹലോ. പറയൂ. ഒരു സെക്കൻഡ്. ശിവപുരി, എസ് കുമാർ ശിവപുരി ഇവിടെ കമ്മിറ്റി ഓഫീസിൽ ഇവിടെ കയറി വരണം. നിങ്ങൾ ഇതുവരെ കണക്ട് ചെയ്തിട്ടില്ല. കണക്ട് ചെയ്താലേ എനിക്ക് മുകളിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. കണക്ട് ചെയ്യാതെ വെറുതെ ഇമാതിരി ഡയലോഗ് അടിച്ച കുട്ടികളെ പറ്റിയത് മദ്രസയല്ല എന്നൊന്നും ഓർത്തേക്കുക. മദ്രസയിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ആളെ പറ്റിക്കാം. ഇത് ഇവിടെ ഓൺലൈൻ ടൂൾസാണ്. ഇവിടെ എല്ലാ ആളുകൾക്കും കയറാൻ പറ്റുന്നത്, നിങ്ങൾക്കും കയറാൻ പറ്റും, ഒരു തടസ്സമില്ല. പറഞ്ഞോളൂ ഫെബ്രിയാന. ഞാൻ ചോദിക്കാൻ വന്നതാണ്, മറ്റേ ഇപ്പൊ അവിടുത്തെ പലസ്തീൻ റെഫ്യൂജീസിനെ
അവർക്കിപ്പോ ഈജിപ്ത് ബോർഡർ അടച്ചിട്ടുള്ള ഒരു അവസ്ഥയാണോ ഉള്ളത്? ഉം. ആണെങ്കിൽ അവർക്ക് ഈജിപ്തിലോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവര് എന്ത് ചെയ്യും? യൂറോപ്പിലോട്ട് ഈജിപ്ത് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ഈജിപ്തിലോട്ടുള്ള ബോർഡർ ആരാണ് അടയ്ക്കുന്നത്? ഈജിപ്ത് തന്നെയല്ലേ? അതെ. അപ്പം എന്താ അവർ തുറക്കാത്ത? അവരെ കയറ്റണ്ടെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും. പണ്ട് കയറ്റിയിട്ട് അവിടെ പണി കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്. ജോർദാനുമായിട്ടൊരു ബോർഡർ ഉണ്ട്, എന്താ അങ്ങോട്ട് കയറ്റാത്തത്? അല്ല, അവിടെ പണി കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ന്യൂസ് അതെ. കണ്ടിട്ടുള്ള. അപ്പോൾ ഇതപ്പോൾ ആരുടെ പ്രശ്നം? അല്ല, ഞാൻ ഡൗട്ട് ചെയ്താണ് അവര് യൂറോപ്പിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ആ നേരത്തെ വായിച്ച ആ റിപ്പോർട്ട് പ്രകാരം തന്നെ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. അവിടുത്തെ ഗാസയിലെ ജനതയെ രക്ഷിക്കാമെന്നോ അവർക്ക് ഫ്രീ ഒരു പാലസ്തീൻ ഉണ്ടാക്കുക എന്നുള്ളതൊന്നുമല്ല. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുക, ഇസ്രായേലിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, അങ്ങനെ ഒരു രാജ്യം അവിടെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിന് അവർക്ക് വേണ്ട എന്താണ്? സ്വന്തം ജനതയെ കൊലക്കി കൊടുത്തിട്ടാണെങ്കിലും അതിനിപ്പോൾ ഇനി ആര് ബോർഡർ അടച്ചോ അടച്ചില്ല എന്നുള്ളതൊന്നും അവരുടെ വിഷയമേ അല്ല. അവർക്ക് ആ ജനതയെ ദുരിതത്തിലാക്കുക, അത് വെച്ച് ഇതുപോലുള്ള പ്രൊപ്പഗൻഡ വഴി ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തി അതൊരു കോൺസ്റ്റൻറ്റ് വാറിങ് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി അതിനെ ആ രീതിയിലാക്കി മാറ്റുക എന്ന് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവരെന്ത് പണിയും ചെയ്യും. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ എന്തുകൊണ്ട് ബോർഡർ തുറക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കതൊരു നോർമൽ ചോദ്യമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ആ ചോദ്യം ചോദിക്കേണ്ടത് ഇസ്രായേലിനോടല്ലല്ലോ, ഈജിപ്തിനോടും ജോർദാനോടും അല്ലേ നമ്മൾ ചോദിക്കണ്ടേ? അതെന്താ ആരും ചോദിക്കാത്ത? അപ്പുറത്തുള്ള മറ്റു രാജ്യങ്ങളും ഉണ്ടല്ലോ, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ തന്നെ, അവർ എടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവരെന്താ എടുക്കാത്തത്? അപ്പോൾ അഭയാർത്ഥികളെ സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് യൂറോപ്പിൻ്റെ മാത്രം ബാധ്യതയാവുന്ന എങ്ങനെയാണ്? ഇനി അതും നിൽക്കാൻ പോവാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ അവരുടെ പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ പരിഷ്കരണം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ തനിയെ ഇതൊക്കെ നിൽക്കും. ഞാനതാ നേരത്തെ പറഞ്ഞത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഈ പരിപ്പ് വേവാണ്ടാവും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെയാണ്. ഫണ്ടിങ് ഒക്കെ നിൽക്കും. ഇത് ഫണ്ടിങ് ഉണ്ടെങ്കിലല്ലേ ഈ പണി നടക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഇതിലെ വ്യത്യാസം. ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ, ബൈ. ബൈ. യെസ്, സന്തോഷ് പറയൂ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ കേട്ടോ സന്തോഷ്. സന്തോഷ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. ആ, പറഞ്ഞോളൂ. പറയൂ. നിങ്ങൾ അവിടെ വീഡിയോ യൂട്യൂബിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഓഫാക്കുക, അല്ലെങ്കിൽ അത് മ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഈ സാധനത്തിൽ ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം ഓഡിയോ ഡിലേ ഉണ്ടാവും. കേൾക്കുന്നില്ല. എങ്ങനെ? കേൾക്കുന്നില്ല കേട്ടോ, താങ്കളുടെ സൗണ്ട് ക്ലിയർ അല്ല. ക്ലിയർ ആവുന്നില്ല. ഓക്കെ, അടുത്ത ആളിലേക്ക് പോവാണ്. ബിബിൻ, കേൾക്കാവോ? കേൾക്കാം. കേൾക്കാവുന്നുണ്ടോ? യെസ്, പറയൂ. സാറ് ജോ റോഗന്റെ പോഡ്കാസ്റ്റ് കേൾക്കാറുണ്ടോ? ആരുടെയാണ്? ജോ റോഗൻസ് പോഡ്കാസ്റ്റ് കേൾക്കാറുണ്ടോ? ഇല്ല. ഓക്കെ, അതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ്. അപ്പം ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ ഞാൻ രണ്ട് എക്സ്ട്രീംസും കേട്ട് വളർന്നവരാണ്. ഒരു ഫണ്ടമെന്റലിസ്റ്റ് ക്രിസ്ത്യൻ ഫാമിലിയാണ് എന്റേത്. അപ്പൊ എനിക്ക് എത്തിസ്റ്റിക് ആയിട്ടുള്ള ഫ്രണ്ട്സും ഉണ്ട്, എക്സ്ട്രീം റിലീജിയസ് ആയിട്ടുള്ള ഫ്രണ്ട്സും ഉണ്ട്. അപ്പം എന്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് 7-ാം തീയതി നടന്നതെന്ന് ചോദിച്ചാൽ അത് വലിയൊരു അട്രോസിറ്റി തന്നെയാണ്. കാരണം കുഞ്ഞുങ്ങളെ അടക്കം അവര് കൊന്നു കളഞ്ഞു. പക്ഷേ അതിന്റെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പൊ എനിക്കൊരു കുഞ്ഞുണ്ട്, അവര് അബുദാബിയിലാണ്, വൈഫ് സിവിൽ എഞ്ചിനീയറാണ് അവിടുത്തെ. അപ്പം ഏതൊരു മൃഗത്തിനും അവന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യും, അത് ആരായാലും. അപ്പോ ഒരു ഇമോഷണലി ചാർജ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇസ്രായേലി പേരന്റ് ഗാസയിൽ ചെന്ന് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ അവൻ റെഡിയാവും ആ ഒരു സംഭവത്തിന് ശേഷം. അതുപോലെ തന്നെ തിരിച്ചു എന്ന് വെച്ചാൽ ഗാസയിൽ ഇസ്രായേൽ ബോംബ് ഇടുന്നുണ്ട്, പക്ഷെ ബോംബ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യത്തില്ലല്ലോ കുഞ്ഞാണോ ഇതാണോ എന്നൊക്കെ. ഇപ്പൊ നമുക്കൊരു ന്യൂട്രൽ അപ്രോച്ചാണ് എപ്പോഴും നല്ലത്. എന്താ പറയാ, ഇങ്ങനെ ഒരു ഇഷ്യൂ ആയതുകൊണ്ടും പിന്നെ കുഞ്ഞുങ്ങളും സ്ത്രീകളും കുട്ടികളും ഇൻവോൾവ് ആയതുകൊണ്ടും നമ്മൾ അധികം ചാർജ് ആക്കാതെ രണ്ടുപേരെയും
നല്ല മീൻസ് ഒരു പരിധി വരെ എന്താ പറയാ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഇനി ഈ കാര്യത്തിൽ. കാരണം എന്റെ മുസ്ലിം ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും അവർ വളരെ ചാർജ് ആയിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. പിന്നെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളുടെ അടുത്ത് സംസാരിക്കുമ്പോഴും അവരും ചാർജ് ആയിട്ടാണ് സംസാരിക്കുന്നത്. സാറിന് തന്നെ അറിയാലോ നമ്മുടെ കൺട്രിയുടെ അവസ്ഥ ഇപ്പോഴത്തെ. ഇപ്പൊ ഒരു ന്യൂട്രൽ ടോൺ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമം. എല്ലാ കാര്യത്തിലും സോഷ്യൽ കണ്ടീഷന്റെ കാര്യത്തിലായാലും അതാണ് ഒരു വിഷയമായിട്ട് വരുന്നത്. അതിൽ വലിയ പങ്ക് വഹിക്കുന്നത് മീഡിയയാണ്. അവരാണത് ക്ലിയർ ചെയ്യേണ്ടത്. അവരത് ചെയ്യുന്നില്ല. ആ അതാണ് ഗ്യാപ്പാണ് വിഷയം. നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇതിലെ ഓക്കെ. വസ്തുതകൾ പറയാന്നുള്ളതാണ് ഇതിനകത്ത് സൊല്യൂഷൻ കണ്ടെത്താനുള്ള ആകെ കൂടിയുള്ള പോകാൻ വഴി. ഇതിനകത്ത് ഈ പിന്നെ ഹോസ്റ്റേഴ്സിന്റെ കാര്യം ആരവിടെ മിണ്ടുന്നത്? UN പോലും മിണ്ടുന്നില്ല. അതെ 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 അതാണ് ഞാൻ നോക്കുക. എനിക്ക് മീൻസ് BJPക്ക് വോട്ട് ചെയ്യാത്ത ഞാൻ അവർക്ക് വോട്ട് ചെയ്താലോ എന്ന് ആലോചിച്ച് പോയത് ഈ ഒരു മീഡിയ ബയസ് കാരണമാണ്. നമുക്കാരും തേക്കട്ട് കാരണം ഇത് നമ്മൾ 80-20യുടെ ഒക്കെ അതൊക്കെ കേൾക്കുന്നത് തന്നെ ഈ വക മീൻസ് ഈ അനിൽ കൊടുത്തോടത്തിനെ അറിയാം, പുള്ളിയുടെ ഒക്കെ ചാനലിൽ നിന്നാണ് ഞാൻ കേൾക്കുന്നത് 80-20 റൂളൊക്കെ. അപ്പൊ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി, ഇങ്ങനെയാണല്ലോ കേരളത്തിന്റെ അവസ്ഥ എന്നുള്ളത്. കാരണം നമുക്ക് മീൻസ് ഇസ്ലാം ആസ് ആൻ ഐഡിയോളജി എനിക്ക് കുറച്ച് ഇതുണ്ടെങ്കിലും പക്ഷെ മുസ്ലിങ്ങളെ സുഹൃത്തുക്കളായിട്ട് കാണണം. അവരെ ഈ രാജ്യത്ത് നിന്ന് ഓടിക്കണം അടിക്കണം ഇടിക്കണം എനിക്ക് അതിനകത്ത് താല്പര്യമൊന്നുമില്ല. അവരോട് അങ്ങനെ ആരാ സംസാരിക്കുക. പറയാറുള്ളത്? അത് അങ്ങനെ സാറ് പറഞ്ഞിട്ടില്ല എനിക്കറിയാം. അല്ല, പക്ഷെ അത് ആരാ പറയാറുള്ളത്? മറ്റേ BJP മുസ്ലിങ്ങൾ ഓടിക്കണമെന്ന് അവർ പറയാറില്ല. കുഴപ്പമുണ്ടാക്കുന്ന മുസ്ലിങ്ങൾ ഓടിക്കണമെന്ന് അവർ പറയാറുണ്ട്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ. തീവ്രവാദികൾ ഓടിക്കണം, അതങ്ങനെ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. പള്ളിയിലായാലും ഇന്ന് തന്നെ അച്ഛൻ ഞങ്ങളൊരു പ്രസംഗത്തിൽ പറഞ്ഞു കേട്ടെ, പുള്ളി പറഞ്ഞ ഈ BJPക്കാർ നമ്മൾ മൈനോറിറ്റീസിന് കാരണം അവർക്ക് അങ്ങനെ ഒരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള നോഷൻ ഉണ്ട്. അത് കൂടാതെ തന്നെ എനിക്ക് പരിചയമുള്ള മീൻസ് മിഷണറീസ് ആണ്, അങ്ങനെ പേര് പറയുന്നില്ല, അവർക്ക് വെസ്റ്റ് ബംഗാളിൽ നല്ലപോലെ ഉപദ്രവം നേരിട്ടിട്ടുണ്ട്. അവരിപ്പം അവരുടെ ആ മിഷൻ നടത്തുന്ന ഫീൽഡിൽ നിന്ന് മാറി മെയിൻ സിറ്റിയിലേക്ക് വന്നേക്കും. ഞാനും ഒരു എമൗണ്ട് കൊടുത്തായിരുന്നു. അപ്പൊ അങ്ങനെ ഉൾനാടൻ പ്രദേശങ്ങളിൽ അങ്ങനെ വിഷയങ്ങൾ നടക്കുന്നുണ്ട് ബജറംഗ് ദളിന്റെ RSSന്റെയും കയ്യിൽ നിന്ന്. നമ്മൾ റിലീജിയസ് അല്ലെങ്കിൽ കൂടെയും ഒരു സ്വത്വബോധം ഉണ്ടല്ലോ ആരായാലും സാർ, അത് പതുക്കെ അല്ലേ പോകത്തുള്ളൂ. ഈ ബജ്രംഗ് ദളും RSS എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ ഹിന്ദു സംഘടനകൾ ഒരുപാടെണ്ണം ഉണ്ട്. ഞാനിത് എനിക്കും ഈ സംശയം ഉണ്ടായിട്ട് ഞാനിത് അന്വേഷിച്ചിട്ടുള്ളതാണ്. RSSന് അങ്ങനെ ഒരു സ്റ്റാൻസ് ഉണ്ടോ എന്നുള്ളത്, ഈ ഹിന്ദു മുസ്ലിം വിരുദ്ധതയും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രിസ്ത്യാനികളെ ഓടിച്ചിട്ടടിക്കുക എന്നുള്ള അത് RSSനില്ല. എന്നാൽ ഹിന്ദു തീവ്ര സംഘടനകൾ വേറെ ഉണ്ട്. അത് സംഘപരിവാറിന്റെ അടിയിൽ വരാത്തതാണ് പലതും. ഇപ്പോൾ സനാതൻ സംസ്ഥ, പിന്നെ ഹനുമാൻ സേന, പിന്നെ അതുപോലെ എന്താണ് ശ്രീരാമസേന, ഇങ്ങനെയൊക്കെ പറയുന്ന പല സംഘടനകളും ഈ സംഘപരിവാറുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ അവർ തീവ്ര ഹിന്ദു സംഘടനകളാണ്. അവരെ കൺട്രോൾ ചെയ്യാൻ RSSന് പോലും പറ്റാറില്ല. അതെ അതെ അതാ ഞാൻ പറഞ്ഞ ഇമോഷണലി ചാർജ് ആയിട്ടാണ് ജനം നിൽക്കുന്നത് ഈ ന്യൂസും മീഡിയയും കാരണം. അതാ പക്ഷെ അവരൊരു കുഴപ്പമുണ്ടാക്കി കഴിയുമ്പോൾ അതെല്ലാം സംഘപരിവാറിന്റെ അക്കൗണ്ടിലാണ് വരിക. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ പിന്നെ അയാളല്ല ഞാനല്ല നീയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ആ ഒരു കോമൺ ഐഡിയോളജി അവിടെ കൺട്രോൾ ചെയ്യേണ്ട ഒരു ബാധ്യത അത് RSSനുണ്ട്. അത് അവർ ചെയ്യുന്നുമില്ല. അത് നമ്മൾ നേരിട്ട് അവരോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ആരോപണത്തിന്റെ ഒരു പ്രശ്നം അതാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മുടെ മുന്നിലുള്ള വഴി. വേറെ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സമയമുണ്ടോ എനിക്ക് ചോദിക്കാൻ? അതോ ഓക്കെ ഞാൻ പിന്നെ ഓക്കെ. താങ്ക് യു ഫോർ യുവർ ടൈം സർ. സന്തോഷ് വെയിറ്റ് ചെയ്യുവേ, വരാം. ബിപിൻ എന്താ ചോദിക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട് പൊക്കോളൂ. ഹലോ. ഓക്കെ, സന്തോഷ് പറയൂ. ഹലോ. പറയൂ. ഇത് മറ്റുള്ളവർ എനിക്ക് ഈ സൗണ്ട് ഇത് കേൾക്കുന്നില്ല കേട്ടോ. താങ്കളുടെ സൗണ്ട് കേൾക്കുന്നില്ല കേട്ടോ, ബ്രേക്ക് ആവുന്നുണ്ട്. താങ്കളുടെ സൗണ്ട് കേൾക്കുന്നില്ല, അത് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വരൂ. ഹലോ. നിമ്മി പറയൂ. ഹലോ. പറയൂ. എനിക്ക് പറയാനുള്ളത്, നേരത്തെ സംസാരിച്ച ഒരാള് ഇങ്ങനെ ക്രിസ്ത്യൻസിനെ കുറിച്ച് പറഞ്ഞു, ക്രിസ്ത്യൻസും ഇസ്രായേലും. അത് ഞാൻ അതിനോട് 100% യോജിക്കുന്നു. കാരണം ഇപ്പൊ എന്റെ ഫാമിലി തന്നെയാണെങ്കിലും കുറെ പ്രായമുള്ളവരൊക്കെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ ഒരു
40 വയസ്സിന് താഴെയുള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ പലസ്തീൻ്റെ കൂടെയാണ്. അപ്പൊ ക്രിസ്ത്യൻസ് ആണ് അവര് വിശ്വസിക്കുന്നത് ഇസ്രായേൽ ജനത ഒരു യുദ്ധവും തോക്കില്ല, അങ്ങനെ ബൈബിളിലുണ്ടത്. അപ്പോ അത് അതിൽ ഇങ്ങനെ ഉള്ള ഒരു കാര്യമാണ്. അതെനിക്കൊന്ന് പറയാനുണ്ടായിരുന്നു. നേരത്തെ ആൾ പറഞ്ഞിരുന്നതാണ് ഇത്. ഓക്കെ. അതെ. ഇതിൽ ഈ യേശുക്രിസ്തുവിനോട് ചെയ്ത ഒരു ക്രൂരത അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അതെന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അതുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ അത് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ജൂതവിരുദ്ധത ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ എവിടെ ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇസ്രായേൽ ജനത എന്ന് പറയുമ്പോൾ ഇപ്പൊ പള്ളികളിൽ തന്നെയാണെങ്കിലും അത് പ്രാർത്ഥനയുടെ ഇടയിൽ പറയുമ്പോഴൊക്കെ അത് വളരെ ഒരു ആവേശത്തോടെ അത് പറയാം. കാരണം ഒരിക്കലും അവർ ഒരു യുദ്ധവും തോക്കില്ല, അങ്ങനെ അവരുടെ ദൈവം അവരുടെ കൈവിടില്ല എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ ഞാൻ അതെ അല്ല, അത് ഈ ഇപ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ഒരു പഴയ നിയമക്കാരും പുതിയ നിയമക്കാരും ഉണ്ടല്ലോ. അതെ അതെ അത് ഈ പുതിയ നിയമക്കാർക്കാണോ ഈ ജൂതന്മാരോട് ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ ഒരു മമത? അതിപ്പോ പുതിയ നിയമമാണ് അങ്ങനെ ഫോളോ ചെയ്യാറ്. അതുകൊണ്ടാണോ ഈ ശത്രുത മറന്നുപോയത്? അത് കുറെ കാലഘട്ടത്തിന്റെയും കൂടി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ആ ഒരു പഴയ വൈര്യവും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഇല്ല. കുറേയും കൂടെ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ സ്വന്തം ആൾക്കാർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ ക്രിസ്ത്യാനികൾ കാണുന്നത്. കാരണം നമുക്ക് തന്നെ നമ്മുടെ ഇപ്പോ ഫാമിലിയിലാണെങ്കിലും അറിയാവുന്നവരുടെ സർക്കിളിലൊക്കെ ആണെങ്കിലും ഇപ്പൊ പറഞ്ഞാൽ കുറച്ച് പ്രായമായവര് അവര് ഇസ്രായേലിന്റെ തന്നെ സപ്പോർട്ടാണ്. പക്ഷെ അല്ലാതെ ഒരു എൻ്റെ ഏജ് ഉള്ളവരും അല്ലെ ഒരു 35-40 അതിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ എന്താ നിങ്ങൾക്ക് ബോധമില്ലേ, പലസ്തീൻ്റെ കൂടെയല്ലേ നിൽക്കണ്ട, അങ്ങനത്തെ ഒരു ഇതിലാണ് പോകുന്നത്. അപ്പോ അങ്ങനെയാണ്. അതായത് നമ്മളിപ്പോ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യുവതലമുറ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ തന്നെ പലസ്തീൻ്റെ കൂടെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറയുന്ന ആ കോമ്പിനേഷൻ തന്നെ, വ്യത്യാസമില്ല. അതെ അതെ. ഓക്കെ. എന്തായാലും ആ വിവരം ആഡ് ചെയ്തതിന് നന്ദി. നമ്മൾ പിന്നെ എക്സ് മുസ്ലിം ആയതുകൊണ്ട് എക്സ് ക്രിസ്ത്യാനികൾക്ക് എന്താ പറയാനുള്ളതെന്നുള്ളത് നമുക്ക് അത്ര വലിയ പിടിയില്ല. അപ്പോൾ നിങ്ങളെപ്പോലുള്ള എക്സ് ക്രിസ്ത്യാനികൾ ഇടയ്ക്ക് വന്നാൽ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് പറയാം. ഓക്കെ. ഇടയ്ക്ക് ജോയിൻ ചെയ്യൂ. സ്ത്രീ ശബ്ദങ്ങൾ കുറവാണ് നമ്മളുടെ ലൈവിലൊക്കെ. അപ്പോൾ ഇടയ്ക്ക് വന്ന് ബാക്കിയുള്ള സ്ത്രീകൾക്ക് ഒരു പ്രചോദനമാവും. ഞാനിടയ്ക്ക് ആരിഫ് ഭായിക്ക് ഇൻസ്റ്റയില് ടെലിഗ്രാമിലൊക്കെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. ഓക്കെ, എനിക്ക് അത് മനസ്സിലായി. ടെലിഗ്രാമിൽ അല്ലേ? അതെ അതെ. ഇൻസ്റ്റയിൽ ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒത്തിരി ആക്റ്റീവ് ഒന്നുമല്ല. ഇങ്ങനെ ഒത്തിരി മെസ്സേജുകൾ വരുമ്പോഴേ നമ്മുടെ ജോലിയും അതൊക്കെ. പിന്നെ ഈ ലൈവ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണിക്ക്. എനിക്കാണെങ്കിൽ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ്. അതെ അതെ. ഇത് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ എപ്പോഴും തോന്നാറുണ്ട്. കമന്റ് ചെയ്യാറുണ്ട്. നമ്മൾ ജോലി കഴിഞ്ഞ് എത്തുന്നത് 7 മണിയാവും. അതാണ് പ്രശ്നം. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ പരിപാടിക്ക് ഇരിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രശ്നമാണ്. ഓക്കെ ഓക്കെ, ശരി ശരി. പിന്നെ പരിപാടി അടിപൊളിയാ, കോമഡി. ഇന്നലെ ആഡ് ചെയ്ത് ഒരു നല്ലായിരുന്നു, ഒരു വക്കീൽ ആയിട്ടുള്ളത്, വളരെ വ്യത്യസ്തമായിട്ടുള്ള കോയായിരുന്നു. അത് ഒരു പഴയതായിരുന്നു അത്. ഓക്കെ ഓക്കെ, ആവട്ടെ. അപ്പോൾ എന്തായാലും കാണാം. ഓക്കെ, താങ്ക് യു. യെസ്, ബൈ. ബിനോയ് കേൾക്കാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഹലോ ആരിഫ്, കേൾക്കാമോ? പറയൂ. ഓഡിയോ ക്ലിയർ ആണോ? യാ എന്റേത് ക്ലിയർ ആണല്ലോ അല്ലേ? എന്തായാലും വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ കുറെ നാളായിട്ട് ആരിഫിനെ വിളിക്കണം എന്ന് വിചാരിക്കുന്നു. ഞാൻ ആരിഫിന്റെ പ്രോഗ്രാംസ് എല്ലാം സ്ഥിരമായിട്ട് കാണാറുണ്ട്. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് കാണാറുണ്ട്. പിന്നെ എന്തുവാ, എനിക്ക് ചില ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് ആണ് ആരിഫിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആരിഫിന്റെ ഈ പ്രവർത്തനം കൊണ്ട് എന്താണ് ആരിഫ് ഉദ്ദേശിക്കുന്നത്? അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. ഞാന് ഇപ്പൊ ഈ ലോകത്ത് നടക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ അത് ഇറ്റ്സ് വേൾഡ് എഗെയിൻസ്റ്റ് ഇസ്ലാം, മോസ്റ്റ് ഓഫ് ദം. അപ്പോ ഇത് അടിസ്ഥാനപരമായിട്ട് വരുന്നത് ഇത് ഈ ബുക്കിൽ നിന്നാണ്, അതായത് ഖുറാനിൽ നിന്നാണ്. ഖുറാനും ഹദീസിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഫണ്ടമെന്റലി റോങ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു മുക്തി ഉണ്ടാവുന്നത്? മനസ്സിലായില്ലേ?
അപ്പൊ ഇതാണ് എന്റെ ഒരു 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 ബേസിക് ഒരു 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 പസിലിംഗ് ക്വസ്റ്റ്യൻ, മനസ്സിലായില്ലേ? അപ്പം ഇതിനൊന്ന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള വഴി എന്താ? എന്റെ അതാണ് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്, ഫണ്ടമെന്റലി റോങ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ദേ ഹാവ് ടു കംപ്ലീറ്റ്ലി ത്രൂ ഇറ്റ് ഔട്ട് ഓഫ് വിൻഡോ, മനസ്സിലായില്ലേ? അവർക്ക് അത് മൊത്തം കളഞ്ഞേ പറ്റത്തുള്ളൂ. അത് ഇങ്ങനെ പകുതി കഴുകിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതാണ് എന്റെ ഒപ്പീനിയൻ. അപ്പൊ അങ്ങനെ ഒരു മാറ്റം ഈ ലോകത്ത് സംഭവിക്കുമോ? ഫണ്ടമെന്റലി റോങ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഇസ്ലാം ആണല്ലോ ഇപ്പോൾ അവിടെ വെക്കുന്നത്. അതെ അതെ. ഓക്കെ, ഇപ്പോൾ കമ്മ്യൂണിസം ആണെന്ന് വിചാരിക്കുക, ഫണ്ടമെന്റലി റോങ് ആണ്. അതെ, കമ്മ്യൂണിസം ഒരു കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അതൊരു ട്രാഷാണ്. അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് അത് ട്രാഷ് ചെയ്യപ്പെടും, അതല്ലേ? അതെ, അത് തന്നെയാണ് ഇതിന്റെ വഴി. അപ്പം പറയാതെ ആരിഫ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്ലാം എന്നുള്ള മതം മുമ്പോട്ട് ഇനി പോകാൻ പാടില്ല എന്നാണ്, അല്ലേ? അത് കാലാനപ്പെടും, ആളുകൾ തിരിച്ചറിയും. ഇപ്പോൾ അതായത് ഇതിനകത്തേക്ക് വെള്ളം കോരി ഒഴിക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണത് ഇതിലേക്ക് വെള്ളം കോരി ഒഴിക്കുന്ന പരിപാടിയാണ്. എന്ന് വെച്ചാൽ അത് ഒരു ഡീസെൻസിറ്റൈസേഷൻ പറയും. നേർപ്പിക്കലല്ല, ഡീസെൻസിറ്റൈസേഷൻ. ഓക്കെ, അതായത് ഈ സാധനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരു സാങ്ക്ടിറ്റി ഉണ്ട്, ഒരു ഹോളി കൗ ആണ് എന്നുള്ളൊരു ചിന്ത, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പൊ ഹിന്ദു മതത്തിന് ഒരു കാലത്ത് ഉണ്ടായിരുന്നു അങ്ങനെ, അതിനെക്കുറിച്ച് പറയാൻ പാടില്ല, അത് ഒരു വലിയ ഒരു സീക്രട്ട്നെസ് ഉണ്ടായിരുന്നല്ലോ. ഇന്നത് ഇല്ല, ഇന്നത് പോയി. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിക്ക് പണ്ടുണ്ടായിരുന്നു, ഇന്നത് പറയാറില്ല, ഇന്നത് പോയി. അതെങ്ങനെ പോയത്? വിമർശന വിധേയമായി അത് ഒരഞ്ഞു തീരുക എന്നുള്ളതാണ്. ഇസ്ലാം ഒരഞ്ഞു തീർന്നിട്ടില്ല, അതിപ്പോ ഒരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തീർന്നോളും കുറച്ച് കഴിയുമ്പോൾ. ഓൾറെഡി ഒരഞ്ഞു തീർന്നു കഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്, അതാണ് മിഡിൽ ഈസ്റ്റിൽ പല രാജ്യങ്ങളും. സൗദി അറേബ്യയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അതിന്റെ ഒരു ചെറിയ ലക്ഷണമാണത്. അപ്പൊ അത് മാറും. ഈ സൗദി അറേബ്യയിൽ വരുന്ന മാറ്റങ്ങൾ അതൊരു റിയലി ഉള്ള കാര്യമാണോ? എനിക്ക് ആക്ച്വലി പലപ്പോഴും ഡൗട്ട് തോന്നാറുണ്ട്. കാരണം ഇത്രയും നാളും ഈ ഇസ്ലാമിന്റെ കോർ ഏരിയ ആണല്ലോ സൗദി അറേബ്യ. അപ്പൊ അവിടെ ഇങ്ങനെ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഇതിന്റെ അടിയിൽ നമ്മൾ കാണാത്തത് എന്തെങ്കിലും ഉണ്ടോ? ട്രൈങ് ടു, മനസ്സിലായോ? അതായത് മേലിലുള്ള അവർ കാണിക്കുന്ന പോർട്രേ ചെയ്യുന്ന അല്ല ഉള്ളിൽ ഉള്ളത്. കുറെയൊക്കെ ഉണ്ട്, ഇപ്പൊ മനസ്സിലായി. കുറെയൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അതിനൊരു കാരണം രാജകുമാരൻ തന്നെ വന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. അതായത് ഈ മാറ്റം പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയില്ല, കാരണം ഇത് അവിടെ കോഡിഫൈഡ് ആണ് സാധനങ്ങൾ. ഇപ്പം നമ്മളിവിടെ നമ്മുടെ നാട്ടിലൊരു നിയമം നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൊസീജിയർ ഇല്ലേ, ലെജിസ്ലേറ്റീവ് അസംബ്ലി വഴി നിയമം പാസ്സാക്കി അത് മോഡിഫൈ ചെയ്ത് അങ്ങനെയല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് എല്ലായിടത്തെയും അവസ്ഥ. അപ്പോൾ ഒരു റൂൾ ഓഫ് ലോ ഉള്ളപ്പോൾ ആ റൂൾ ഓഫ് ലോ പാലിച്ച് അതിന് മോഡിഫൈ ചെയ്യേണ്ട രൂപത്തിൽ കൂടെ മോഡിഫൈ ചെയ്തേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് നമുക്കിത് റദ്ദാക്കാം, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്നത്. രണ്ട്, ഒരു വലിയൊരു ഒപ്പോസിഷൻ അതിനകത്തുനിന്ന് തന്നെ ഉണ്ട്. അപ്പോൾ അതിനെ തരണം ചെയ്തല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ആളവിടെ സർവൈവ് ചെയ്യാൻ, അത് അല്ലെങ്കിൽ അതിനെ സ്ട്രഗിൾ ചെയ്യാണ് അതിനകത്തൊരു സൊല്യൂഷൻ കണ്ടെത്താൻ. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം എന്ന് പറയുമ്പോഴും വേഷം ധരിച്ച ആളെ ഇംപ്രിസൺ ചെയ്യുന്ന വാർത്തയും നമ്മൾ വായിച്ചു. അതെ അതെ അതെ. ഓക്കെ, അതെന്താ കാര്യം? വേഷം ധരിച്ചതിനല്ല, അത് രണ്ടാമത് മറ്റൊരു വിഷയത്തിന്റെ പേരിലാണ് ഇംപ്രിസൺഡ് ആവുന്നത്. അതെ അതെ. അതെന്ന് പറഞ്ഞാൽ ആ ഈ വേഷം ധരിച്ച് അത് പോപ്പുലറൈസ് ചെയ്തു. ഓക്കെ, പോപ്പുലറൈസ് ചെയ്യുന്നത് അവിടെ ശിക്ഷയാണ്, വേഷം ധരിക്കുന്നതിൽ പ്രശ്നമില്ല. ഐ തിങ്ക് അങ്ങനെ വെച്ച് അതാണ് നടക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ ഗൾഫ് രാജ്യങ്ങളില്, ഡെവലപ്ഡ് ഗൾഫ് രാജ്യങ്ങളില് അതൊരു ട്രാൻസിഷൻ സ്റ്റേജിലായിരിക്കും. അതായത് അവർ ഈ ഫണ്ടമെന്റലിസ്റ്റിൽ നിന്ന് മാറി വരുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ബ്ലാസ്ഫമി നിയമം, ഈ അപ്പോസ്റ്റസി നിയമങ്ങൾ, അത് മിഡിൽ ഈസ്റ്റിൽ റദ്ദാക്കുന്ന ഒരു സുബഹി. അതാണ് നമ്മളുടെ സ്വപ്നം. അത് അധികം വൈകാതെ ഉണ്ടാവും. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇത് ചില്ലറ കാര്യമല്ല, ഈ മാറ്റം ജെനുവിനാണ് എന്നുള്ളത്. അതുവരെയും ബാക്കിയുള്ളതൊക്കെ ഈ പൊടി തട്ടുന്ന പരിപാടി ആവാം. പക്ഷെ ഈ നിയമം വന്നാൽ, ബ്ലാസ്ഫമി നിയമം അവിടെ എടുത്തു കളയുന്നു, വധശിക്ഷ ഒഴിവാക്കുന്നു. കാരണം ഇന്ന് 12 രാജ്യങ്ങൾ വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യങ്ങളാണ് ഇസ്ലാമിൽ. അതിലൊന്നാണ് ഈ പറയുന്ന രാജ്യങ്ങൾ. അപ്പോൾ അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
ദേ ആർ സീരിയസ് ഇൻ ടു ദാറ്റ്. അതാണ്. ഷുവർ എനിക്ക് തോന്നുന്നത് അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാരണം ഇസ്ലാം പിന്നെ പബ്ലിക്കായിട്ട് ക്രിട്ടിസൈസ് ചെയ്യത്തക്ക രീതിയിൽ ഒരു ഇത് വരും, പിന്നെ ഒരു ഫൗണ്ടേഷൻ വരും. പിന്നെ ദെൻ ഇപ്പൊ അതാണല്ലോ പ്രോബ്ലം. നമുക്ക് ഈ പല ഇസ്ലാമിക രാജ്യങ്ങളിലും പോയി അവിടെ ആ മതത്തിനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ പോകും, അല്ലെങ്കിൽ നമ്മുടെ കഴുത്ത് വെട്ടും. അതാണ് സിറ്റുവേഷൻ. അപ്പൊ ഒരുപക്ഷെ അങ്ങനെ ഒരു ചേഞ്ച് വരുവാണെങ്കിൽ മേ ബി ഇറ്റ്സ് ഗുഡ്. ഓക്കെ, എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെ. എനിവേസ് ആരിഫ്, ഞാൻ പുറത്തുനിന്നാണ് വിളിക്കുന്നത്. ജോലിക്കിടയ്ക്ക് ഞാൻ കുറച്ച് സമയം കണ്ടെത്തി പെട്ടെന്ന് ആരിഫായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ്. എനിവേ താങ്ക് യു. ഞാൻ ആരിഫായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ സോറി വാട്സാപ്പിൽ നമ്മൾ ഇടയ്ക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, അറിയാമോ? ബിനോയ് അല്ലേ? ഇനി അതെ. ശരി എന്തായാലും നോക്കാം. ഓൾറൈറ്റ് താങ്ക് യു വെരി മച്ച്. ബൈ. യെസ്, നബീൽ പറയൂ. ആരിഫ് ഭായ്, സുഖാണോ? സുഖം പറയൂ, എന്താ വർത്താനം? ഇപ്പൊ നേരത്തെ നിമ്മി സംസാരിച്ചത് വെച്ച് നോക്കുമ്പോ ഈ ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിൽ രീതിയിൽ പോകുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിം സ്നേഹം കൊണ്ടല്ല അവര് ഇങ്ങനെ പറയണത്. മുസ്ലിം ഇപ്പൊ ജൂതൻ മുസ്ലിമിന്റെ ശത്രു, അപ്പൊ അവർക്ക് അവരുടെ ദൈവത്തിനെ ക്രൂശിച്ച ഒരാൾ പോലും പ്രശ്നമില്ല. അപ്പൊ മുസ്ലിമിനെ ഒപ്പോസ് ചെയ്യാന്നുള്ള രീതിയിൽ മാത്രമായിട്ട് ഒരു ക്രിസ്ത്യൻ സ്നേഹം കാണിക്കുന്നത് പോലെ എനിക്ക് പൊതുവെ തോന്നിയിട്ടുണ്ട്. അത് മുസ്ലിങ്ങൾക്കാണ് അത് തോന്നാറുള്ളൂ. താങ്കൾ മുസ്ലിമാണോ? ഞാന് ഒരു വിശ്വാസിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. വിശ്വാസിയായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ കയ്യാൽ പുറത്താണെന്നാണോ, അതോ താഴെ വീണെന്നാണോ, അതോ എങ്ങനെയാണ്? വീണിട്ടില്ല ഇതുവരെ. വീണിട്ടില്ല. വീഴോ? കയ്യാല പുറത്താണോ? പറയാൻ പറ്റൂല, പഠിച്ചുകൊണ്ടിരിക്കണ്ട്. ഒരു ഇൻബോൺ മുസ്ലിം എന്നുള്ള രീതിയിൽ പുറമെ ഞാൻ എന്റേതായ രീതിയിൽ കുറെ കാലമായിട്ട് പഠിക്കണ്ട്. കുറെ കാര്യങ്ങൾ എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ട്, അത് ഫോളോ ചെയ്യാതെ തന്നെ രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ സ്വന്തം ദൈവമാണല്ലോ, ദൈവം എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പൊ മുസ്ലിം സോറി പറയും. ചോദിക്കുന്നോണ്ട് ഒന്നും വിചാരിക്കണ്ട. ഈ തെറ്റാണെന്ന് തോന്നിയ കാര്യങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാവോ? ബാക്കിയുള്ള വിശ്വാസികൾക്ക് വേണ്ടിയാണ്. അത് ഞാൻ പറയണോ? ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ഉൽക്ക വീണ കാര്യം തന്നെ പണ്ട് ഒരു ഹദീസിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എറിയണമെന്നുള്ള. അതൊക്കെ ലിയാഖത്തലിന്നും പലയിടത്തും ജബ്ബാർ മാഷെന്നൊക്കെ കേട്ടതാണ്. അപ്പൊ എനിക്ക് തോന്നിയ അപ്പൊ ഞാനത് ഹദീസിന്റെ ഫാൾട്ട് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. കൂടുതൽ പഠിക്കും. എനിക്കിപ്പോ തോന്നിയ ഇതാണ് ഒരു സോറി പറയും. ഈ നക്ഷത്രം പെറുക്കി എറിയുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത്? അത് തന്നെ. ഓക്കെ, അതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അങ്ങനെ ചില കാര്യങ്ങള് അത് ഞാൻ ഇപ്പോ മൗലവിമാര് പറഞ്ഞത് മാത്രം കേട്ട് പഠിച്ചതായിരുന്നു. അത് ഞാൻ ഇപ്പൊ സ്വന്തം രീതിയിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു വിശ്വാസി എന്നുള്ള രീതിയിലല്ല ഇപ്പൊ ഞാൻ സംസാരിക്കണത്. ഇപ്പോ സ്വന്തം അത് ഞാൻ പറഞ്ഞുതരാം, ക്ലിയർ ചെയ്ത് തരാം. നിമ്മി പറഞ്ഞത് ശത്രുവിന്റെ ശത്രുമിത്രം അങ്ങനെയല്ല നിമ്മി പറഞ്ഞത്. അത് താങ്കൾ കേട്ടതിന്റെ പ്രശ്നമാവാനേ വഴിയുള്ളൂ. അതായത് നമ്മളുടെ യേശുക്രിസ്തുവും ഒരു ജൂതൻ തന്നെയാണ്. ഓക്കെ, അതെ. അപ്പോൾ അങ്ങനെ ഒരു മതപരമായിട്ടുള്ള ഒരു സംഗതി അവിടെ ഉണ്ട് ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ. അതായത് ഈ ജൂതർ എന്ന് പറയുന്ന ആളുകൾക്ക് കുറച്ചും കൂടി ദൈവം ഒക്കെ ആയിട്ടുള്ള കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കുറേ കൂടി ഉണ്ട് എന്നും, അതുകൊണ്ട് തന്നെ ജൂതനാവുക അല്ലെങ്കിൽ ജൂതരുടെ ആ കാര്യങ്ങളിൽ ഒരു വലിയൊരു ഫാൻറ്റസി കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഈ പല ക്രിസ്ത്യാനികളും. ഇതാണ് അവിടെ പറഞ്ഞു വെച്ചത്. മാത്രമല്ല, ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഈ പുതിയ നിയമം വരുന്നതോടുകൂടി തന്നെ ഈ മതപരമായിട്ടുള്ള പല തരത്തിലുള്ള വേർതിരിവുകളും മാറ്റിക്കൊണ്ട് കുറേയും കൂടി അവർ മൈൽഡായിട്ട് മാറുന്നൊരവസ്ഥയും കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ശത്രുതയല്ല അവരടുപ്പിക്കുന്നത്. ശത്രുത മറന്ന് മുന്നോട്ട് പോകുന്ന കാര്യമാണ് അവരടുപ്പിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ അവരെ ഒരുമിപ്പിക്കുന്നത്. ശത്രുവിൻ്റെ ശത്രു എന്നുള്ളതല്ല, അവർ ശത്രുത മറന്ന് ഞങ്ങളെപ്പോലെ തന്നെയാണല്ലോ അവരും എന്നതാണ് അവർ കാണുന്നത്. അതാണ് അവർ അതിനകത്ത് കൊണ്ടെത്തിക്കുന്നത്. അത് ശത്രുത അല്ലെങ്കിൽ ഇപ്പുറത്തൊരു കോമൺ എനിമിയെ കിട്ടിയപ്പോൾ അപ്പുറത്തേക്ക് മാറി എന്നുള്ളതല്ല. ഈ കാരണമാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പൊതുവെ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികളുടെ പിന്നാലെ കൂടിയിട്ട് ചോദിച്ചുകൊണ്ട് നടക്കുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇതാണ് കാരണം എന്നുള്ളത്. പക്ഷേ അത് മാത്രമല്ല,
അത് ആ കാരണമല്ല സാധാരണ ക്രിസ്ത്യാനികൾ പറയാറുള്ളതെന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. പിന്നെ അത് മാത്രമല്ല, നിമ്മി പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള കാരണങ്ങൾ, അതായത് കുട്ടികൾ മരിച്ചു വീഴുന്നതും അതുപോലെ ആൾനാശം കണ്ടിട്ട് സിവിലിയൻസിൻ്റെ പ്രശ്നങ്ങൾ കണ്ടിട്ട് അതിനകത്തൊരു ഐക്യദാർഢ്യം അതും അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ നിൽക്കുന്നത് ഇസ്രായേലിൻ്റെ ഒപ്പമല്ല, അത് പലസ്തീൻ്റെ ഒപ്പമാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ അങ്ങനെ രണ്ട് ഭാഗം ഉണ്ടെന്നാണ് നിമ്മി ഇവിടെ പറഞ്ഞു വെച്ചത്. ഓക്കെ, ഇപ്പൊ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഗാസ, വെസ്റ്റ് ബാങ്ക് ഈ രണ്ട് ടെറിട്ടറിയുടെ ഒരു ഇൻഡിപെൻഡന്റ് ആക്കി കൊടുക്കുക എന്നുള്ളൊരു സൊല്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ അത് ഇസ്രായേല് സമ്മതിക്കുമെന്ന് ആരിഫായിക്ക് തോന്നുന്നുണ്ടോ? ഇസ്രായേലല്ലേ സമ്മതിച്ചിട്ടുള്ളൂ ഇത്ര നാളും, സമ്മതിക്കാത്തതാരാണ്? ഇല്ലല്ലോ. അത് മാത്രം ആ രണ്ടെണ്ണത്തിന് സ്വതന്ത്ര പദവി കൊടുത്ത് മാറ്റി നിർത്താന്നുള്ള രീതിയിൽ വെർബലായിട്ട് ഇപ്പൊ ഗാസ, വെസ്റ്റ് ബാങ്ക് അതുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക രണ്ട് രാജ്യങ്ങളായിട്ട്. എല്ലാത്തിനും ഇതിനൊരു പെർമനന്റ് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് അതിന്. ഇത് എപ്പോഴത്തെ കാര്യം പറയുന്നത്? ഞാൻ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അല്ല, ഞാനത് ചോദിച്ചത് 1948 എന്താ സംഭവിച്ചത്? അപ്പോൾ 48 ഞാൻ പറഞ്ഞ അവര് ഇവിടുന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് അത്രേ ഉള്ളൂ പറയാൻ പറ്റുക. അല്ലാതെ 2000-4000 വർഷം മുന്നേ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ കാര്യം അല്ലല്ല, നമ്മൾ 2000-4000 കാര്യമല്ല പറയുന്നത്, 1948 കാര്യമാണ് പറയുന്നത്. 48 ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഉണ്ടായി, അത് ഇസ്രായേൽ അംഗീകരിച്ചു. അംഗീകരിക്കാതിരുന്നത് ആരാണ്? അംഗീകരിക്കാതിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരിപ്പോ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കണം എന്താണ്, എത്ര പ്ലേസ് കിട്ടുമോ അത്ര പ്ലേസ് അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതല്ല അവരുടെ എയിമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്. അത് തോന്നലാണ്, അങ്ങനെയല്ല അത് സംഭവിച്ചിരിക്കുന്നത്. 48 രണ്ട് രാജ്യമാക്കി കൊടുത്തപ്പോൾ അന്ന് അത് അറബ് രാഷ്ട്രങ്ങളും പലസ്തീനയും അന്ന് അംഗീകരിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അന്ന് ഇസ്രായേൽ അത് അംഗീകരിച്ച് അവരവരെ വാട്ടിന് പോയതാ. തൊട്ടടുത്ത ദിവസം യുദ്ധമായിട്ട് ഇറങ്ങിയത് ആരാണ്? 6 ഡേ വാർ അതിന് ശേഷമാണ്. ഇത് ഫസ്റ്റ് വാർ സംഭവിക്കുന്നത് 48. അത് അറബ്സാണ് അത് തുടക്കട്ടത്. പിന്നെ ഉണ്ടായത് 67. അതാരാ തുടങ്ങിയത്? അതും അറബികളാണ്. ഓക്കെ, ഇപ്പത്തേക്ക് ആരിഫയുടെ സജഷൻ എന്താ ഒരു സൊല്യൂഷൻ ഇതിന്? പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. ആരും മരിക്കാൻ പാടില്ല. സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ, നമ്മളെപ്പോഴും പറയുന്ന കാര്യം. അതായത് അതിനകത്ത് ഈ മതം തലയിൽ കുത്തി നിറച്ചിട്ട് അനൈലൈറ്റ്, ഈ റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന സാധനം ആദ്യം എടുത്ത് കാട്ടിക്കളയണം. അത് പറ്റുമോ? അത് ഞാൻ അഗ്രി ചെയ്തിട്ടുണ്ട്. അത് ഒരു പുസ്തകത്തിൽ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഒരാളെ എനിമിയായിട്ട് കാണാൻ പറ്റില്ല. അത് ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇതിലെ കോർ പ്രശ്നം. അത് മാറ്റിവെക്കാൻ അറബികൾ തയ്യാറാവണം, പലസ്തീനികൾ തയ്യാറാവണം. അത് തയ്യാറായാലേ ഇത് നടക്കുകയുള്ളൂ. ജൂതന്മാർ പണ്ടേ തയ്യാറായിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇന്നിപ്പോൾ സാഹചര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതുപോലെ പലതവണ തിരിച്ചു നിന്ന് കൊത്തുന്ന പരിപാടി പലതവണ ആവർത്തിച്ചപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിൽ ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷന് എതിരെ നിൽക്കുന്ന ഒരു രീതിയിലാണ് അവരിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അതിനുള്ള സാധ്യതകൾ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഇപ്പോൾ ഹമാസ് ആവശ്യപ്പെടുന്നത് 1967 ബോർഡർ വേണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ബോർഡർ നമ്മളൊരാളെ ഒരു കാമുകിയെ പോയി പ്രപ്പോസ് ചെയ്യുന്നു. കാമുകി നമ്മളോട് അല്ലെങ്കിൽ ആ പെണ്ണ് നമ്മളോട് പറയാണ്, ഇല്ല എനിക്ക് താൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾ തിരിഞ്ഞു നടന്നു. അവർ വേറെ കല്യാണം കഴിച്ച് അവരെ വഴിക്ക് പോകുന്നു, നമ്മൾ വേറെ വഴിക്ക് പോകുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു കല്യാണമൊക്കെ കഴിച്ചാൽ അത് പാളീസാകുമ്പോൾ തിരിച്ച് നമ്മൾ ആ പഴയ കാമുകിയുടെ ആയിട്ട് നമ്മൾ കണ്ട ആളെടുത്ത് പോയിട്ട് എൻ്റെ എക്സ് കാമുകി എന്ന് വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് ആക്സെപ്റ്റ് ചെയ്ത് കാമുകി ആയിട്ടുണ്ടായിരുന്നു? ഇല്ലല്ലോ. അപ്പം ഇല്ലാത്ത ബോർഡർ, ആക്സെപ്റ്റ് ചെയ്യാത്ത ബോർഡർ എങ്ങനെയാണ് ബോർഡർ നമുക്ക് വിളിക്കാൻ പറ്റുക? ഇനി ഈ ഗാസയും വെസ്റ്റ് ബാങ്കും അത് പലസ്തീനികൾക്ക് എവിടുന്നാ കിട്ടിയത്? ആരാ കൊടുത്തത്? അത് കൊടുത്തതല്ലല്ലോ, ഉള്ളതൊക്കെ എടുത്ത് ബാക്കിയായതല്ലേ. ആരാ എടുത്തത്? അത് ഞാൻ വായിച്ചിടത്തോളം എനിക്കറിയുന്നത് കുറെ പൈസ കൊടുത്ത് മേടിച്ചതാണ് കുറെ സ്ഥലങ്ങള്, ബാക്കി ഇങ്ങനെ കയ്യേറിയതാണ്. അല്ല, അതാണ് ഇങ്ങനെയാണ് എന്റെ അറിവ് വെച്ച്. അതാണ് അതിലെ തെറ്റ്. അതായത് 48 യുദ്ധത്തിൽ പാലസ്തീനികളെ സഹായിക്കാമെന്ന അറബികൾ യുദ്ധം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളുടെ ജോർദാൻ ഇപ്പുറത്തെ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടുന്ന ഭാഗം അവർ കൊണ്ടുപോയി, നമ്മളുടെ ഗാസ ഉൾപ്പെടുന്ന സിനായി ആ പെനിൻസുല അടക്കം അത് നമ്മളുടെ ഈജിപ്തും കൊണ്ടുപോയി. ഇതാണ് ഉണ്ടാവുന്നത്.
ഈ സിനായ് പെനിൻസുല ഈജിപ്തിൻ്റെ ഭാഗം തന്നെയാണ്. വെസ്റ്റ് ബാങ്ക് ഗാസ കൊണ്ടുപോകുന്നത് ഈജിപ്താണ്. 67 യുദ്ധത്തിൽ ഇസ്രായേലാണ് ഈ സിനായ് പെനിൻസുലയും ഗാസയും ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് വെട്ടിപ്പിടിക്കുന്നത്, പലസ്തീനികളുടെ കയ്യിൽ നിന്നല്ല. യുദ്ധം ചെയ്ത് എടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഗോലൻ ഹൈറ്റ്സും ഈ വെസ്റ്റ് ബാങ്കും ജോർദന്റെ കയ്യിൽ നിന്ന് വെട്ടിപ്പിടിക്കുന്നത് ഇസ്രായേലാണ്. എന്നിട്ട് ഇസ്രായേലാണ് ഈ വെസ്റ്റ് ബാങ്ക് പലസ്തീനികൾക്ക് കൊടുക്കുന്നത്, ഇസ്രായേലാണ് ഗാസ പലസ്തീനികൾക്ക് കൊടുക്കുന്നത്, ഇസ്രായേലാണ് സമാധാനം സ്ഥാപിക്കുകയാണെങ്കിൽ നിങ്ങളെ സ്ഥലം വിട്ടു തരാമെന്ന് പറഞ്ഞിട്ട് സിനായ് പെനിൻസുല ഈജിപ്തിന് കൊടുക്കുന്നതും ഈ ഗോലൻ ഹൈറ്റ്സ് അപ്പുറത്തുള്ള ആളുകൾക്കും കൊടുത്ത് അവിടെ സമാധാനം, പീസ് ഫോർ ലാൻഡ് എന്ന് പറഞ്ഞിട്ട്, ലാൻഡ് ഫോർ പീസ് എന്ന് പറഞ്ഞിട്ട് ആ ഡീലിലൂടെ അന്ന് അവിടെ സ്ഥാപിച്ചതും. അന്ന് ഈ ഇസ്രായേലുമായിട്ട് സമാധാനം സ്ഥാപിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ OIC എന്ന് പറയുന്ന ആ കൂട്ടം രാജ്യങ്ങളുടെ ആ സംഘടനയിൽ നിന്നും ഈജിപ്തിനെ പുറത്താക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? സമാധാനം സ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ജൂത രാഷ്ട്രവുമായിട്ട് സമാധാനം ഇസ്ലാമിക രാഷ്ട്രത്തിന് പാടില്ല എന്നതാണ് OICയിലെ നിയമം. അതും പറഞ്ഞ് ഈജിപ്തിനെ അവിടെ അവരുടെ OICയുടെ കേന്ദ്രം പോലും കെയറോ ആയിരുന്നു, അത് അവിടുന്ന് മാറ്റി. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കുറേ കാലം. ഇതൊന്നും നാട്ടുകാർക്ക് അറിയില്ല, അതാണ് ഈ പ്രശ്നം. അപ്പോൾ സത്യത്തിൽ ഇന്ന് ഗാസ, അത് ഗാസക്കാരുടെ കയ്യിലേക്ക് എത്തിയത് ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത് വാങ്ങിച്ചു കൊടുത്ത സ്ഥലമാണ്. അതേപോലെ വെസ്റ്റ് ബാങ്ക് എന്തായാലും ഒരു സൊല്യൂഷൻ വേണം. അവർക്കും ജീവിക്കണം, ഇവർക്കും ജീവിക്കണം. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ എന്തായാലും അവിടെ പീസ് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 2 സ്റ്റേറ്റ് സൊല്യൂഷനിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന സാധനം തലേന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണം, എന്നാലേ നടക്കുള്ളൂ. ഈ ഇസ്ലാമിന് ഇപ്പൊ പൊതുവെ ഉള്ള ഈ ചീത്തപ്പേര് ഉണ്ടാക്കുന്നതോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതോ അത് ഒഴിവാക്കാൻ എന്താ ഈ ക്രിസ്ത്യാനികൾ ചെയ്ത മാതിരി മതം ഡയലൂട്ട് ചെയ്താൽ ശരിയാവോ? ക്രിസ്ത്യാനിറ്റി ഡയലൂട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു ഡയലൂഷൻ അത് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ എളുപ്പമല്ല, നടക്കാൻ പറ്റില്ല, നടക്കില്ല എന്ന് ഞാൻ പറയാം. അത് പുരോഹിതന്മാര് കാരണമാണോ അതോ? പുരോഹിതന്മാര് കാരണമല്ല, ഈ ഖുർആൻ കാരണമാണ്. അത് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകില്ല എന്ന് അതിനകത്ത് എഴുതി വെച്ചതുകൊണ്ട് അത് എത്ര മാറ്റിയാലും അത് എപ്പോൾ വേണമെങ്കിലും ഒരു മൊല്ലാക്ക വിചാരിച്ചാൽ മതി തിരിച്ചു കൊണ്ടുവരാൻ. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇടയ്ക്ക് ജോയിൻ ചെയ്യൂ, കയ്യാലപ്പുറത്തുനിന്ന് വീഴാതെ നോക്കൂ, പിടിച്ചിരുന്നോ? ശ്രമത്തിലാണ്. ഓൾ ദ ബെസ്റ്റ്, ബൈ. യെസ്, ഓക്കെ. ഞാനിങ്ങനെ അന്തം വിട്ട് പോവാണ് കേട്ടോ. ഇതുപോലെ മാന്യമായിട്ട് സമാധാനപരമായിട്ട് ഈ വിശ്വാസികൾ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ സംശയം നമുക്ക് മാറ്റി കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് ഇവരെന്താ ചെയ്യുക? വന്നിട്ട് വെറുതെ തെറിവിളി, നന്നായിക്കൂടെ എന്നുള്ള ചോദ്യം, പിന്നെ എന്താണ് നമ്മളെ തന്തയ്ക്ക് വിളിക്കുന്നു, തള്ളയ്ക്ക് വിളിക്കുന്നു. ഇതാണ് വായ തുറന്നാൽ വരിക. വേറെ പണിയെടുത്ത് ജീവിച്ചൂടെ? വിശ്വാസികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് കാണിച്ച നെറികേട് കണ്ടിട്ട് മാത്രമാണ് ഞാൻ സത്യത്തിൽ ഇസ്ലാം മത വിമർശനത്തിലേക്ക് ഇറങ്ങിയത്. ആ വിശ്വാസികൾ എൻ്റെ വീട്ടുകാർ തന്നെയായിരുന്നു എന്നുള്ളതാണ് അതിൽ വ്യത്യാസം. അപ്പോൾ സ്വന്തം വീട്ടുകാരായാലും കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, സാന്ദർഭികമായിട്ട് നബീലിനെ കണ്ടപ്പോൾ ഉള്ളമൊന്ന് തുടിച്ചു, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ഫെബിൻ പറയൂ. ആരിഫ്, ഇപ്പൊ താങ്കൾ സംസാരിച്ചത് ഇപ്പൊ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമാണ് വന്നത് മെയിനായിട്ട്. അപ്പൊ അതിനിപ്പോ ഞാൻ നോക്കിയിട്ട് കാണുന്നത്, ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ലിബറൽ ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ച ആളാണ്. അത്ര ഓർത്തഡോക്സ് ഒന്നല്ല. ഞങ്ങൾ ആവശ്യത്തിന് പള്ളിയിൽ പോകുന്നു. അപ്പൊ ഇതിന് കുറച്ച് ആസ്പെക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഒരു ബിബ്ലിക്കൽ ആസ്പെക്ട് ഇവിടെ വരുന്നുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പള്ളിയിൽ പാടുന്ന പാട്ടായാലും എന്തായാലും അതിൽ ഇസ്രായേൽ എന്നുള്ളൊരു വേർഡ് മെയിനായിട്ട് കടന്നു വരും. അതായത് ഇസ്രായേലിന്റെ ദൈവം, ഇങ്ങനെയൊക്കെയുള്ള വേർഡുകൾ മെയിനായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഈ സത്യം പറഞ്ഞാൽ ഇതിപ്പോ ചെറിയ കുട്ടികളുടെ ആയാലും മനസ്സിലേക്ക് ആഴത്തിൽ വരുന്ന ഒരു കേസാണിത്. അതൊന്ന്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബൈബിൾ എന്ന് പറയുന്നത് 2 സെക്ഷൻ ഉണ്ട്. ഒന്ന് യഹൂദന്റെ ബൈബിള്, തോറ എന്ന് പറയുന്ന സംഭവം ഞങ്ങളുടെ ഓൾഡ് ടെസ്റ്റമെന്റ് ആണ്. ഞങ്ങൾക്ക് പിന്നെ ജീസസ് ക്രൈസ്റ്റ് വന്നതിന് ശേഷം ന്യൂ ടെസ്റ്റമെന്റ് എന്നുള്ളൊരു ഭാഗമുണ്ട്. ഞങ്ങൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ നിന്ന്, അതായത് തോറയിൽ നിന്ന് പഠിച്ച് ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ ഈ കഥകൾ കേൾക്കുന്നത് ആരുടെ കഥകളാണ്? യഹൂദന്റെ കഥകളാണ്. യഹൂദൻ ജയിച്ച കഥകള്, യഹൂദൻ എങ്ങനെ ജയിച്ചു, ആരെയൊക്കെ കീഴ്പ്പെടുത്തി, അവൻ എവിടെയൊക്കെ പരാജയപ്പെട്ടു, എങ്ങനെ അത് വിജയിച്ചു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്നൊക്കെയുള്ള കഥകൾ ഞങ്ങൾ ചെറുപ്പം മുതലേ കാറ്റഗീസത്തിൽ പഠിക്കുന്നുണ്ട് ആക്ച്വലി.
അപ്പൊ ഇത് അത്ര കാര്യമായിട്ടൊന്നും ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നെങ്കിലും, പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ഇപ്പൊ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ പുറത്തു വരും. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ യഹൂദന്റെ ഒരു മിശിഹ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് യഹൂദൻ പണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ അണ്ടറിൽ ഒപ്രഷനിൽ കടന്നിരിക്കുകയായിരുന്നു കുറെ നാൾ, അറിയാലോ. അവരുടെ ടെമ്പിളൊക്കെ തകർത്തു. റോമൻസ് അല്ല, ബാബിലോണിയൻസ് ആണ് തോന്നുന്നു. അപ്പൊ വീണ്ടും റീബിൽഡ് ചെയ്തു. പിന്നെ ആണ് നമ്മുടെ റോമക്കാർ വന്നിട്ട് അവരെ AD 70 അല്ലെ, AD 70 തോന്നുന്നു എന്റെ അറിവ് പ്രകാരം അവരെ അടിച്ചോടിച്ചു അവിടെ നിന്ന്. അങ്ങനെയാണ് കല്ല് ശേഷിക്കാതെ ഒക്കെ തകർന്നു പോയി. യഹൂദൻ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് പോയി. ഈ കഥകളൊക്കെ പല ക്രിസ്ത്യാനികൾക്കും അറിയാം. ഇത് ബിബ്ലിക്കലി കുറച്ച് റെക്കോർഡഡും ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു മാത്യൂസ് ഓർ ലൂക്കോസ് ആരെയോ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, പുള്ളിയുടെ എവിടെയോ ഇതിലുണ്ട് ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ ഉണ്ട്. ആക്ച്വലി പ്രഡിക്ഷൻ ഒക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു വേർഡ്സ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ യേശു യഹൂദന്റെ മിശിഹയാണ്, അവരെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു വിശ്വാസം ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട്. പിന്നെ അതുകൂടാതെ യേശു ഇനിയും വരും, അതും ഇസ്രായേല് രക്ഷിക്കപ്പെടും അന്ത്യദിനത്തിൽ എന്നുള്ള ഒരു വിശ്വാസം ആക്ച്വലി ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട്. അതായത് ഓർത്തഡോക്സ് ആയിട്ടുള്ള ക്രിസ്ത്യാനികൾക്കിടയിൽ. ഈ ഇപ്പൊ ഞങ്ങൾ യുദ്ധങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു കാരണം അതുകൊണ്ടാണ് മെയിൻ ആയിട്ട്. അതായത് ബിബ്ലിക്കൽ, അതായത് ഇപ്പൊ ഇവര് പറയുന്നുണ്ടല്ലോ, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ യഹൂദ അന്ത്യദിനത്തിൽ യഹൂദം കൊല്ലപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്. കാരണം അവർ ഹദീസിൽ പറയുന്നുണ്ട് കർക്കത് മരത്തിന്റെ പുറകിൽ പോയിട്ട് അവർ ഒളിച്ചിരിക്കും. അപ്പോ എന്താ, അതെ, കല്ല് വരെ വിളിച്ചു പറയും. ഇത് എന്റെ മുന്നോട്ടൊരു മുസ്ലിം സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കല്ല് ഇല്ല, ഞങ്ങളുടെ ഇല്ല, ഇത് അവരുടെ ബുക്കിലുള്ള. ഞങ്ങൾ വിശ്വസിക്കുന്നതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. അതായത് ബിബ്ലിക്കൽ കാര്യങ്ങളായിട്ടുള്ള എന്റെ കോൺട്രഡിക്ഷൻസ് ആണ് ഈ ഖുറാനില് അല്ലെങ്കിൽ ഹദീസുകളിൽ കാണുന്നത്. ഞങ്ങളുടെ ഇല്ല ഈ കഥ, ഞങ്ങളുടെയിലല്ല. ഞാനൊരു മുസ്ലിം സുഹൃത്ത് വഴി അറിഞ്ഞതാണിത്. അതായത് പല മുസ്ലിങ്ങളായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, ഞങ്ങൾക്ക് ഈ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട് ആക്ച്വലി. അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ലിബറൽ ആയിട്ട് പോവെങ്കിലും പതുക്കെ പതുക്കെ ഇതിങ്ങനെ പൊങ്ങി വരും. യഹൂദനോടുള്ള വിരോധം ലോകം മുഴുവൻ ഇത് പരത്തുന്നത് ഇസ്രായേലും അമേരിക്കയാണ്. ഇവരാണ് ഈ IS ഉണ്ടാക്കിയത്. അതെ, സയനിസ്റ്റ് കൂടാലോചന. ഇത് എത്ര ലിബറൽ മുസ്ലിം എന്ന് പറഞ്ഞാലും ഇത് പുറത്തേക്ക് വരാറുണ്ട് ആക്ച്വലി. അത് അവന്റെ ഉള്ളിൽ കിടക്കുന്നതാണ്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് പഠിച്ച കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അത് ഒരു സമയം വരുമ്പോൾ പത്തല വെക്കും. അപ്പൊ അത് തന്നെയാണ് ഞാനും ഇവിടെ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഈ കർക്കത് മരത്തിന്റെ കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്, യഹൂദന്മാരൊക്കെ അത് കാരണം പേടിച്ച് ഇസ്രായേൽ മുഴുവൻ കർക്കത് മരങ്ങൾ നടുകയാണ്. ഞാൻ നോക്കിയിട്ട് അത് കണ്ടൊന്നുമില്ല ആക്ച്വലി. അവര് മരുഭൂമി മാറ്റാൻ താങ്കൾ ഇസ്രായേലാണോ? ഞാൻ ഇസ്രായേലല്ല, ഞാനിപ്പോ പുറത്താണ് ആക്ച്വലി. ഞാനിപ്പോ US. അപ്പൊ ഞാനിത് ഇവിടെയായാലും പ്രക്ഷോഭങ്ങൾ കുറെ നടക്കുന്നുണ്ട്. ഈ US ഏരിയയിലെ തന്നെ കുറെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ പുതുതലമുറ ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ കുറെയൊക്കെ ഭയങ്കര ലിബറലാണ്. പക്ഷെ ലിബറൽ ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കുന്നത്. പിന്നെ ഹിസ്റ്ററി പഠിച്ചവർക്ക് അറിയാം ഇസ്രായേൽ കുറെ യുദ്ധങ്ങൾ ജയിച്ചത് എങ്ങനെയാ. ഇസ്രായേൽ ആരും അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചിട്ടില്ല 100%. താങ്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി. ഞാനും ഹിസ്റ്ററി വായിച്ചിരിക്കുന്ന മനുഷ്യനാണ്. തയ്യാറാവുന്നില്ല. അവർ ആ ബുക്ക് മാത്രമാണ് അതാണ് അവരുടെ ലോകം. ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മാപ്പും ഉണ്ട്. അതെ, അത് വെച്ചാണ് ആളുകളെ പറ്റിക്കുന്നത്. ഇപ്പൊ സാക്കിർ നായിക് തന്നെ പല ഇതുകളിലും ഇവരിങ്ങനെയാണ് കലക്ക് കൂട്ടുന്നത്. ഖുറാൻ എന്നുള്ളൊരു അടിസ്ഥാന ഗ്രന്ഥം, അതിൽ നിന്ന് എന്ത് വൈരുദ്ധ്യം വന്നാലും നിങ്ങൾ തള്ളിക്കളയണം. അങ്ങനെ വരുമ്പോ അവര് സത്യം ആക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ തൊട്ട് മുന്നേ നബീൽ ചോദിച്ച ചോദ്യം അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് എന്തുകൊണ്ട് ഇസ്ലാമിനെ നമുക്ക് അങ്ങനെ വെള്ളം ചേർക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഈ ഖുറാൻ എന്ന് പറയുന്ന പുസ്തകം ആളുകളുടെ തലയിൽ ഇരിക്കുകയാണേ. അത് നമ്മൾ എത്രയൊക്കെ അവിടെ ഇവിടെ മാറ്റി, ഇപ്പോൾ ചൈനയിൽ ആളുകൾ മറ്റേ ഖുറാൻ മുഴുവൻ എഡിറ്റ് ചെയ്യുകയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് വിജയിക്കില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ലെങ്കിൽ ഒരു 100 വർഷമൊക്കെ പിടിക്കും അത് വിജയിക്കണമെങ്കിൽ. വേറെ ഒരു സ്ഥലത്തും അങ്ങനെയൊക്കെ ഗൂഗിൾ പോലും ഇല്ലാതെയൊക്കെ പൂട്ടിയിട്ട് അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണ്. അത് ഒരു തരം കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ് അവിടെ മുസ്ലിങ്ങളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഡേഞ്ചറാണ്. താങ്കളുടെ ഫുൾ മിക്ക പ്രസംഗങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. കറക്റ്റാണ് താങ്കൾ പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം ഹിസ്റ്റോറിക്കലി അത് ആപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ഹിസ്റ്ററി വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല ഇവിടെ അത്യാവശ്യം ജ്യൂസ് ഉള്ള ഏരിയ ആണ്. ഇവിടെയൊക്കെ നോക്കിയാൽ US ഏരിയയിലൊക്കെ അത്യാവശ്യം ജ്യൂസ് ഉണ്ട് ഇവിടെ. അപ്പൊ അവർ മാന്യമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ മുസ്ലിങ്ങളായാലും ഞാൻ കാണുന്നത് അവർക്ക് കുറച്ചിങ്ങനെ റാഡിക്കലിസം പതുക്കെ അവര് മെജോറിറ്റി വരുന്നത്. ഇപ്പൊ UK ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം,
അറിയാലോ ചില സ്ട്രീറ്റിൽ ഇപ്പൊ അതെ അതെ ആർക്കും എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല, എക്സ്പെഷ്യലി ജൂസ്. അപ്പൊ ഇത് വരുന്നത് പുസ്തകത്തിൽ നിന്ന് തന്നെയാണ്, ഈ ജൂവിഷ് ഒരു സംശയം ഈ ഓൾഡ് ടെസ്റ്റമെന്റ് അത് ഫോളോ ചെയ്യുന്ന ക്രിസ്ത്യാനികളുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ഫോളോ ചെയ്യുന്നില്ല ആരും. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറഞ്ഞാൽ യഹൂദന്റെ ഗ്രന്ഥം, മിശിഹ എന്ന് പറഞ്ഞ ഒരു വ്യക്തി വന്നു കഴിഞ്ഞപ്പോൾ അത് പുതിയ കോവനന്റ് ആയി. അതായത് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ കോവനന്റ് കമ്മ്യൂണിറ്റികളാണ്. അതായത് ഇത് തിയോളജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അവര്, ഞാനത് തിയോളജി കുറച്ച് കൊണ്ടുവരാണ്, ഇപ്പൊ ബ്ലണ്ടർ ആയാൽ പോലും എനിക്കിത് പറയാതെ വയ്യ. ഇസ്രായേൽ കോവനന്റ് കമ്മ്യൂണിറ്റികളാണ് ആക്ച്വലി. അതായത് ഓരോ കാലഘട്ടത്തിൽ ദൈവം അവർക്ക് ഓരോ കോവനന്റ് കൊടുക്കുകയാണ്. അതായത് നിങ്ങളിത് പാലിച്ചാൽ നിങ്ങൾക്ക് ഇന്നത് കിട്ടും, നിങ്ങളിത് പാലിച്ചാൽ. അപ്പൊ അതിൽ തിരുത്തലുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രാവശ്യം പറയുന്ന കാര്യങ്ങളല്ല പിറ്റേ പ്രാവശ്യത്തേക്ക് വന്നിരിക്കുന്നത്. അതിൽ ദൈവത്തിന്റെ മനസ്സിന് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് പ്രകടമാണ്, സ്പഷ്ടമാണ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ അതുപോലെ ഇപ്പൊ ദൈവം ഒരു പ്രോമിസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ മിശിഹ എന്നുള്ള ഒരു വ്യക്തി വന്നിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ മിഷന് വേണ്ടി വരും. ആ മിഷൻ എന്തെന്നെ ആയിക്കോട്ടെ, ആ മിഷൻ പുള്ളി വന്ന് അക്കംപ്ലിഷ് ചെയ്യും എന്ന് 2000 വർഷം മുന്നേ തന്നെ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതും പ്രതീക്ഷിച്ച് തന്നെയാണ് യഹൂദന്മാര് വിശ്വസിച്ചിരുന്നതും. അപ്പൊ യഹൂദന്മാര് യേശുക്രിസ്തു വന്നപ്പോ യേശുക്രിസ്തുവിനെ കൊന്നതിനുള്ള മെയിൻ കാരണങ്ങൾ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ബ്ലാസ്ഫെമി, യേശു ദൈവം സ്വയമായിട്ട് ദൈവമാണെന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളൊരു സംഭവം. അത് യഹൂദ പുരോഹിതന്മാരാണ് മെയിനായിട്ട് ഇതൊക്കെ കൂട്ടുകൊടുത്തത്. ഇപ്പൊ വധിച്ചത് റോമക്കാരാണെങ്കിലും യഹൂദ പുരോഹിതന്മാർ, അതാണ് ഈ മുസ്ലിങ്ങൾ കിടന്ന് ഇസ്രായേൽക്കാരാണ് ആണി അടിച്ചത് യേശുവിനെ, കാര്യങ്ങളൊന്നും അറിയാതെയാണ് ഇതൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ 2-3 കാര്യങ്ങൾ യേശുവിനെതിരെ ചാർത്തിയിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഈ ആൾക്കാരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു. 2 എന്ന് പറയുന്നത് ഇത് സ്വയം മിശിഹയാണെന്ന് പ്രഖ്യാപിക്കുന്നു, സ്വയം ദൈവമാണെന്ന് പറയുന്നു. അതും വെറും ദൈവമല്ല, യഹൂദന്റെ ദൈവമാണെന്ന് എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ പ്രശ്നമായിരുന്നത്. വെറുതെ ദൈവമാണെന്ന് കുറെ പേര് പറഞ്ഞു വന്നിരുന്നു, അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഈ തോറ തന്നെയല്ലേ ഇപ്പോ ജൂതന്മാര് ഫോളോ ചെയ്യുന്നത്? തീർച്ചയായും അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കുറച്ച് ചാപ്റ്റർ അവർക്ക് കൂടുതലുണ്ടെന്ന് തോന്നുന്നു, 2-3 ചാപ്റ്റർ. ഞങ്ങൾക്കത് എന്തുകൊണ്ടില്ല എന്നുള്ളത് അത് ഞങ്ങളുടെ കാനോൺ അനുസരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഈ ബിംബാരാധന അതുപോലുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസം. അതിന് വ്യത്യാസമുണ്ട്. കാരണം ഇപ്പൊ യഹൂദന്മാര് ബിംബം ആരാധിക്കുന്നില്ല, അത് മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്നു. പക്ഷെ ആക്ച്വലി ഇപ്പൊ ഞങ്ങൾക്കത് പറയുകയാണെങ്കിൽ ഞങ്ങൾ ആരും ബിംബത്തെ ആരാധിക്കുന്നില്ല. ഇപ്പൊ കാത്തലിക്സ് ആയാലും അതൊരു റെപ്രസെന്റേഷൻ മാത്രമാണ്. അതിപ്പോ ഞങ്ങളും അങ്ങനെയാ പറയാറ്. അതെ, ഈ യഹൂദന്റെ ഒക്കെ കഥകള് കെട്ടുകഥകളാണ് ആക്ച്വലി. നമുക്ക് ഇപ്പൊ വായിച്ചു നോക്കിയാൽ അറിയാം, കെട്ടുകഥകളാണ്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നാണ് ഈ കൺസെപ്റ്റുകളൊക്കെ. പക്ഷെ ഇതിനൊക്കെ ഒരു ഹ്യൂമൺ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാണ് മെയിൻ ആയിട്ട്. ഞാനിവിടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നില്ല, ഒരിക്കലും ഇല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ കെട്ടുകഥകളിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ ഇതാണ് കാരണം. പിന്നെ അത് മാത്രമല്ല, ഈ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കൂടുതലും നമ്മൾ അവരെ വെറുക്കും. കാരണം എന്ന് വെച്ചാൽ ഇതാണ് കാരണം. ഒരു പതുക്കെ നമ്മളിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, നിങ്ങൾ എന്നൊക്കെ കുറെ പേര് ഇങ്ങനെ ഓരോ ഡിബേറ്റിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇൻ കേസ് ഞാൻ മാറിയാലോ എന്ന് വിചാരിച്ചിട്ട്. അതായിരിക്കാം ഒരു പക്ഷേ. അതൊരു ഗൂഢലക്ഷ്യമുണ്ട്. തീർച്ചയായും ഉണ്ട്, എനിക്കത് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും സ്തോത്രം. താങ്ക് യു വെരി മച്ച്. പോയിട്ട് വരും. ശരി, ബൈ ബൈ. യെസ്, ഓക്കെ. ഇവിടെ നമുക്കൊരു ജൂതൻ വന്നിട്ടുണ്ട്, ഒരു അരുൺ. ഹലോ ആരിഫ്, ഞാൻ ജൂതനല്ല കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാണ്, ജൂതനല്ല, മലയാളിയാണ്. ഇരിക്കട്ടെ. ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ആരിഫിന്റെ ഷോ എപ്പോഴും കാണാറുണ്ട്. കാരണം നമുക്കൊരു ടൈം പാസും ആണ്, നല്ല അറിവുകളാണ്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഷോ ആണെന്നാ നാട്ടുകാർ പറയുന്നത്. കുറച്ച് കുഴപ്പമില്ല, പക്ഷെ അത്രയും ഷോ വേണം. അല്ല, നല്ല കാര്യമാണ്. കാരണം ഒരു എക്സ് മുസ്ലിം ഇത്രയും എസ്പെഷ്യലി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഹ്യൂമാനിറ്ററിയൻ കോഴ്സും കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആരിഫിന്റെ ഒരു മോട്ടീവ്. കാരണം ഞാനും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ ബൈ ബർത്ത് ക്രിസ്ത്യൻ ആണ്, ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ പോലും ഞാൻ മനുഷ്യനാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു സെയിം തോട്ട് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ എപ്പോഴും കാണാറുണ്ട് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഈ ഷോയിൽ ലൈവ് കണ്ടു, ഞാനൊന്ന് ഫ്രീ ആയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഞാൻ മെസ്സേജ് അയച്ചത് ഇപ്പം ഉടനെ തന്നെ ഇനി അടുത്ത വർക്കിലോട്ട് പോകാനുള്ളതുകൊണ്ട് ഞാൻ മെസ്സേജ് അയച്ചതാണെന്നേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് ഇവിടുന്ന് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം. കാരണം പല കാര്യങ്ങളും അവിടെ എത്തുന്നില്ലല്ലോ. ഇവിടെ നടക്കുന്നതിന്റെ എനിക്ക് തോന്നുന്നു ഒരു 20% എത്തുന്നുള്ളൂ എനിക്ക് തോന്നുന്നു, ന്യൂസുകളൊക്കെ കാണുമ്പോഴും.
ഞാൻ സജസ്റ്റ് ചെയ്യുക, നമ്മളുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഹലോ ഫ്രീ തിങ്കർ എന്ന് പറഞ്ഞിട്ട്. അതിനകത്തൊന്ന് ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ഈ വീഡിയോ യൂട്യൂബിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതിൻ്റെ ലിങ്ക്. ഓക്കെ ഓക്കെ അതിലൊന്ന് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന വാർത്തകൾ അത് കൺഫേം ചെയ്തിട്ട്, അത് നിജസ്ഥിതി കൺഫേം അത്രേ ഉള്ളൂ ചെയ്തതിന് അത്രേ ഉള്ളൂ. ശേഷം നമുക്ക് ആ അതെ ഗ്രൂപ്പിലേക്ക് അതെ ഷെയർ അതെ ചെയ്താൽ മതി. അതെ അതെ അപ്പോൾ എളുപ്പമായിരിക്കും, നമുക്ക് അവിടെ ഫോളോ അതെ ചെയ്യാലോ. അതെ 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 ഫോളോ ചെയ്യാലോ. അപ്പോൾ അപ്പൊ ഞാന് യെസ്. ജസ്റ്റ് ബ്രീഫ് പറയാം. ഞാനിവിടെ നോർത്തേൺ ബോർഡറിലാണ്. ആ ഇപ്പൊ ഹിസ്ബുള്ളയുടെ അറ്റാക്ക് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നോർത്തേൺ ബോർഡർ എന്ന് പറയുമ്പോൾ ഒരു ഒരു ചോയ് 7 കിലോമീറ്റേഴ്സ് ആ 7 സ്ഥലത്തിൻ്റെ കിലോമീറ്റേഴ്സ് പേര്. മിസൈലിനൊന്നും സ്ഥലത്തിന്റെ പേരും തൽക്കാലം പറയുന്നില്ല. ഓ കാരണം ഇപ്പൊ അങ്ങനെയുണ്ടോ? നമ്മളൊരു ഓക്കെ. ഹൈലി സെക്യൂരിറ്റി റീസൺ ഓ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കാരണം യാ ഇനിയിപ്പോ മനസ്സിലായി പറഞ്ഞ മനസ്സിലായി. നാളെ ഒരു പ്രശ്നമാകുമെന്ന് നമുക്കറിയില്ലല്ലോ. ഇന്നിപ്പോ അവിടെ ഈ മിസൈൽ ഇന്ന് ഷവർ, ഈ റോക്കറ്റ് ഷവർ ഈ ഹൈഫ റോക്കറ്റ് ഷവർ ഏരിയയിലേക്കൊക്കെ ഉണ്ടായിരുന്നു. വന്നെന്ന് പറയും. ഏകദേശം എനിക്കൊന്ന് ഒരു 217 അങ്ങനെയാണ് ലാസ്റ്റ് കൗണ്ട് ഞാൻ കണ്ടത്. ആ ശരി, അത് 100 ഞാൻ നോക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അല്ല അതിൽ കൂടുതലുണ്ട്. കാരണം ഓക്കെ. ഇന്നല്ല ഇന്നലെ ഒരു വൈകുന്നേരം തൊട്ട് ഇന്ന് എന്നുള്ള കൗണ്ടാണ്. ഓ ഓക്കെ ഓക്കെ, കാരണം അങ്ങനെയുണ്ട്. ഇവരുടെ ഒരു ശരി. ഹോളിഡേ, ഇവരുടെ ഒരു ആയിരുന്നു ഇന്നും ഇന്നലെയൊക്കെ ഞാൻ ആയിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ അയൺ ഡോം നിങ്ങൾക്ക് എത്രമാത്രം ധൈര്യം തരുന്നുണ്ട് അവിടെ? അയൺ ഡോം ധൈര്യം തരുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു 95% ഉണ്ട്, ഇല്ലെന്ന് പറയാൻ ഉം, പറ്റത്തില്ല. ഉം, പക്ഷേ ഇതുവരെ നമ്മുടെ ജനവാസ മേഖലയിലൊന്നും വീണിട്ടില്ല അങ്ങനെ. ഓക്കെ. അപ്പോൾ പിന്നെ ഇപ്പൊ നിങ്ങൾ വീഴുന്നു നിങ്ങൾ റിപ്പോർട്ട് വരുന്നത്, ആ നമ്മുടെ നോർത്തേൺ സൈഡിൽ വീഴുന്നു പറയുന്നത് ഈ കിരിയാത് ശിമോന എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. അപ്പൊ ഉം, അവിടെ ഇപ്പൊ ഓൾറെഡി അവിടുന്ന് ഇവാക്യുവേഷൻ കഴിഞ്ഞേക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ ഓക്കെ. ജനതാമസം ഇല്ല. ഇപ്പോൾ ഏകദേശം 1 ലക്ഷം ആൾക്കാർ അവിടെ നിന്ന് മാറ്റിയേക്കുന്നതാണ്. അപ്പൊ ഓ 1 അതുകൊണ്ടായിരിക്കാം ലക്ഷം മേ ബി അയൺ ഡോം അവിടെ അധികം യൂസ് ചെയ്യാത്തത്. കാരണം ഓരോ മിസൈല് ഇപ്പം എക്സ്പെൻസീവ് ആണല്ലോ. എക്സ്പെൻസീവ് ആണല്ലോ. അപ്പൊ അറിയാലോ, ഉം. അതിന്റെ കണക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ന്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെ അതുകൊണ്ടായിരിക്കാം അതെ. ചിലപ്പോ അവര് ഈ ഒഴിഞ്ഞ ഭാഗത്തോടെ പോകുന്നതൊക്കെ അങ്ങ് വിട്ടുകളയുന്നതായിരിക്കാം. ഓക്കെ. പക്ഷെ ഇപ്പം ഹിസ്ബുള്ള യൂസ് ചെയ്യുന്ന മിസൈൽസ് ഇച്ചിരി കൂടിയതാണ് എന്ന് ഇപ്പൊ ന്യൂസ് ഒക്കെ വരുന്നുണ്ട്. ഇറാന്റെ കൂടിയ ആര്? മിസൈൽ, കാരണം നോർമൽ മിസൈൽസ് ഹമാസ്, മാറി ഇപ്പൊ അവര് അല്ലല്ല ഹിസ്ബുള്ള നോർത്തേൺ സൈഡിൽ ഹിസ്ബുള്ള. ഹിസ്ബുള്ളയാണല്ലോ. ഓ ഓക്കെ. അപ്പം ഇപ്പൊ ഹിസ്ബുള്ള യൂസ് ചെയ്യുന്നത് ഇറാന്റെ കൂടിയ മിസൈൽസ് ആണ് ഇപ്പൊ ഇന്നലെ തൊട്ട് യൂസ് ചെയ്യുന്നു പറയുന്നു. അത് അപ്പൊ ശരി. ഞാന് മിനിങ്ങാന്ന് ഈവനിങ് വാക്കിന് പോയപ്പം അലാം അടിക്കുകയും എന്റെ തലയുടെ മേളിൽ വെച്ച് മിസൈൽ പൊട്ടി. തലയുടെ മേളിൽ എന്ന് ഓ വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തൊന്നും അല്ല, എന്നാലും മനസ്സിലായി. നമ്മുടെ നേരെ തലപൊക്കി ഞാൻ കാണുന്ന രീതിയിൽ പൊട്ടി. പക്ഷെ അത് ഭയങ്കര ഒരു ബ്ലാസ്റ്റ് ആയിരുന്നു. കാരണം ഞാൻ പലവട്ടം ഇതിന് മുമ്പ് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതിന്റെ നമ്മൾ ഈ പൊട്ടുമ്പോ ഒരു പ്രഷർ ഉണ്ടല്ലോ, ഈ വിൻഡ് വരുമല്ലോ, എയർ ആ ബൂം, എയർ വിൻഡ് ബൂം. അതെ എയർ പമ്പ് ഇങ്ങനെ വരുന്നത്, അത് കറക്റ്റ് എന്റെ ഫേസിൽ വന്ന് ആ എയർ അടിച്ചു. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഓ ഇങ്ങനെ കാറ്റടിച്ചങ്ങ് പോയി. ഓക്കെ. ഓ അപ്പൊ ഓക്കെ. അത് ഭയങ്കര സൗണ്ട് വരുന്നു. നോർമലി ഒരു മിസൈലിന്റെ സൗണ്ട് അല്ല. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഫത്താഹ് 16 അങ്ങനെ അങ്ങോട്ട് ഒരു മിസൈൽ ഇപ്പൊ യൂസ് ചെയ്യുന്നു പറയുന്നത് കേൾക്കുന്നു ന്യൂസിൽ. ഓ ഓ അത് ശരി. ഇന്നലെ ഈ ഹിസ്ബുള്ളയുടെ ഒരു സീനിയർ കമാൻഡറിനെ, അതായത് ഹിസ്ബുള്ളന്ന് ഇത് മെയിൻ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സീനിയർ കമാൻഡറിനെ കൊന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓ ഒരു അതെ, അത് കണ്ടു റിട്ടാലിയേഷൻ ആണ്. വാർത്ത. അത് ശരി. അതെ അതിന്റെ റിട്ടാലിയേഷൻ ആണെന്ന് തോന്നുന്നു ഈ ഇപ്പൊ നടക്കുന്നത്. അപ്പൊ എന്തായാലും ബി സേഫ്. നമുക്ക് ഇനിയും കാണണം, വാർത്തകൾ നമുക്ക് അയച്ചു തരണം. ഓക്കെ ഉറപ്പായിട്ടും. യാ കാരണം പകുതി ഓക്കെ. എത്തുന്നില്ല. കാരണം ഞാനും ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ എനിക്ക് പണ്ടുണ്ടായിരുന്നതാണ്, ഇപ്പം ആക്റ്റീവ് അല്ല. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇടാന്ന് വെച്ചിട്ട് ഇട്ടിട്ടും യൂട്യൂബ് അത് ഇത് ചെയ്യുന്നില്ല, പുള്ളി ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഓക്കെ, അത് ശരി. അപ്പൊ അങ്ങനെ ഇസ്രായേലിനൊക്കെ നമ്മൾ ടാഗ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ആ വീഡിയോ കേർത്തേയില്ല, അത് അവിടെ കിടക്കുകയാണ്. ഞാനിപ്പോ ഈ നമ്മുടെ വീഡിയോയുടെ തംബ്നെയിലും അതിനകത്തൊക്കെ ഇത് ഇങ്ങനെ ഇടുന്നതിന്റെ കാരണം ഇതാ, ഇവർക്ക് ഒരു പിടിയും കിട്ടരുത്. സ്വാഹ എന്നൊക്കെ പറഞ്ഞ എന്താന്ന് ഇപ്പൊ യൂട്യൂബിന് അറിയില്ലല്ലോ. അതെ അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ട് അത് പോയി, അത് അവര് അടിച്ചു കളഞ്ഞു. അതാണ് ഉണ്ടായത്. അല്ല അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഇട്ടിട്ടാണെങ്കിലും ഇപ്പം ഒന്നും കയറുന്നില്ല. അതായത് ഒരു വ്യൂവില്ല, ഞാൻ കാണുന്ന വ്യൂ മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. ചില വീഡിയോസിനൊക്കെ എനിക്ക് 8,000 ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ ചിലതിന് കയറുന്ന പോലും ഇല്ല. ഇപ്പം ഇസ്രായേൽ, ഹമാസ് അല്ലെങ്കിൽ ഗാസ എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സാധനം കയറത്തേയില്ല. അതെ. എന്തായാലും നമുക്ക് ഇനിയും സംസാരിക്കണം ജീവനോടെ. ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ ബി സേഫ്. ഓക്കെ ബി സേഫ്. ബൈ ബൈ. കോട എടുക്കാൻ മറക്കണ്ട, മിസൈൽ വരും. കോട എടുത്തിട്ട് വലിയ കാര്യമില്ല. അതെങ്കിലും ഉണ്ടെന്ന് പറയാലോ. ബൈ ബൈ. അതെ ബൈ ബൈ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ. നമ്മളുടെ ഭരതാഞ്ജലി കേൾക്കാമോ? ഹലോ ആരിഫ്. പറയൂ. നമ്മള് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് കുറച്ചും. അത്
ഒന്ന് ലേശം ഉറക്കെ പറയാവോ? സൗണ്ട് വളരെ കുറവാ. യൂട്യൂബ് കേൾക്കുന്നുണ്ടോ? ആ, പറയൂ. താങ്കൾ ആ യൂട്യൂബ് ഒക്കെ തുടങ്ങിയ ടൈമിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഓ ഉള്ള ആ ഒരു വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇന്ന് മറ്റേ മിസൈൽ പോലെ പോയി 2 അതെ അതെ അതെ. ലക്ഷത്തി മിസൈൽ എന്ന് ആയിട്ടുണ്ട്. പറയരുത്, വേറെ എന്ത് വേണേലും പറഞ്ഞോ. അപ്പോൾ പയ്യൻ ഞാൻ വളരെയല്ലേ. ഇന്ന് ഹാരിസ് സുൽത്താനായിട്ടുള്ള ആ ഒരു വീഡിയോ ഏകദേശം ആ ഫുള്ള് കണ്ടു, ഓ മുക്കാൽ ഓ ഭാഗം ഓ കണ്ടു. ഓ അപ്പൊ അത് താങ്കളൊരു കുറച്ചൊരു നല്ലൊരു ഇതിലേക്ക് താങ്കളുടെ വ്യൂസ് എത്താനായിട്ട് ഒരു ഗ്ലോബൽ ഇതിലേക്ക് താങ്കൾ എത്താനുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ ഉം, ഉം. കാണുന്നത്. അതെ, ഞാൻ അത് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഈ നമ്മളുടെ ചാനലിൽ കഴിയുന്നതും ഈ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതുപോലെ നോൺ മലയാളീസിന് വേണ്ടിയിട്ടുള്ള സംഗതികൾ മറ്റ് ചാനലുകളിൽ പോയിട്ട് ചെയ്യാമെന്നുമാണ് നമ്മളുടെ പുതിയ സ്ട്രാറ്റജി. രണ്ടും കൂടി ഇതിൽ ചെയ്തിട്ട് കാര്യമില്ല, കാരണം നമുക്കിവിടെ വ്യൂസ് കിട്ടുന്നത് കുറവാണ് പൊതുവെ മറ്റ് ലാംഗ്വേജിൽ ചെയ്യുമ്പോൾ. പിന്നെ പറയാനുള്ളത്, ഞാൻ ഒരു ഇന്ത്യൻ കൾച്ചറിലൊക്കെ ഒരു അഭിമാനിക്കുന്ന ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണ്. ക്രിസംഗിയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. അങ്ങനെ പറയണ്ട. ആ, അപ്പം ഞാൻ ഇപ്പം അങ്ങനെയാ ഇസ്ലാമിനെ പറയാറ്. കുറിച്ചാണ് കൂടുതലും പഠിച്ചത്. ആ, ക്രിസ്ത്യൻ ഇതിനെക്കാട്ടും എനിക്കിപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് അറിയാമെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഒറ്റ മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാവോ? ആ മെറീന ജോഷി ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡിവൈസ് കണക്റ്റഡ് അല്ല. അപ്പോൾ ഒന്ന് റീകണക്ട് ചെയ്തിട്ട് വന്നാൽ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഓക്കെ, കുറച്ച് നേരമായി പറയണമെന്ന് വിചാരിക്കുന്നു, ഇപ്പോഴാണ് ഓർമ്മ വന്നത്. തുടർന്നോളൂ ഭരതാഞ്ജലി. അപ്പോ പറഞ്ഞു വന്നത്, ആ നമുക്ക് ഈ ക്രിസ്ത്യൻസ് കാറ്റഗിസം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് 2 പേര് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിച്ചു. ശബ്ദം കുറവാണേ, ഉറക്കെ പറയണേ. ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് 2 പേര് സംസാരിച്ചിരുന്നു ആ മുമ്പ്. അപ്പൊ അവര് ആ കാറ്റഗിസത്തിൽ നമ്മൾ ഇത് പഠിക്കുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ കുറെ ഉം, ശരിയാണെങ്കിലും ഉം, ഇതൊന്നും കുട്ടികളുടെ മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. കാരണം ഈ ചർച്ചിന്റെ ഹിസ്റ്ററി ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് നോട്ട് ഇൻട്രസ്റ്റഡ്. അവർ 10ാം ക്ലാസ് കഴിഞ്ഞ് അവരോട് ചോദിച്ചു നോക്കിയാൽ അവർക്ക് ABCD അറിയില്ല. അത്രയേ ഉള്ളൂ കാറ്റഗിസത്തിന്റെ കാര്യം. അത് അതർ റിലീജിയൻസിനെ കുറിച്ച് ഇവർ ഒന്നും അറിയുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല. എന്താണ് ഈ അതിനൊക്കെ ഞങ്ങളെ എബ്രഹാമിക് മദ്രസ ചത്താലും മറക്കൂല. അതാണ് ഇവരുടെ അവസ്ഥ. അതെ. അതേപോലെ ഇപ്പം ബേസിക്കലി ഈ യഹൂദ മതത്തിനെ കുറിച്ചും ഈ ഇസ്ലാം മതത്തിനെ കുറിച്ചൊക്കെയുള്ള കണക്ഷൻസ് പോലും ഇവർക്കറിയില്ല. ഇപ്പൊ ഈ കുറച്ച് യൂട്യൂബ് ചാനലുകളും കാര്യങ്ങളും ഒക്കെയാണ് കുറച്ചുകൂടെ ഇവർ ഇതിനെപ്പറ്റി ഇപ്പൊ മനസ്സിലാക്കി വരുന്നത്. ഉം, അപ്പോൾ താങ്കൾ ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കിയത് ഏറെക്കുറെയൊക്കെ ശരിയാണ്. ഞാൻ ഉം, മനസ്സിലാക്കുന്നിടത്തോളം ഏറെക്കുറെ ശരി തന്നെയാണ്. പിന്നെ ഉം, എനിക്ക് അതിലൊരു പറയാനുള്ള ഈ ന്യൂ ടെസ്റ്റമെന്റ് ഓൾഡ് ടെസ്റ്റമെന്റ് ഞാൻ മനസ്സിലാക്കുന്നത്, ഉം, ന്യൂ ഓൾഡ് ടെസ്റ്റമെന്റ് ഇത് യഹൂദരുടെ കുറെ ചരിത്രങ്ങളൊക്കെയാണ്. ഉം, ന്യൂ ടെസ്റ്റമെന്റിൽ അവരുടെ ഘടകവിരുദ്ധമായിട്ടാണ് ഇതിൽ വരുന്നത്. കാരണം അതിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഉം, ഈ യഹൂദരുടെ നിയമപ്രകാരം ഈ വ്യഭിചാരം അങ്ങനെയുള്ള വിഷയങ്ങൾ പിടിക്കപ്പെട്ടാൽ സ്ത്രീകളെ എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. ഉം, അത് ഒരു ഇതും ഇല്ലാണ്ടാണ് ഈ ജീസസ് എന്ന് പറയുന്ന ആ വ്യക്തിത്വം അതിനെ പരസ്യമായിട്ട് അത് തടയുകയും ആ കുറ്റത്തിൽ സമൂഹം ആരോപിക്കുന്ന ഒരാളെ വെറുതെ വിടുകയും ചെയ്യുന്നത്. ഉം, 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 അതേപോലെ തന്നെ ഈ ഇവരുടെ 10 കമാൻഡ്മെന്റ്സ് ഉം, അതിൽ പക്ഷെ അതിൽ ഒരു ഒന്നും കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതായിട്ടും കാണുന്നില്ല. അത് ഉം. അന്നും ഇന്നും ഒരു റെലവൻസ് ഉള്ള ഒരു ഓക്കെ. കമാൻഡ്മെന്റ് തന്നെയാണ്. ഉം, 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 അപ്പൊ അതിലൊക്കെ ഇവര് കോമൺ ഇതുണ്ട്. ഇനി ഉം, ഈ ഉം, ക്രിസ്ത്യൻസ് അല്ല യഹൂദര് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിഷയം ഇപ്പൊ ഒരു ചർച്ചാ വിഷയമല്ല ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്. ഉം, ഉം, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഹിസ്റ്ററി പ്രകാരമായിട്ട് ചിന്തിക്കും. ഇപ്പൊ ഈ യഹൂദര് വിവിധ രാജ്യങ്ങളിൽ അവർ നേരിട്ട പീഡനങ്ങള്, ഉം, അവര് വളരെയധികം ആ ജർമ്മൻ നാസി പീഡനമൊക്കെയാണ് നമ്മൾ യഹൂദരെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിൽ വരും. ഇപ്പൊ ആൻ ഫ്രാങ്കിന്റെ ഓ പുസ്തകമൊക്കെ ഓ ഓ. വായിച്ചവർക്ക് അറിയാം അതിന്റെ ഒരു അവസ്ഥ എന്താ. അപ്പൊ ആ ഒരു എന്ന് വെച്ചാൽ രീതിയിൽ നിങ്ങൾ മതത്തിന് അതീതമായിട്ടാണ് ആ വിഷയങ്ങൾ ഇപ്പൊ കാണാൻ ശ്രമിക്കുന്നത്, ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണ് കാണുന്നത്. കാണുന്നതെന്ന് ഞാൻ ധരിക്കുന്നത്. ഉം, ഉം. കാരണം നിങ്ങൾ ഈ ചോദിക്കണോണ്ട് വിചാരിക്കരുത്, ഈ ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ അതിൽ കുറെ സഭകളുണ്ടല്ലോ, അതിൽ ഏത് സഭയായിട്ടാ വരാ? നമ്മള് സിറിയൻ ഇതിലാണ് വരിക. അതായത് ഇവിടുത്തെ സുറിയാനി. മേജർ ആയിട്ടുള്ള അതെ സുറിയാനി ക്രിസ്ത്യൻ. അതെ അതെ. ഓ ഓക്കെ. അപ്പോൾ അപ്പോ അത് ക്രിസ്ത്യാനികളിലെ സവർണ വിഭാഗമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. ഓക്കെ. ശരി അപ്പോ ശരി.
ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് ഉം. ഡിസ്ട്രാക്ട്. അല്ല നിങ്ങൾ പറഞ്ഞു വന്നത് ഈ ആ, മറ്റേ മതത്തിനേക്കാൾ ഉപരി അവർ അതെ നേരിട്ട അതെ അതെ. പ്രശ്നങ്ങളൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ഈ ഒരു ഓർക്കുന്നതെന്നാണ് പറഞ്ഞത്. സമൂഹത്തിന് ഒരു രാജ്യം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കിട്ടുകയാണ്. ഉം. അപ്പൊ അത് അവർ അത്രയും കാലം അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു ജനതയ്ക്ക് കിട്ടിയത് ആ രീതിയിൽ നമ്മൾ അതിനെ ഇന്ത്യയിൽ ഉം. നിന്നൊക്കെയുള്ള ഇത് ആൾക്കാർ ഇത് എടുക്കുന്നുള്ളൂ. അല്ലാണ്ട് വേറെ അതിൽ സെന്റിമെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ല ഇതിപ്പോ താങ്കളുടെ വ്യൂ പോയിന്റ് ആണോ അതോ മെജോറിറ്റിയും ക്രിസ്ത്യൻസ് അങ്ങനെയാണെന്നാണോ പറഞ്ഞു വെക്കുന്നത്? എനിക്ക് തോന്നുന്ന ഒരു 50% ആ രീതിയിൽ തന്നെയായിരിക്കും ഇതിനെ കാണുന്നത്. ഉം. ഓൾഡ് ഉം. ജനറേഷനെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ന്യൂ ജനറേഷനിലെ ആൾക്കാർക്ക് ഹിസ്റ്ററി അറിയാവുന്നതുകൊണ്ട് ഉം. 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 ഇവരൊരു ഓക്കെ. വേട്ടയാടപ്പെട്ട ജനത അവരൊരു രാഷ്ട്രമായിട്ട് വരുന്നു. അത് പറഞ്ഞ പോലെ ആരിഫ്ജി പറയുന്ന പോലെ തന്നെ അവർ അതിന് ശേഷം ഉം. അവരുടെ പഴയ നിയമത്തിലെ പോലുള്ള ക്രൂരതകളൊന്നും അവർക്കില്ല. പിന്നെ അവര് ഇല്ല. സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകുന്നു. ആ വെറും ഉം. ഒരു വെറും മണൽക്കാടായ സ്ഥലമാണ് അവർ ഇത്രയും ഡെവലപ്പാക്കി എടുത്തത്. ഉം. ഉം. ഏത് അവരെ ഒരു കാര്യത്തിൽ വഴിക്ക് അവർ വിടാം. മുൻപന്തിയിലാണ്. ഉം. അതെ. അപ്പൊ അതേ ഉള്ളൂ. എന്താ പിന്നെ യെസ്. എന്തായാലും ഇവര് കൾച്ചറലി ഇവർക്ക് നമ്മളിപ്പോ നമ്മളെ ജൂതപ്പള്ളി ഉണ്ടല്ലോ എറണാകുളത്തുള്ള, താങ്കൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഉവ്വ്. ആ. അവർ ആരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കുക. കാരണം അതിന്റെ ആ ജൂതപ്പള്ളിന്റെ ഒരു ഭിത്തി ക്ഷേത്രവും ഒരു ഭിത്തി ഉം. ഉം. ജൂതപ്പള്ളിയാണ്. കോമൺ ഉം. ഇതാണ്. അപ്പൊ ഇവരെ ഉം. സംബന്ധിച്ചിടത്തോളം അങ്ങനെ അത്ര ഇവർ ഈ പറഞ്ഞു വരുത്തുന്ന ഒരു അയിത്തോ കാര്യങ്ങളോ മറ്റു സമൂഹമായിട്ടുള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല. ഉം. അപ്പൊ അവരെ നിഷ്കരണം ഇങ്ങനെ നമ്മള് പക്ഷേ ഇപ്പം നമ്മൾ പറയുമ്പോൾ പറയുന്നത് ഇപ്പോൾ ചില വീഡിയോസൊക്കെ എങ്കിലും നിങ്ങൾ കണ്ടു കാണും. ഇസ്രായേലിനകത്തുള്ള ചില എന്താ പറയുക കട്ടർ ജൂതന്മാർ അവർ ഈ അത് ക്രിസ്ത്യാനികൾക്ക് നേരെ കണ്ടിട്ടുണ്ട്. തുപ്പുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഉം. അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ന്യൂനപക്ഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉം. അത് അവിടെ നിന്ന് അനുവദിക്കപ്പെട്ട കാര്യമൊന്നുമല്ല അവർ ചെയ്യുന്നത്. പബ്ലിക് ഉം. ഉം. സ്പേസിലാണ് ചെയ്യാൻ പാടില്ല. അത് പക്ഷെ ഉണ്ട്, ഒരു വിഭാഗം അതും ഉണ്ട്. അതെ. അവർ വളരെ ന്യൂനപക്ഷമാണ്. അവര് പാലസ്തീന് വേണ്ടിയും അവർ ഇതാക്കുന്നുണ്ട്. അതെ. ഇസ്രായേൽ അതെ. പാലസ്തീൻ നടക്കുന്ന ആക്രമണത്തിനെതിരെ അവർ പ്രതികരിക്കുന്നുണ്ട്. ഉം. 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 ഓക്കെ. അങ്ങനെ ഒരു അപ്പോൾ വിഭാഗം. എന്തായാലും ആയിക്കോട്ടെ, താങ്കൾ ഞാൻ എല്ലാവിധ ആശംസകളും തീർച്ചയായിട്ടും വളരെ നന്ദി. എന്തായാലും നമ്പറൊക്കെ ഒന്ന് കുറിച്ച് വെച്ചോ. 250 എങ്ങാണ്ടായി നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ്. പണ്ട് നമ്മൾ കുട്ടിയായിരിക്കുമ്പോഴാണ് നമ്മൾ പണ്ട് കണ്ടതെന്നാണ് പറഞ്ഞത്. അതെ, ഞാനൊരു ചെറിയ ഇനി വീഡിയോ ഇട്ട് തന്നിരുന്നു. താങ്കൾ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തുടക്കകാലത്ത്. ഒരു ആണോ? അഫ്ഗാൻ യുദ്ധകാലത്ത് അഫ്ഗാൻ? അഫ്ഗാനിൽ താലിബാൻ ഭരണം പിടിച്ച സമയത്തുള്ള ഒരു വീഡിയോ. ഓ അത് ശരി. കുറേ 2021 അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് 500K ആകുമ്പോൾ കാണാം. ഓക്കെ. ഓക്കെ എന്നാൽ ബൈ. ഓ സോറി. ശിവപ്രസാദ് പെട്ടെന്ന് പറഞ്ഞോളൂ. ഓക്കെ ഡോക്ടർ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. സോഷ്യോളജി പ്രൊഫസർ പറയൂ കാര്യങ്ങൾ. ഓക്കെ, 2 ചോദ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഒരു കോൾ സീരീസും ഇപ്പൊ നടത്തുന്നുണ്ടല്ലോ, മറ്റേ കോൾ റെക്കോർഡിംഗ് സീരീസ്. അപ്പൊ അതില് നിങ്ങൾക്ക് ഉപകാരമുണ്ടോ? എന്താണ് ഡോക്ടർ? നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോന്ന് ചോദിക്കുക നിങ്ങളുടെ റിസർച്ചിൽ. ഓ അതുണ്ട്, തീർച്ചയായും ഉണ്ട്. അപ്പൊ എനിക്ക് എന്താ പറയുക, ആ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറയൂ. ഓക്കെ. അപ്പൊ അതില് ഈ ഒരാള് പറഞ്ഞു ഇങ്ങനെ പ്രവാചകന് നിന്ദിച്ച് പറയുന്നവര് പിഴച്ചുപെട്ടവരാണ്. അങ്ങനെയുള്ള ഒരു എന്താ പറയാ സംസ്കാരശൂന്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് വർത്താനം പറഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, വേറെ ഇപ്പോ താങ്കൾ ഇസ്ലാമിനെ മാത്രമല്ലല്ലോ, വേറെ മതങ്ങളെയും വിമർശിക്കുന്നുണ്ട്. അപ്പോ വേറെ മതസ്ഥരിൽ നിന്ന് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഒരു സംഭവം കൂടുതലോ എങ്ങനെയെങ്കിലും? പിന്നെ ഭീഷണിയല്ല, ഭീഷണിയും പിന്നെ ഇതുപോലെ എന്താ പറയാ സംസ്കാര ശൂന്യമായിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും അങ്ങനെയുള്ളത് വേറെ മതസ്ഥരിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാല്, പണ്ടത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി, ഇപ്പോ ഒരു ഊബർ വിളിക്കുമ്പോ അതിലൊരു മുസ്ലിം നാമധാരിയുടെ പേര് വരുമ്പോ പേടിയാവും, മറ്റൊരു യുക്തിവാദികളെ കളിയാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ ഒരു ഹോട്ടലിൽ കയറിക്കുമ്പോ ഇവരെല്ലാം തുറിച്ചു നോക്കുന്നു. അപ്പോ ഇതൊന്നും യുക്തിവാദികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്തൊക്കെ ഇതിൽ കൂടെ കടന്നു പോകുന്നു. യുക്തിവാദിയല്ല, യുക്തിവാണങ്ങൾ പറഞ്ഞാൽ. അയ്യോ, ഓക്കെ. അപ്പോ എന്റെ ചോദ്യം എന്ന് വെച്ചാല്, എന്തൊക്കെ എപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ഡോക്ടർ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, എന്തൊക്കെ മാറ്റങ്ങൾ വന്നാൽ
എനിക്ക് സേഫ് ആയിട്ട് എനിക്കും എൻ്റെ ഒരു കമ്മ്യൂണിറ്റി, അതായത് എക്സ് മുസ്ലിം ആയിക്കോട്ടെ, എന്താ പറയുക, യുക്തിവാദികളായിക്കോട്ടെ, ഇവർക്ക് സേഫായിട്ട് നടക്കാം. അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പേടിക്കേണ്ടി വരില്ലല്ലോ. അങ്ങനെയുള്ള മാറ്റം ഈ രണ്ട് ചോദ്യങ്ങളാണ്. ഈ മറ്റ് മതങ്ങളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉള്ള ആ ഒരു എന്താ പറയുക, വളരെ മോശമായിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത് അതെനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ തെറി വിളിക്കാൻ വേണ്ടി നമ്മളെ പ്രൊഫൈലിൽ വരുന്നു. നമ്മൾ നോക്കുമ്പോൾ അവർ കാണുന്ന എന്താണ്, നമുക്ക് ഇരട്ടത്താപ്പില്ല, നമ്മളെല്ലാത്തിനെയും പറയുന്നുണ്ട്. നമ്മൾ ഒരെണ്ണത്തിന് ഈ ഗണപതി മിത്തും അള്ളാഹു മുത്തും എന്ന് പറയുന്ന ടീമല്ല നമ്മൾ. അത് കാണുമ്പോഴാണ് ഇവർക്ക് പ്രശ്നം. നമ്മളെല്ലാത്തിനെയും വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ പ്രശ്നമില്ല. ഇവിടെ സംഭവിക്കുന്നത് ചിലതിനെ താങ്ങും ചിലതിനെ വല്ലാതെ ഇട്ട് അങ്ങ് വിമർശിക്കുകയും ചെയ്യുമ്പോൾ അത് പറ്റില്ല എന്ന് പറയും. അത് ന്യായമായൊരു ആവശ്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഗണപതി വിവാദം ഉണ്ടായപ്പോൾ പോലും ഈ തീവ്ര ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ, ഇവിടുത്തെ സംഘ പ്രവർത്തകരൊക്കെ എന്താ പറഞ്ഞത്, ഇത് ഷംസീർ പറഞ്ഞ ഒരു പ്രശ്നമാണ്, ഇത് യുക്തിവാദികളാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത്. കേട്ടിട്ടുണ്ടാവും. ഉണ്ട്. താങ്കളും ഇപ്പൊ പല വീഡിയോസിൽ പറഞ്ഞു എനിക്ക് തോന്നുന്നു. എനിക്കൊരു കേട്ടൊരു ഓർമ്മയാണ്, എനിക്ക് ഉറപ്പില്ല. മറ്റേ രാമായണം, മഹാഭാരതത്തെ വിമർശിച്ചിട്ടുണ്ട്. ഇതൊക്കെ മാനിക്കുന്ന ആളാണ് ഞാൻ വിശ്വാസിയായിട്ടുള്ള ആള്. താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയുന്ന ഒരു പ്രശ്നമില്ല. ഇപ്പൊ താങ്കളാണ് പറയുന്നത് ഒരു പ്രശ്നമില്ല. അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാറുണ്ട്. അത് അവർക്കൊരു പ്രോബ്ലമായിട്ട് വന്നിട്ടില്ല. കാരണം നമ്മൾ ഇരട്ടത്താപ്പില്ല എന്നുള്ളതാണ് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന കാര്യമാണ്. ഈ വിഷയങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഇരട്ടത്താപ്പാണ്. നിങ്ങൾ ഈക്വലായിട്ട് കാര്യങ്ങളെ കാണൂ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എളുപ്പമാണ്. ഓക്കെ. പിന്നെ ഈ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു യുക്തിവാദങ്ങളുടെ വിഷയം. അതും ഈ പറഞ്ഞ പോലെയാണ്. അതായത് നേരത്തെ പറഞ്ഞല്ലോ, ഒരഞ്ഞു തീരാനുണ്ട് ഈ സാധനം. മറ്റു മതങ്ങൾ ഒരഞ്ഞു തീർന്നതാണ്, ഇസ്ലാം ഒരഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് തീരാൻ കുറച്ച് സമയം എടുക്കും. അതിന് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ കിതാബാണ് അതിൽ ഏറ്റവും വലിയ തടസ്സം. അപ്പോൾ അത് കുറച്ചും കൂടി എല്ലാവരും മെനക്കെട്ട് ചെയ്താൽ, അതോടൊപ്പം ഇവിടെ ഈ നിയമ സംവിധാനങ്ങൾ കൂടി അവിടെ ശക്തമാവണം. അതിന് ഇതിൽ പിടിച്ചു കെട്ടുന്ന കാര്യത്തിൽ നിയമങ്ങൾ കൊണ്ട്, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡൊക്കെ വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ മതം നിയമത്തിന് അതീതമല്ല, ഈ നിയമത്തിന് താഴെയാണ് ഈ മതം നിൽക്കുന്നുള്ളൂ എന്നൊരു ചിന്ത വന്നാൽ സ്വാഭാവികമായിട്ട് ഇത് കുറയും. അങ്ങനെയാണ് ഇപ്പോൾ ഒരു മുഹമ്മദ് എന്നുള്ള വാക്ക് ഒരു ചോദ്യപേപ്പറിൽ ഇട്ടതിൻ്റെ പേരിൽ കയ്യും കാലും വിപരീത ദിശയിൽ നിന്ന് വെട്ടി മാറ്റിയത്. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഒരു 10 പേരുടെയെങ്കിലും കയ്യും കാലും വിപരീത ദിശയിൽ നിന്ന് വെട്ടി മാറ്റേണ്ട അവസ്ഥയിലാണ്. പക്ഷെ എന്താ ഇവിടെ നടക്കാത്തത്? ഇപ്പോൾ നിയമം ശക്തമാക്കി. യെസ്, അത് തന്നെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇസ്ലാമിനെ പിടിച്ചു കെട്ടാൻ കഴിയും, അതിന് നിയമങ്ങൾ വിചാരിക്കണം. അതാണ് സൗദി അറേബ്യ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പണി ഇവിടുത്തെ നിയമത്തിന് ചെയ്യാം, അതവർ ചെയ്യുന്നില്ല. ചെയ്താൽ ഇത് എളുപ്പമാണ്. പറ്റാവുന്നിടത്തൊക്കെ അത് ചെയ്യണം. ശക്തമാണ്. ഇപ്പോ യു എസിലാണ് നമ്മുടെ സൽമാൻ റുഷ്ദി ആക്രമിക്കപ്പെട്ടത്. യെസ്, അവിടെയുണ്ട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അത് തന്നെയാണ് കാര്യം. ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഈ വോക്കുകളാണ് അതിന് വഴി വെക്കുന്നത് കൂടുതലും. അതിനെക്കുറിച്ച് പറയരുത്, ഇസ്ലാമോഫോബിയ എന്നും പറഞ്ഞിട്ട് എല്ലാം അവിടെ വഴിമുടക്കികളായിട്ട് നിൽക്കും. യുക്തിവാദങ്ങൾ എന്ന് വിളിക്കുന്നത് അവരെയാണ്. ഓക്കെ, താങ്ക് യു. ശരി, ബൈ. നസീഫ്, പെട്ടെന്ന് പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? പറയൂ നസീഫ്. വെൽക്കം ബാക്ക്. ഞാന് അന്ന് വിളിച്ചിരുന്ന ആളാണ്. ഞാൻ ഒരു ദിവസം വിളിച്ചിരുന്നു. മനസ്സിലായി. ഓർമ്മ ഉണ്ടാവില്ലേ? ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മൾ ഈ യുദ്ധങ്ങളുടെ ഒക്കെ ഒരു ബേസിക് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതാണല്ലോ. ആ ഒരു സംഭവം ഇപ്പൊ ഞാനിപ്പോ നാട്ടില് ഇപ്പൊ കേരളത്തില് ആരോട് സംസാരിച്ചു കഴിഞ്ഞാലും അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ ഒരു മതം. എങ്ങനെ ഈ ആളുകളെ കൊല്ലുന്ന സംഭവങ്ങളും കാര്യങ്ങളും അതായത് നമ്മുടെ നാട്ടില് ഇത് പഠിക്കുന്നത് തന്നെ ഈ മായം ചേർത്തിട്ടാണല്ലോ പഠിക്കുന്നത്, മതത്തിൽ നിന്ന് പഠിക്കുമ്പോഴൊക്കെ. അപ്പൊ ആ ഒരു മായം ചേർത്ത് കാരണം ഇവർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഈ മതത്തിന് ഇതുപോലുള്ള ഈ വയലൻസിലുള്ള റോൾ എന്താന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ഇപ്പൊ ഞാൻ കേരളത്തിലല്ല, പുറത്താണ്. ഇവിടെയൊക്കെ കണ്ടുവന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാല് പിന്നെ ഈ മുസ്ലിംസ് എന്ന് പറയുന്നത് വേറൊരു ഏരിയ, അവിടെ അവര് മാത്രം, അവിടെ വേറൊരു മതക്കാരും താമസിക്കില്ല. അതുപോലെ തന്നെയാണ് ഹിന്ദുസിന്റെ ഏരിയ.
അവിടെയും വേറൊരു മതക്കാരൊന്നും താമസിക്കില്ല. ഇവർക്ക് രണ്ടു പേർക്കും പരസ്പരം ഭയങ്കര ഉള്ളിൽ ഭയങ്കര ദേഷ്യാണ്, ഭയങ്കര പകയാണ്. ഇതെവിടെയാ സ്ഥലം? കർണാടകയിലാണ്. കർണാടകയിൽ കേരളത്തിന് പല ഏരിയകളിലും അങ്ങനെയാണ്. അതെ, നമുക്ക് നേരിട്ട് അനുഭവം ഉണ്ട്. ഇപ്പൊ ഞാന് ഇപ്പൊ എന്റെ മുസ്ലിം നാമധാരി ആയതിന്റെ പേരിൽ എന്നെ ഇറക്കി വിട്ട സ്ഥലങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പിന്നെ ഈ മുസ്ലിമിന്റെ പേരിൽ ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരുപാട് സ്വീകാര്യത കിട്ടിയ സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് അവിടെ ഭയങ്കര ഡിഫറൻസ് ആണ്. അതായത് ഇപ്പൊ ഇവിടെ ഒരു തീപ്പൊരി ഇട്ട് കഴിഞ്ഞാൽ ആകെ കത്തിപ്പടരും. ആ രൂപത്തിലാണ് അവരുടെ ഉള്ളില്. ഇവർക്കാണത് നമ്മളെ ആൾക്കാരെ അവരെന്തൊക്കെ ചെയ്തു, ആ ഒരു വികാരം ഉള്ളത് ഇവിടെ ഉള്ള. കാരണം ഇവര് സെപ്പറേറ്റ് ചെയ്തിട്ടാണല്ലോ നിൽക്കുന്നത്. നമ്മളെ നാട്ടിലൊരു മദ്രസയിൽ ഒരു കുട്ടികൾ പഠിക്കുന്ന പോലെയല്ല ഇവിടെ ഉള്ളവർ പഠിക്കുന്നത്. ഇവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെയല്ല, അവര് വേറെ ഇവര് വേറെ. അതുകൊണ്ട് ഈ കേരളത്തിലുള്ളവർക്ക് ചിലപ്പോൾ അത്രത്തോളം മനസ്സിലാവുന്നുണ്ടാവില്ല. ഞാൻ ഇവിടെ വന്നിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? ബാംഗ്ലൂർ ഒരു RT നഗർ എന്നൊക്കെ പറഞ്ഞ ഏരിയയിലേക്ക് പോയിട്ടുണ്ടോ? RT നഗർ അറിയില്ല. എപ്പോഴെങ്കിലും സൗകര്യമുള്ളപ്പോ ഒന്ന് പോകുന്നത് നല്ലതാ, ഒരു ഏകദേശ ധാരണ കിട്ടും. ഞാൻ ബാംഗ്ലൂരിൽ തന്നെയാണ് ഞാൻ കാര്യമായിട്ട് കണ്ടിട്ടുള്ളത് ഈ പരിപാടികളൊക്കെ. അപ്പോ അത് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. അതൊരു അപകടമാണെന്നും അത് വർദ്ധിക്കുന്നുണ്ട് എന്നും അത് നമ്മുടെ നാട്ടിലും വരുന്നു എന്നും അത് ഈ യൂറോപ്പിലടക്കം അത് വർദ്ധിച്ചു എന്നും അത്തരം ഏരിയ വർദ്ധിച്ച് പോലീസിന് പോലും അങ്ങോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു എന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളെ നോ ഗോ സോൺസ് എന്ന് വിളിക്കുന്ന അവസ്ഥയുണ്ടെന്നും അത് അവസാനം ആ രാജ്യത്തെ നിയമം അവർ ബുൾഡോസറുമായി വന്ന് ഇടിച്ചു നിരത്തുന്ന അവസ്ഥയുണ്ട് എന്നൊക്കെയാണ് നമ്മളിവിടെ എപ്പോഴും പറയാറുള്ളത്. അതെ, ഞാൻ കണ്ടു. ചെറിയൊരു നിസ്സാരമായിട്ടുള്ള ഇഷ്യൂ വലിയ എന്താ പറയാ വലിയൊരു അക്രമ രൂപത്തിലേക്ക് എത്തിയതൊക്കെ ഞാനിവിടെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് എന്താന്ന് വെച്ചാൽ രണ്ട് ടീമാണ്, അത് അവരുടെ ആൾക്കാർ ഇത് ഇവരുടെ ആൾക്കാർ എന്നുള്ള സാധനം. ഇതൊന്നും നമ്മളെ കേരളത്തിൽ നമ്മളിപ്പോ ഒരു സ്കൂളിൽ ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികൾ പല മതക്കാർ പോലും പരസ്പരം വേഷവിധാനത്തിൽ പോലും നമുക്ക് അറിയുന്നില്ലല്ലോ. നമ്മൾ അത് ചോദിക്കുന്നില്ല, പേര് ചോദിച്ച് ഏത് മതം നോക്കിയിട്ടല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇപ്പൊ ആര് വന്നാലും അവൻ ഏത് മതക്കാരനാണെന്ന് പ്രത്യേകം അവനെ കണ്ടാൽ അറിയാൻ പറ്റും. ഒരു ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ അവന്റെ വേഷവിധാനങ്ങളും അവന്റെ കയ്യിലും കാലിലുള്ള ആഭരണങ്ങളൊക്കെ നോക്കിയാൽ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് നേരെ മുസ്ലിംസിന്. അത് ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അത് ഇന്ന മതക്കാരന്റെ കുട്ടിയാന്ന് പ്രത്യേകം എടുത്തറിയാൻ പറ്റും. ഒരുപാട് ആ ഒരു രൂപത്തിലാണ് അവര് ജനിച്ച മുതലേ വളർന്ന് ഇതായി വരുന്നത്. ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം നമ്മളെ മതത്തില് അത് അവരെ എതിർക്കണം എന്ന് പറയുന്നുണ്ട്. ആ ഒരു എതിർപ്പ് ഇവരെ മനസ്സിൽ നന്നായിട്ടുണ്ട്. ഈ സംഭവം നമ്മൾ കേരളത്തിൽ നമ്മളൊരു ഫ്രണ്ട്സിനോടോ ആളുകളോടോ സംസാരിച്ചു കഴിഞ്ഞാൽ അവരത് അംഗീകരിക്കുന്നില്ല. ഈ മതത്തിൽ ഇത് ശരിക്കും ഇങ്ങനെ ഉണ്ട്, പക്ഷെ നമ്മളത് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന ഈ കിതാബിൽ ഇത് തന്നെയാണ് പറയുന്നത്. ജുമുഅക്ക് നമ്മൾ ഓതുന്ന ഈ ഒരു സംഭവത്തിൽ ഈ ഒരു സാധനമൊക്കെ എടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ അറബിയിലായതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല എന്നുള്ളൂ. പക്ഷെ ഇതൊക്കെ അവരെന്നെ ഈ പറഞ്ഞ പോലെ സ്വന്തം നാട് വിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ അവർക്കത് നേരിട്ട് ബോധ്യപ്പെടും. അതെ, എന്തായാലും ഓർമ്മിപ്പിച്ചത് നന്നായി. ഇത് കേൾക്കുന്ന ആളുകൾ നേരിട്ട് പോയി കാണട്ടെ, ടൂർ പോകുന്ന കൂട്ടത്തിൽ. ഓക്കെ, താങ്ക് യു. ശരി. യെസ്, ഇതിപ്പോ ലൈവ് നിർത്തിയിട്ട് കിടന്ന് ഉറങ്ങാന്ന് ഞാൻ വിചാരിച്ചിട്ട് നടക്കും തോന്നില്ല. കാരണം അമേരിക്കക്കാർ മുഴുവൻ കയറ് പൊട്ടിച്ച് വന്നിരിക്കുകയാണ്. ആൻസൺ ആൻഡോ കാനഡക്കാരൻ പറഞ്ഞോളൂ. ഡെഡിക്കേഷൻ. അതെ, നാട്ടുകാർ അങ്ങനെയൊക്കെയാണ് തെറ്റിദ്ധരിക്കുക. സംഭവം ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറ്റണ്ടേ? അറിയാം, കാരണം എന്താ വെച്ചാൽ ബായി പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് ആൾക്കാർക്ക് അറിയുന്നത് കൊണ്ടാണ് ഇത്തരം പേര്. ഇനിയിപ്പോ കഴമ്പ് ലേശം കുറയ്ക്കണം അപ്പൊ അല്ലേ? ശരി, കഴമ്പ് കുറയ്ക്കൊന്നും വേണ്ട. സുരേഷ് ഗോപി ജയിക്കുന്ന ഞാൻ പറഞ്ഞതിന് ഇലക്ഷന് മുന്നേ ഞാൻ പറഞ്ഞതിന് ഒരുപാട് തെറി കേട്ട ആളാണ് ഞാൻ. അപ്പൊ പിന്നെ ഞാൻ തൃശ്ശൂരുകാരനാണ്, അതുകൊണ്ട് ശരി. അപ്പൊ പിന്നെ പ്രഡിക്ഷൻ ഫലിച്ചു. അത് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയാം ആരിഫ. ഇപ്പൊ നമുക്ക് ഇസ്രായേലിനെ പരസ്യമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. വളരെ വലിയൊരു വിഷയമാണ് അത്. എനിക്കതൊരു വിഷയമൊന്നുമല്ല. നമ്മളിവിടെ കണ്ടില്ല, കൊടിയൊക്കെ വെച്ചാണ് ഇരിക്കുന്നത്. അറിയാം. അല്ല, ഞാനിവിടെ പറയുന്നിടത്തൊക്കെ ഞാൻ ഇതിന്റെ ഇടയിൽ ഞാൻ US കാനഡ അങ്ങനെ ട്രാവൽ ചെയ്ത് വർക്ക് ചെയ്യും. ഞാൻ പെട്ടെന്ന് എനിക്ക് കത്തില്ല, സോറി. ഞാൻ US കാനഡ ഒത്തിരി ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പൊ ഞങ്ങള്
കഴിഞ്ഞ മീറ്റിങ്ങിന് പറഞ്ഞൊരു തമാശയുണ്ട്. അതായത് ഇപ്പൊ പൊതുവില് വർക്കൊക്കെ ഇത്തിരി കുറവാ. ഞങ്ങള് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രോണിക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ജൂതന്മാരെല്ലാവരും ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ളവരൊക്കെ യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്യാൻ പോയേക്കുന്ന കാരണം പ്രത്യേകിച്ച് റിസർച്ച് ഡെവലപ്മെന്റ് ഒന്നും നടക്കുന്നില്ല ഇപ്പൊ. അങ്ങനെ ഒരു നിങ്ങളുടെ ഏരിയ അതാണ് അല്ലേ? ഞങ്ങളുടെ ഏരിയ അതാണ്. ഏറ്റവും കൂടുതൽ സംഭാവന അവിടെ നിന്നാണ് വരുന്നത് എന്തെങ്കിലും. അപ്പൊ അവര് അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒത്തിരി മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായമാണ്. ഇവിടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ എല്ലാവരും പഠിക്കാനല്ല യൂണിവേഴ്സിറ്റികളിൽ പോകുന്ന ഇങ്ങനെ ഒരു ഹൈജാക്ക് ചെയ്യുന്നതിന്റെ ഒരു അത് വളരെ മോശമായിട്ടാണ് ഇവിടെയുള്ളവർ. പിന്നെ കുറെ ഇസ്ലാമിക് അപ്പോളജിസ്റ്റിക് ദാവാ പ്രവർത്തകർ ഒത്തിരി ഉണ്ട്. അവരൊക്കെ ഇവിടെ ശരീഅത്ത് നിയമം വേണം, US ശരീഅത്ത് നിയമം വേണമെന്ന് പറഞ്ഞ ഷെയ്ഖ് ഉത്തമാന്റെ വളരെ വലിയ കോളിംഗ് ഒക്കെ ഉണ്ട്. ഷെയ്ഖ് ഉത്തമാനാണ് ഇപ്പൊ അവിടുത്തെ ഇപ്പൊ തിളങ്ങി നിൽക്കുന്ന ആള്. US മുഹമ്മദ് ഹിജാബ് ഉണ്ടല്ലോ, മൂപ്പരൊക്കെ ഒതുങ്ങി, ഇപ്പൊ കുറെ ഒതുങ്ങി. UK നല്ല എണ്ണം പറഞ്ഞ ക്രിസ്ത്യാനികളുണ്ട് അവിടെ പണിയെടുക്കാൻ. ഉസ്മാനാണ് ഇപ്പൊ ഒന്ന് പൊങ്ങി വരുന്നത്. ഹിജാബ് എനിക്ക് തോന്നുന്നു അന്നത്തെ മറ്റേ ഇതിലെ ഡിബേറ്റിലാന്ന് തോന്നുന്നു, മറ്റേ ഈ ആദ്യം എല്ലുണ്ടാകുന്നു പിന്നെയാണ് അതിന്റെ പുറത്ത് മാംസം. അത് മാത്രമല്ല, ഈ അടുത്തൊക്കെ നമ്മളെ ഈ റീഡേഴ്സ് കോർണറിൽ ഒരുപാട് ആളുകൾ ഇപ്പൊ വന്നിട്ട് അവർക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഡേവിഡ് വുഡും റീഡേഴ്സ് കോർണർ അല്ല, സ്പീക്കേഴ്സ് കോർണർ. ഞാൻ സ്പീക്കേഴ്സ് കോർണർ ഡിബേറ്റ് ഞാൻ ഒത്തിരി ഫോളോ ചെയ്യുന്നതാ. അവിടെ ഇപ്പോ ടോമി റോബിൻസൺ വിഷയമൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഒത്തിരി ഇതായില്ലേ. ഇപ്പൊ അവര് ആക്ടിവിസം ഭയങ്കരമായിട്ട് കൂടി അവിടെ ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റുകളൊക്കെ ഈവൻ ഇൻ കാനഡയിലായാലും US ലണ്ടനിൽ ഇത്രയും നാളില്ലാത്തൊരു കൺസർവേറ്റീവ് സമ്പ്രദായമാണ് കടന്നു വരുന്നത്. അത് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതല്ല, മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്നവിറ്റബിൾ ആണ്. നമുക്കൊന്നും പറയാനില്ല. ഓക്കെ, എന്തായാലും സന്തോഷം. ഓക്കെ ആരിഫായി, ഓൾ ദി സപ്പോർട്ട്. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് പോയാൽ മതി. തീർച്ചയായും. നമ്മളെ യൂട്യൂബ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ കയറാൻ മറക്കണ്ട. അതെ. ഒറ്റ കാര്യം കൂടി പറയാനുണ്ടാവോ? ഒരു മിനിറ്റ്. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. അല്ല, ഞാൻ ഒരാള് എൻ്റെ അടുത്ത് ഈ ഇസ്രായേൽ, ഞാൻ ചരിത്രം നല്ലപോലെ പഠിച്ചിട്ടുള്ള ആളാ. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ ഈ October 7 കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എൻ്റെ അടുത്ത് ഒരു ലോഡ് തെറിയും അതിന് പിന്നാലെ വന്നത് കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം നിങ്ങൾക്ക് വല്ലതും അറിയോ? അങ്ങനെയാണ് ഇങ്ങനെ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോഴുള്ള ജൂതന്മാരെ കഷ്ടം ഓർത്തിട്ടാണ് അവർക്ക് ഒരു രാജ്യം കൊടുത്തത്. അതൊരു വിലക്ക് മേടിച്ചൊരു രാജ്യമാണ്. അതും പല സ്ഥലങ്ങൾ അവർക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എത്യോപ്യ, അങ്ങനെ പല സ്ഥലങ്ങളുണ്ടായിരുന്നു. ഈവൻ ന്യൂയോർക്കിന്റെ അടുത്ത് US സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അവരുടെ പിതൃ രാജ്യത്തേക്ക് ഭൂമിയിലോട്ട് പോയാൽ മതി എന്നുള്ളൊരു ഇതിലാണ്. അപ്പൊ നിന്റെ എന്ത് തെളിവുള്ളൂ? നിന്റെ ബൈബിളിലെ തെളിവല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത്. ബൈബിളിലെ തെളിവ് മാത്രമല്ല, അത് ആർക്കിയോളജിക്കൽ എവിഡൻസ് വരെ ഉണ്ട്. ഇവരെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല ഭായ്. പറ്റില്ല. സ്വന്തം പറ്റുന്നില്ല, പിന്നെ അവരുടെ കാര്യം പറയാൻ പറ്റുമോ? അത് ശരിയാണ് അവസ്ഥ. അത് എളുപ്പമല്ല. അത് എങ്ങനെയപ്പോ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് എനിക്കും അറിയില്ല. മീൻസ് അത് ഏതൊരു ആംഗിളിലാണ്, അതൊരു ക്ലിക്ക് പോലെയാണത്. എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. മതമാണോ സ്വതന്ത്ര ഇന്ത്യയാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സ്വതന്ത്ര ഇന്ത്യയാണ് എപ്പോഴും നല്ലത്. കാരണം ലോകത്ത് പുരോഗമനം വേണമെങ്കിൽ സ്വതന്ത്ര ഇന്ത്യക്കാർ കൂടുതൽ വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ മര്യാദയ്ക്ക് നമ്മളെ ചാനലിലൊക്കെ ഇടയ്ക്ക് വരിക, കാണുക. തീർച്ചയായും ഞാൻ കാണാറുണ്ട്. ഞാൻ ലൈവില് കയറാൻ പറ്റാറില്ല, റെക്കോർഡിംഗ് എല്ലാം കേൾക്കും. തൃശ്ശൂർ എവിടെയാ സ്ഥലം? എക്സാക്ട്ലി തൃശ്ശൂര് ഇരിങ്ങാലക്കുട. ഞാൻ കേച്ചേരിയാണ്. കേച്ചേരിയാണ്. ഓക്കെ, ഞാൻ പഠിച്ചത് കുന്നംകുളത്താണ്. ശരി, അപ്പൊ കാണാം. ഓക്കെ, ബൈ. നമ്മളെ ഗഡിയായിരുന്നു. പറയൂ. നമസ്കാരം. ഒരു സെക്കൻഡ്, അതിന് മുന്നേ ഒരാളുണ്ട്. മെറീന പറയൂ. ഒറ്റ സെക്കൻഡ്. പിന്നെ കേൾക്കുന്നുണ്ടോ? പറയൂ. സാർ, എന്റെ പേര് മെറീന. ഞാൻ സാറിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. റീസെന്റ് ആയിട്ട് കണ്ടു തുടങ്ങിയിട്ട് കുറച്ച് നാളായതുള്ളൂ. ഞാൻ ഇസ്രായേലിൽ വർക്ക് ചെയ്യാണ്. അപ്പം ഞാൻ സാറിന്റെ വീഡിയോ കാണാനിടയായിട്ട് ജസ്റ്റ് യൂട്യൂബിൽ ഇങ്ങനെ പല വീഡിയോസും വരുമ്പോ അതിനകത്ത് സാർ ഇങ്ങനെ ഈ ഫോൺ കോൾസ് ഒക്കെ റെക്കോർഡ്സ് ഒക്കെ ഇടാറുണ്ടല്ലോ. അങ്ങനെ ഒരു കൗതുകത്തിന് ഒരു റെക്കോർഡ് കേട്ടതാണ്. ശരിക്കും ഫണ്ണായിട്ട് തോന്നി. ഓക്കെ, അത് വേറെ.
അപ്പം ഞാൻ ഇപ്പൊ ഇതില് കയറിയതിനൊരു കാരണം എന്ന് വെച്ചാല് ഞാൻ ഫസ്റ്റ് കേട്ടൊരു കമന്റ് ആണ്. ഞാൻ ബേസിക്കലി ക്രിസ്ത്യൻ ആണ്. അപ്പം ക്രിസ്ത്യാനികൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു, അത് അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. എന്താ വെച്ചാല് യേശുവിനെ കൊന്നത് യഹൂദന്മാരാണ്, എന്നിട്ടും അവര് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഞാനിവിടെ ഇസ്രായേലിൽ വരുന്നതിന് മുന്നേ വരെ, ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ 1.5 year കഴിഞ്ഞു. അപ്പൊ ഞാനിവിടെ വരുന്നതിന് തൊട്ട് മുന്നേ വരെ ഇവിടെ ഈ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണല്ലോ, നാട്ടിലാണെങ്കിലും ന്യൂസിലൊക്കെ. ഞാൻ ആലോചിക്കാറുണ്ട്, ഇവരെന്തിനാണ് ഈ ചുമ്മാ പോയി പാവങ്ങളെ പോയി ഇങ്ങനെ ദ്രോഹിക്കുന്നത്, അവിടെ പോയി ബോംബിടുന്നത്, എന്തിനാണ് ഇങ്ങനെ അവരെ കഷ്ടപ്പെടുത്തുന്നത്? പക്ഷെ ഇവിടെ വന്ന് ഈ ഒരു കാര്യങ്ങൾ എല്ലാം നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് സാർ എനിക്ക് കുറെ കൂടി ഈ കാര്യങ്ങൾ മനസ്സിലായത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നത്, ഇതിന്റെ എത്ര ശതമാനമാണ് നാട്ടിലേക്ക് എത്തുന്നത്. അപ്പൊ നാട്ടിലുള്ള ആളുകൾ ഇതിനെക്കുറിച്ച്, ഇതിന്റെ എത്രത്തോളം സത്യാവസ്ഥകൾ നാട്ടിലുള്ള ആളുകൾ അറിയുന്നുണ്ട്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത്. കാരണം ഈ October 7th ഞാൻ ഇവിടെയുള്ള സമയത്ത് തന്നെ നടന്ന സംഭവം. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടായിരുന്നു ആ സംഭവം. ഈ സംഭവം നടക്കുന്ന, അതായത് ഞാൻ ബെർഷബയിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് ജസ്റ്റ് എന്റെ എംപ്ലോയർ മരിച്ചതിന് ശേഷം ഞാൻ അവിടുന്ന് ലീവ് ചെയ്യുന്നത് September 9th ഞാൻ ചെല്ലൈയിലോട്ട് വരുന്നത്. അവിടെ വന്ന് നെക്സ്റ്റ് ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ October 7th സംഭവം നടക്കുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാനും വിശ്വസിച്ച് ഇങ്ങനെയാണ്, ദൈവമേ എന്തോ ഒരു വലിയ ഭാഗ്യം കൊണ്ടാണല്ലോ ആ സമയത്ത് ഞാൻ ആ ഭാഗത്തുനിന്ന് ഇങ്ങടേക്ക് വന്ന് എന്നുള്ളൊരു ഇതുണ്ട്. അവിടെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ താമസിക്കുന്ന ഭാഗത്തൊക്കെ തന്നെയാണ് സംഭവങ്ങളൊക്കെ നടന്നത്. അപ്പം അവിടെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലായിരുന്നു. അപ്പൊ അവരെല്ലാരും പറഞ്ഞ കാര്യങ്ങളും കേട്ടതും ഞാൻ കണ്ട വീഡിയോസും, ഞങ്ങൾക്കൊക്കെ കുറച്ചും കൂടി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സാറ് ഇവര് പറയുന്നു ഇവരുടെ, അതായത് പലസ്തീനിലുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അതിക്രൂരമായിട്ട് ഇസ്രായേല് കൊല്ലുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇവർക്ക് ആ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒന്നും ബാധകമല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഈ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിനെ ഞാൻ കുറ്റം പറയുകയൊന്നും ചെയ്യുന്നില്ല. അത് ഓക്കെ, ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. ഞാൻ പറയുന്നത് ഈ ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന, അല്ലെങ്കിൽ ഒരു തീവ്രവാദ സംഘടന, അതിൽ ഉൾക്കൊള്ളുന്ന ആളുകൾ അവർ കാണിച്ച ഒരു എന്ന് പറഞ്ഞാല്, സാറിനൊക്കെ അറിയുമെന്ന് എനിക്ക് അറിയില്ല, ഈ ഒരു ഏതാണ്ട് ഒരു 6-7 മാസമുള്ള ഒരു കുഞ്ഞിന് തനൂർ എന്ന് പറയാം, അതായത് നമ്മൾ ഈ ഓവനില്ലേ സാർ, ബേക്ക് ചെയ്യുന്ന, അതില് വെച്ച് ബേക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പോ അവരുടെ ആ ഒരു മനസ്സിന്റെ കട്ടിയൊക്കെ എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ ഒരു ബ്രൂട്ടൽ ആയിട്ടൊരു സംഭവമായിരുന്നു അത്. ഒട്ടും ഇമാജിൻ പോലും ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത് പിന്നെ അത് മാത്രമല്ല, ഇപ്പം അവിടെ നടക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഈ സിവിലിയൻസിനെയാണ് ഇവര് മുന്നിൽ വെച്ചിട്ട് ഈ ഷീൽഡ് ആക്കി വെച്ചിട്ടുള്ള ഒരു സംഭവം അവിടെ നടക്കുന്നത്. അപ്പൊ എന്താ പറയാ, അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് ആധികാരികമായിട്ട് എനിക്കൊന്നും അറിയില്ല. പിന്നെ ഇവിടെ ഈ നടക്കുന്നതിന്റെ 1% പോലും സത്യാവസ്ഥ നാട്ടിലാരും അറിയുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് സാർ, വേറൊന്നും തോന്നരുത്. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഇതിനെ കുറിച്ച് ഞാൻ ആധികാരികമായി ഒന്നും സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. സാറിന്റെ വീഡിയോസ് കാണാറുണ്ട്, സാറിന്റെ സംസാരവും സാറിന്റെ ഇത് കേൾക്കുമ്പോ ഒരു വിധത്തിൽ ഞാനും ആലോചിച്ചു പോവുകയാണ്, എവിടേക്കോ ശരിയാണല്ലോ, ഇങ്ങനെയൊക്കെയാണല്ലോ മതങ്ങള്, അല്ലെങ്കിൽ മതങ്ങൾ അങ്ങനെയാണല്ലോ. ശരിക്കും ഇപ്പം ഓരോന്നിനെ പറ്റി അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അവിടെ സൂക്ഷിച്ചൊക്കെ നടക്കും. തീർച്ചയായിട്ടും വീണ്ടും ഇതേപോലെ എനിക്ക് തോന്നുന്നത്, ഞാനിതിപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചല്ല. എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും ഇത് കുറേയും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം ഈ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കുറച്ചും കൂടി ഇത് വന്ന് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേറൊരു ദിവസം കുറച്ചുകൂടി നേരത്തെ തുടങ്ങാമെന്ന് വിചാരിക്കാം, അനൗൺസ് ചെയ്തിട്ട്. അപ്പോൾ പരമാവധി മലയാളികളായിട്ടുള്ള ആളുകൾ, വെളിയിലുള്ള ആളുകൾ, ഇതുമായിട്ട് എക്സ്പോഷറുള്ള ആളുകൾ വന്ന് വിവരം പങ്കുവച്ചാൽ അത് തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുക. ആളുകളങ്ങനെ പറ്റിക്കപ്പെടാൻ നമ്മൾ ഒരു അവസരം ഉണ്ടാക്കരുതല്ലോ. അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴി നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. നമ്മൾ ആരെയും നമ്മൾ വെള്ളപൂശിയല്ല, യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് അതറിഞ്ഞാൽ മാത്രം മതി. അല്ലാതെ ഇപ്പൊ ഇസ്രായേലിനെ നമ്മൾ വെള്ളപൂശി കാണിക്കുന്നു, അല്ലെ ഹമാസിനെ അത് നമ്മൾ ഡാർക്കാക്കി കാണിക്കുന്നു, അങ്ങനെയല്ല. എന്താണ് ഇതിന്റെ സ്ഥിതി അത് മാത്രം അറിഞ്ഞാൽ മതി.
യെസ്, അത്രേ ഉള്ളൂ. എന്തായാലും നമ്മളുടെ ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ വിവരങ്ങൾ ഓക്കെ കിട്ടുമ്പോൾ സർ. ഒന്ന് ഷെയർ ചെയ്താൽ മതി അതിൽ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, ഓക്കെ താങ്ക് യു. അപ്പോൾ ഇനി കാണണം. ബൈ. ഓക്കെ സർ. ഓക്കെ സർ, ബൈ. യെസ്, ബൈ. ഓക്കെ, ബിന്ദോ ചൗവര അല്ലേ, അങ്ങനെയല്ലേ പേര്? Yeah, എന്റെ പേര് ബിൻഡോ. പറയൂ. ബിൻഡോ. ബിൻഡോ. ആ സോറി. ഞാൻ നിങ്ങളുടെ ഒരുപാട് വീഡിയോസ് കണ്ട് ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കാരണം നിങ്ങളുടെ പ്രസന്റേഷൻ ഒക്കെ ഇതിപ്പോ പറഞ്ഞാൽ ഭയങ്കര. ഇതിപ്പോ എവിടെ ഇരിക്കുന്നത്? ഞാൻ ഇരിക്കുന്ന ബസ്സിനകത്താണ്. ബസ്സാണ്. ഞാൻ ഇപ്പൊ അയർലൻഡിലാണ്. പ്രസന്റ് ഓ, അയർലൻഡിലാണ്. ഓക്കെ. അപ്പം നിങ്ങളുടെ ഈ പ്രസന്റേഷനും ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒത്തിരി ആ, എന്താ പറയാ, ചില നേരത്ത് ചിരിച്ച് തലകുത്തി മറിയും. അത് വേറെ വശം. ആണോ? പക്ഷെ ഇതൊക്കെ തന്നെ ക്രിസ്ത്യൻ അപ്പോളിസ്റ്റുകളും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് രണ്ട് ചോദ്യങ്ങൾ മെയിൻ ആയിട്ട് വെച്ചാല്, ഇന്ന് ഇപ്പൊ യൂറോപ്പിൽ ഞാൻ ഒരു 5-8 വർഷത്തോളമായിട്ട് യൂറോപ്പിൽ പല രാജ്യങ്ങളായിട്ട് ഇപ്പൊ അയർലൻഡിൽ എത്തിയിട്ട് ഇപ്പൊ ഒരു വർഷം ആവുള്ളൂ. എനിക്ക് അയർലൻഡ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ എത്രയേക്കാൻ പോയിന്റ് കുറച്ചൊക്കെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഇപ്പൊ ആ ഇഷ്ടമൊക്കെ പോയി. പോണതിന് കാരണം ഇവിടെ ഇവരോട് സപ്പോർട്ട് ചെയ്യുന്ന രീതി, ഇവിടുത്തെ മിനിസ്റ്റേഴ്സും അവരുടെ പ്രതിപക്ഷ ആൾക്കാരൊക്കെ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടപ്പോൾ മാനസികമായിട്ട് ഒരു ഭയങ്കര വിഷമം വന്നു. ഇവര് പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യണം ഇവിടെ, അതുപോലെ സപ്പോർട്ട് ചെയ്യണം, അവരെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഇല്ലാത്ത വിഷമം തോന്നി. ഇവർ ഇത്രയും അഡ്വാൻസ്. അപ്പൊ ഞാനിങ്ങനെ ഈ ക്രിസ്ത്യൻ അപ്പോളേഴ്സിന്റെ റൂമുകളിലൊക്കെ അവർ പറയുന്നുണ്ട്, യൂറോപ്യൻസിന്റെ വിശ്വാസം എന്ന് നഷ്ടപ്പെട്ടുവോ, അവർ ട്രഡീഷണൽ ക്രിസ്ത്യാനികളാണ്, അത് ഓർത്തഡോക്സ് ആയും കാത്തലിക്സ് ആണെങ്കിലും അവരുടെ വിശ്വാസത്തെ അവർ എന്ന് വ്യതിചരിച്ചോ അന്ന് തുടങ്ങി ഇവർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വളർന്നു വന്നു എന്നാണ് ക്രിസ്ത്യൻ അപ്പോളേഴ്സിലെ പഠനത്തിൽ നിന്നും അവർ പറയുന്ന റീസണബിൾ ആയുള്ള കാര്യങ്ങളെല്ലാം. ഇപ്പൊ പ്രസന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജർമ്മനി ആണെങ്കിലും ഇപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇവർക്ക് ഒരു ട്രഡീഷണൽ ഒരു നാമം മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനിസ് എന്ന് പറഞ്ഞാൽ. അവരൊരിക്കൽ പോലും ഈ പറഞ്ഞ അത് ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പൊ ആ ഒരു കാരണത്തിൽ കൂടെ ഇവർ വളർന്നു വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഇത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഇതൊക്കെ തുടങ്ങിയാലും ഞാൻ ഇങ്ങനെ നമ്മള് താഴെ നിന്ന് കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ധാരാളം വീക്ഷണത്തില് ഈ തങ്ങളുടെ തന്നെ കമ്മ്യൂണിറ്റി തന്നെ ഇസ്ലാമിക സഹോദരങ്ങൾക്ക് അതൊരു നിങ്ങൾ പറയുന്നത് ശരിയുണ്ട്, എനിക്ക് ചിന്തിക്കേണ്ടതുണ്ട്, കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നിട്ടുണ്ടോ, മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഈ സഹോദരങ്ങളിൽ നിന്ന്? തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയാറുള്ളത് ഇന്ന് ഈ കേരളത്തിലുള്ള ഇപ്പൊ മലയാളമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഈ നമ്മളെ കേൾക്കുന്ന കാരണം കൊണ്ട് മാത്രമല്ല, നമ്മളെപ്പോലെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം എല്ലാം കൊണ്ടും നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുസ്ലിം വീടുകൾ ഓരോന്ന് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് മിനിമം 2 എക്സ് മുസ്ലിങ്ങളുണ്ട് എന്നതാണ് നമ്മളുടെ റഫ് ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ്. അത് മതി. അപ്പൊ ഈ വർക്ക് ചെയ്യുന്നതിന്റെ ഗുണമുണ്ട് ഉണ്ട് അല്ലേ? യാ അതുണ്ട്. പിന്നെ ഇത് സമയമെടുക്കുന്ന പ്രോസസ്സാണിത്. അത് നമുക്ക് ഈ എടുപിടി എന്ന് പറഞ്ഞിട്ട് നടക്കില്ല, സമയമെടുക്കും. ഈ ക്ലബ് ഹൗസിലുള്ള ഈ ക്രിസ്ത്യൻ അപ്പോളേഴ്സിന്റെ റൂമുകളിലൊക്കെ അവർ പറയുന്ന ഹദീസുകളും ചാപ്റ്റർ ബൈ ചാപ്റ്റർ എല്ലാം വിത്ത് റെഫറൻസ് വെച്ചാണ് അത് സംസാരിക്കുന്നത്. അത് ശരിയല്ലേ? ഒരു പക്ഷെ ഒരു പരിധി വരെ ശരിയാണോ? എനിക്ക് അറിയില്ലാത്തോണ്ട് ചോദിക്കാം. തീർച്ചയായിട്ടും അത് അവർ നമ്പർ കൊടുക്കുന്നു, അതിന്റെ റെഫറൻസ് കൊടുക്കുമ്പോൾ വിശ്വാസികൾക്ക് അത് പോയി തപ്പി നോക്കാനുള്ള ഒരു അവസരമാണ്, വെരിഫൈ ചെയ്യാൻ. പക്ഷെ അതിന് പകരം കയറി ഒന്ന് തെറി പറഞ്ഞിട്ടാ പോണേ. അതങ്ങനെയുള്ളൂ. ഞാൻ അതുകൊണ്ടല്ല ഈ സാധനം കൊടുക്കാൻ നിൽക്കാത്തത്. നമുക്ക് ഉറപ്പാണ്, ഇപ്പം ഞാൻ പറയുന്ന സാധനം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടായാൽ മതി. അവരുടെ ബാധ്യതയാണ് പോയി തപ്പി നോക്കൽ. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പറയാതെ അവർ തള്ളിക്കളയും. അത് കള്ള ഹദീസാണെന്നൊക്കെ പറഞ്ഞ് തള്ളാനാണ് അവർ മുന്നോട്ട് വരിക. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. അപ്പോൾ കണ്ടുപിടിക്കലും തപ്പലും ഒക്കെ അവരുടെ ബാധ്യതയാണ്. എന്തായാലും താങ്കൾ എടുക്കുന്ന എഫോർട്ട് അതൊരു സോഷ്യലിനോട് നമ്മുടെ പൊതുവായ ഒരു സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയാണ്. അതുകൊണ്ട് കുറച്ച് നർമ്മമൊക്കെ ചേർത്താണെങ്കിൽ അത് പറയുമ്പോൾ രസമുണ്ട്, ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെ കേൾക്കണേ. അത് പോർക്കൊക്കെ വലിച്ചു തിന്നതൊക്കെ നല്ല. ഏതായാലും സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുന്നിട്ട് കേൾക്കണം കേട്ടോ. ഞാൻ പാർക്ക് ചെയ്തിട്ട് വണ്ടി അതല്ല ചിരിച്ച് താഴെ വീഴുമ്പോഴേ വീഴാതിരിക്കാൻ.
എന്തായാലും നന്നായിട്ട് വരട്ടെ. ഞാൻ എന്നും ഉണ്ടാവും, പിന്നാലെ കേൾക്കാനുണ്ടാവും, സപ്പോർട്ടും ഉണ്ടാവും. ചർച്ചാ വിഷയമായിട്ടുണ്ട് താങ്കളുടെ വീഡിയോസിനെ കുറിച്ച് ഞങ്ങളുടെ യൂറോപ്പിലെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പോർക്ക് വന്തി കഴിക്കുമ്പോൾ ഇതേ പോർക്ക് അന്നേരം കാക്ക പോർക്കിനുണ്ട് കണ്ടുപിടിക്കണ കോഫ എന്ന് പറഞ്ഞ. അപ്പൊ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇടയ്ക്ക് പോർക്കൊക്കെ ആയിട്ട് പോവാ. വരണം. അത് നല്ലൊരു സജഷനാണ്. വീണ്ടും വരുന്നതായിരിക്കും. ആയിക്കോട്ടെ, സന്തോഷം. ശരി, ബൈ. യെസ്, ബൈ. അടുത്തത് ജോർജ്, പറയൂ. കേൾക്കാവോ ആരിഫ്? യെസ്, ലൗഡ് ആൻഡ് ക്ലിയർ. ഞാൻ എന്റെ പേര് ജോർജ് എന്നല്ല, ഞാൻ ജസ്റ്റ് അങ്ങനെ ഇട്ടേക്കുന്നേ ഉള്ളൂ. ഞാൻ സ്റ്റാർ കണ്ടപ്പോ മനസ്സിലായി. അത് സ്റ്റാർ കണ്ടപ്പോ മനസ്സിലായി. സ്റ്റാറോ? ജോർജിന് മുന്നേ ഒരു ആസ്ട്രിക്സ് ഇട്ടിട്ടുണ്ട്. ഓക്കെ. കാരണം ഞാനൊക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടില്ലേ, ഇവരുടെ ഈ മുസ്ലിം നിലപാട് കാരണം പുറം രാജ്യങ്ങളിലെല്ലാം കണ്ടമാനം വലതുപക്ഷത്തേക്ക് ചായുവാന്ന് പറഞ്ഞു. അത് അക്യുറേറ്റ് ആണ് സത്യം പറഞ്ഞാൽ. ഇപ്പം പേഴ്സണൽ ആയിട്ട് പറയുവാണെങ്കിൽ ഞാനൊക്കെ വെറും ലിബറൽ ക്രിസ്ത്യൻസ് ആയിരുന്നു. ഇവരാണ് ഞങ്ങളെ ഇതിനകത്തോട്ട്, ഞാനൊക്കെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ക്രിസംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലേബൽ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പം. കാരണം ഇവരാണ് ഈ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. അല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ മതം പോലും, ഇവരില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞ ഇവരോട് ഭയങ്കര താങ്ക്സ് ആണ്. ഇവരില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ മതം പോലും ഞങ്ങൾ പഠിക്കുകയില്ലായിരുന്നു. ഞാൻ വല്ലപ്പോഴും പള്ളിയിൽ പോകും. പള്ളിയിൽ പോയാൽ തന്നെ പള്ളിയിൽ പോകാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും, അങ്ങോട്ട് വേറെ എവിടെയെങ്കിലും പോകും, പറ്റുമെങ്കിൽ സിനിമയ്ക്ക് പോകും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈവൻ എനിക്കാണെങ്കിലും ഇഷ്ടംപോലെ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു റൂമിൽ താമസിച്ച് അവന്മാര് ഈ നോമ്പ് കാലത്ത് ഇവന്മാര് നോമ്പ് തുറക്കുന്ന അവരുടെ ഫുഡൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ ഇവന്മാരെ ഞങ്ങൾ സ്കൂളിലിട്ട് തല്ലുമായിരുന്നു. അത്രയ്ക്ക് ഇതായിട്ട് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇവരാണ് സത്യം പറഞ്ഞാല് ഇന്നൊക്കെ. ഇപ്പൊ ഞാനിപ്പോ ഓസ്ട്രേലിയയിലാണ്. ഇപ്പൊ ഞങ്ങൾക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാല് ഒരു മുസ്ലിം പേരുള്ള കട കണ്ടു കഴിഞ്ഞാൽ ഫുഡ് പോലും കഴിക്കാത്ത അവസ്ഥയാണ്. പറ്റുകയില്ല. കാരണം ഇവരോട് വെറുപ്പല്ല. ഇപ്പൊ ഇവരെ എല്ലാരും ഇവരുടെ കുറ്റം പറയുന്നത്. പക്ഷെ ഇവര് സത്യം പറഞ്ഞാൽ ഇവരുടെ കുറെ ക്വാളിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് ഇപ്പം ക്രിസ്ത്യൻസിനാണേലും ഹിന്ദുക്കൾക്കാണേലും ഇല്ലാത്ത ഒരു ക്വാളിറ്റി എന്നാന്ന് ഇവരെ പറഞ്ഞു. ഇവർ അന്ധമായ വിശ്വാസമാണ്. ഇവര് ആ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഇവര് മരിക്കാനും തയ്യാറാണ്, കൊല്ലാനും തയ്യാറാണ്, മരിക്കാനും തയ്യാറാണ്. ഇവരുടെ വിശ്വാസം ഭയങ്കരമാണ്. ഇവർ വെറും ഇവർ റാഷണലായിട്ട് ഇവർ ചിന്തിക്കുന്നില്ല. ഇയാള് ഇപ്പൊ മുഹമ്മദിനെ വന്നു ജബ്രീൽ ഞെക്കി ഇത് കൊടുത്തു, ആരെങ്കിലും കണ്ടോ? ഈ ജബ്രീൽ ആരാന്ന് ആരെങ്കിലും കണ്ടോ? ഈ അള്ളാഹു വേറെ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇട്ടേച്ചു പോകും. പക്ഷെ ഇവരുടെ വിശ്വാസം ഭയങ്കരമാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവർ റാഷണലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഖുറാനിലെ ഈ കുറെ ഭാഗങ്ങൾ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഇവർ നല്ല മനുഷ്യരായിട്ട് തീരും. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഇവർ നുണ പറയത്തില്ല. ഇപ്പൊ ഞാനാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു പേജ് എന്റെ പേരും ഇങ്ങനെ ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ ജീവനി കൊതി ഉണ്ടായിട്ടാ. ഫേസ്ബുക്കിൽ ഞാൻ ഒരു 9-10 ചാനല്, മലയാളമല്ല ഇംഗ്ലീഷാണ്. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഈസ് എ മെന്റൽ ഇൽനെസ്, അങ്ങനെ ഇസ്ലാം ഈസ് എ ലൈ എന്നും പറഞ്ഞ് കുറെ ഈ ഗ്രൂപ്പുകളുണ്ട്. അതിനകത്തൊക്കെ ഞാൻ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവരുമായിട്ട് ഡിബേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഒരു കാര്യം അവരോട് ഡിബേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഹദീസോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനോ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊരിക്കലും നുണ പറയത്തില്ല. ഇവർ പോയി നോക്കും, ഇവർ സത്യമാണെന്ന് പറയും, പിന്നെ നമ്മളോട് സംസാരിക്കത്തില്ല, അല്ലെങ്കിൽ 2 തെറി പറഞ്ഞു പോകും. പക്ഷെ ഇവരൊരിക്കലും നുണ പറഞ്ഞ് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയും, ഒരു നുണ ഉണ്ടാക്കിക്കൊണ്ട് വരത്തില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവര് കാരണം, ഇവരുടെ ഈ എക്സ്ട്രീം ഇത് കാരണം മറ്റുള്ളവരെ, ഈ ജൂ ആണേലും ഹിന്ദു ആണേലും ഇവരെ സ്നേഹിക്കാത്ത ഒരു ഈ മതം നോക്കി ഇത് ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് എല്ലാവരും ഇപ്പം മതം നോക്കാൻ തുടങ്ങി. അത് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ഇവിടൊക്കെ കഴിഞ്ഞ ദിവസം ഇപ്പം നമ്മുടെ ഒരു മാറി എന്ന് പറയുന്ന ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഓസ്ട്രേലിയയാണ്. അവിടുത്തെ ഒരു ബിഷപ്പിനെ ഇത് പറഞ്ഞതിന്റെ പേരിൽ കണ്ണി വന്ന് കുത്തി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ നാട്ടിൽ ഇതൊന്നും വാർത്തയാകത്തില്ല. 16 വയസ്സുള്ള ഒരു ചെറുക്കനെ ഇവിടെ ഓസ്ട്രേലിയയില് തെരുവിലിട്ട് പോലീസ് വെടിവെച്ചു കൊന്നു. അവൻ കത്തിയുമായിട്ട് ഇറങ്ങിയതാണ് മതം വളർത്താനായിട്ട്. നമ്മുടെ നാട്ടിൽ ഇതൊന്നും
ആ അതെ, വാർത്തയാവില്ല. വാർത്തയാകത്തില്ല. ഇങ്ങനത്തെ അത് ഇവരിങ്ങനെയെല്ലാം ഹൈജാക്ക് ചെയ്തും വാർത്തകൾ ഹൈജാക്ക് ചെയ്യും. ഇവരെ പറയാൻ പേടിയാണ്. ആ ഒരു കാലത്ത് നിന്ന് ഇപ്പം മുമ്പേ നിമ്മി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി ഞാൻ അന്നേരപ്പം തൊട്ട് കേൾക്കുകയാണ്. പുള്ളിക്കാരി പറഞ്ഞ കംപ്ലീറ്റ് റോങ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ജനറേഷനാണ് ഇപ്പോഴും ഇത് സംസാരിക്കാൻ പേടി. അതായത് ഇപ്പം എബവ് 50ക്ക് ആൾക്കാർക്ക് അയ്യോ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നാ വിചാരിക്കും. ഇത് പറഞ്ഞില്ലെങ്കിൽ ഇവർ മാറത്തില്ല. ഇവരെ പറഞ്ഞ് ഇതിന് നിയമം കൊണ്ട് നിരോധിക്കാനോ അടിച്ചമർത്താനോ ഇവരെ കൊന്നു കളയാനോ പറ്റത്തില്ല. ഇത് പറഞ്ഞ് ഇതുങ്ങളുടെ തലയെ കയറ്റി ഇത് തെറ്റാണ് ഇവരെ ബോധ്യപ്പെടുത്താനേ നമുക്ക് പറ്റത്തുള്ളൂ. അതാണ് താങ്കളും ചെയ്യുന്നത്. നല്ല നല്ല കാര്യമാണ് സത്യം പറഞ്ഞ. ക്രിസ്ത്യാനികളാണേലും ഇപ്പം അപ്പോളജിസ്റ്റുകളാണേലും പിന്നെ ഇതിനകത്തൊക്കെ നമ്മുടെ ഈ ക്ലബ് ഹൗസിലുള്ള ഈ പ്രൊട്ടസ്റ്റന്റ് ഞാൻ പ്രൊട്ടസ്റ്റന്റ് അല്ല, പക്ഷെ അവർ ഇച്ചിരി എക്സ്ട്രീമാണ്. എന്നാലും അവരാണേലും ചെയ്യുന്നതാണേലും ഇതുപോലത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ് ഒരാളേലും മാറി കിട്ടി കഴിഞ്ഞാൽ 100 പേര് രക്ഷപ്പെടും. അതായത് ഈ ഒരാൾ പോയി 100 പേരെ കൊല്ലുകയല്ലോ. അതെ. അവിടെ നേരം വെളുത്തില്ലേ? എങ്ങനെ? അവിടെ നേരം വെളുത്തില്ലെന്ന് വെക്കാ? ഇല്ല, 6:15 ഇവിടെ എനിക്ക് 2 മണി. 8 മണിക്ക് കയറിയാൽ മതി. ഞാൻ അതിപ്പോ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേ എണീക്കത്തുള്ളൂ. അതെ. ഞാൻ മിക്കവാറും നാളെ ലീവ് എടുക്കേണ്ടി വരുന്ന തോന്നുന്നത്. പോട്ടെ. അപ്പൊ എന്തായാലും സന്തോഷം. ഇടയ്ക്ക് കയറൂ. ഓക്കെ, താങ്ക് യു. പിന്നെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഈ ന്യൂ ടെസ്റ്റ്മെന്റ് അത് ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് കുറച്ച് റോങ് ഉണ്ട്. അത് മുമ്പേ പറഞ്ഞ ടോമി എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ക്രിസ്ത്യാനികൾ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. ഓൾഡ് ടെസ്റ്റ്മെന്റ് ഇപ്പം ഈ 10 കൽപ്പന ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിലുള്ളതാണ്. ഈ കൽപ്പനകൾ, അതായത് 10 കമാൻഡ്മെന്റ്സ്, അത് ക്രിസ്ത്യാനികൾ ഫോളോ ചെയ്യുന്നതാണ്. അതൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ന്യൂ ടെസ്റ്റ്മെന്റിലെ ഒരു നിഴലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവർക്ക് പറ്റിയത് എന്നാന്ന് ചോദിച്ചാൽ ജൂസിന് പറ്റിയതും ക്രിസ്തു വന്നപ്പോഴേ ഇവരെ കണ്ടമാനം ഇത് ചെയ്യാൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവര് ഈ നിയമം മുഴുവൻ വളച്ചൊടിച്ചു. അതായത് ഇപ്പം ഈ മോശയുടെ നിയമങ്ങള് പിന്നീട് ശരിക്കും ഇവര് വളച്ചൊടിച്ച് അവരുടെ ഇതിനു വേണ്ടിയിട്ട് ദൈവം പറഞ്ഞ കുറെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അല്ലാതെ ഒന്നും ദൈവം കൊടുത്തതും അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും അല്ല. എന്നിട്ട് ഇവര് നിയമം പാലിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ജനതയായിട്ട് തീർന്നു. മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ജനതയിൽ നിന്നും മാറിയിട്ട് നിയമം പാലിക്കുന്ന എക്സ്ട്രീം അതൊക്കെയാണ് പുള്ളി കണ്ടം ചെയ്തതും അതാണ് അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നതും. അങ്ങനെയൊക്കെയാണ് അതിന്റെ വിഷയങ്ങൾ വരുന്നത്. അല്ലാതെ ക്രിസ്ത്യാനികള് ഓൾഡ് ടെസ്റ്റ്മെന്റ് തള്ളിക്കളഞ്ഞതും അല്ല. അത് ചില ആളുകൾ തള്ളിക്കളയാറുണ്ട്, ചിലർ തള്ളാറില്ല. അത് ഓരോ ആളുകളെയാണ് നമ്മൾ കാണാറുള്ളത്. അതെ. ഇപ്പം ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പച്ചയായ കാര്യങ്ങള് ഇപ്പം ദാവീദിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അയാള് പ്രവാചകനോ അങ്ങനെയൊന്നും അല്ലായിട്ട് നമ്മൾ കാണുന്നില്ല. അയാൾ ചെയ്ത കുറെ നല്ല കാര്യങ്ങളുണ്ട്. കുറെ അയാൾ മാറി ചിന്തിച്ച അത് നമുക്ക് ജീവിതത്തിൽ ഒരു പാഠമാക്കാനല്ല, അയാളെ ഫോളോ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പഠിപ്പിക്കുന്നുമില്ല. പിന്നെ അത് എന്നാലേ അതും കാണണമല്ലോ. അതും 2 വശവും നമ്മൾ കാണണമല്ലോ. എന്തായാലും ഇതൊക്കെ നമുക്ക് വേറൊരു ദിവസം വിശദമായിട്ട് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും. താങ്ക് യു. എന്തായാലും നടക്കട്ടെ. സന്തോഷം. ബൈ. ഓക്കെ, നമ്മളുടെ അവസാനത്തെ ആളിലേക്ക് നമ്മൾ പോവുകയാണ്. ജോജോ ബേബി മോൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കോവി പോകുന്നതിന് മുന്നേ ഒന്ന് തല ചായ്ക്കണം എന്നൊരു ചെറിയൊരു ആഗ്രഹം. പറയൂ ജോജോ. ഹലോ ആരിഫ്. ഓക്കെ, പറയൂ. കേൾക്കാം. കേൾക്കാം. സുഖമല്ലേ ആരിഫ്? ഭയങ്കര സുഖം. അല്ല, ഞാൻ കുറച്ചു നേരം ആലോചിച്ചു വെറുതെ കേറണോ വേണ്ട, രാത്രി ഒരുപാട് സമയമായി, നിങ്ങൾക്ക് ഉറങ്ങണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങളിപ്പോ ഇന്ത്യയിലല്ലേ? ഞാനിവിടെ തന്നെ. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കട്ട് ചെയ്തിട്ട് നമ്മളെ വിഷു. അതെ, വളരെ നല്ല വീഡിയോ വരുന്നത്. യെസ്. അതെ. അപ്പൊ ഞാൻ അതിനുശേഷം എന്റെ മക്കള് വലിയ ഫാനായിരിക്കും ആരിഫിന്റെ. കേട്ടോ, അത് പറഞ്ഞ കാര്യം കറക്റ്റ് ആണല്ലോ. അത് നമുക്ക് അതിനകത്ത് ഡിസഗ്രി ചെയ്യാനൊന്നും ഇല്ലാന്ന് മാത്രമല്ല, അത് നമ്മൾ പറയുന്നതിനേക്കാളും
കുറച്ചും കൂടി അതിനൊരു നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നിങ്ങൾ തന്നെ പറയുമ്പോൾ ഉള്ളൊരു ഇമ്പാക്റ്റ് വേറെയാണ്. നമുക്കതാണല്ലോ വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ പറയുന്നതിൽ അർത്ഥമില്ല എപ്പോഴും. അതെ, ഇത് ഞാൻ ഇപ്പം ഈ ഇതിനിടയ്ക്ക് നമ്മൾ തമ്മിൽ സംസാരിച്ചതിന് ശേഷം ഇവിടെ കുറെ ഫോണിൻ പരിപാടികൾ നിങ്ങൾ ചെയ്യുമല്ലോ, കുറെ ഫോണിൻ പരിപാടി. ചില കുൽസിത പരിപാടികളുണ്ട്. അതെ അതെ, ഞാൻ ഒരു ദിവസം രാവിലെ ഒരു ഹോളിഡേയുടെ അന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോ എന്റെ മകൻ ഭയങ്കര ചിരി ടി വി നോക്കിയിട്ട് നോക്കുമ്പോഴത്തേക്ക് എന്താ ഇവൻ ഇതിരുന്ന് കാണുക. ഞാൻ നീ എന്താ ഇത് കാണുന്ന? അപ്പൊ നമ്മ ഫുൾ കോമഡി, അമ്മ ഇത് കേട്ട് നോക്കുന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവൻ എനിക്ക് കാണിച്ചു തരാ. എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മളിപ്പോ ഇസ്രായേൽ ഗാസ വിഷയം സംസാരിക്കുകയാണെന്ന് എനിക്കറിയാം, ഇതിൽ നിങ്ങളതാ സംസാരിക്കുകയെന്ന്. അപ്പൊ അതിലൊരു ചെറിയ കാര്യം പറയാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഈ ഹമാസിനെ തീർത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വരും അതിന്റെ ഭാഗത്ത്. കാരണം ഇതൊരു എന്താ പറയാ, ഇത് ഈ മെന്റാലിറ്റിക്ക് ഒരു മാറ്റവും വരില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇപ്പൊ ഈ ഇസ്രായേൽ ഗാസ പ്രശ്നം നടക്കുമ്പോൾ തന്നെ നമ്മൾ പൊതു ഇടങ്ങളിലോ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലൊക്കെ ചായ കുടിക്കാൻ പോകുമ്പോഴും ചോറുണ്ണാൻ പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്കത് കേൾക്കാൻ പോലും താല്പര്യമില്ല. നമ്മൾ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് വിത്ത് ഡേറ്റ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ 48 ആയാലും 67 ആയാലും ഇതെല്ലാം, ഞാനൊരു ഹിസ്റ്ററി സ്റ്റുഡന്റ് ആണ്, അപ്പൊ ഇതെല്ലാം പറഞ്ഞു കൊടുത്താൽ പോലും അവര് 2000-3000 വർഷം മുമ്പ് നടന്ന ഇത് നമ്മളാരും ഇതൊന്നും കണ്ടിട്ട് പോലും ഇല്ല. ഇത് നമുക്കിപ്പം ക്ലോസസ്റ്റ് ഹിസ്റ്ററി അല്ലേ നമ്മൾ ആദ്യം നോക്കുന്നത്, വാട്ട് ഇസ് വെരി ക്ലോസ് ടു അസ് അല്ലേ. ഓക്കെ, 5000 വർഷം മുമ്പ് മറ്റേ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, പശുപതി സീൽ ഉണ്ടായിരുന്നു എന്ന് അവരെടുത്ത് കാണിക്കുമ്പം അത് കാർബൺ ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയാം ഓക്കെ കറക്റ്റ് ആണ്, സയന്റിഫിക്കലി പ്രൂവൺ ആണ്, അപ്പം പറയാം. അപ്പം ഈ ദേ ആർ നോട്ട് റെഡി ടു ലിസൺ. ഒരു കാര്യം പോലും അവർ കേൾക്കാൻ താല്പര്യമല്ലെന്ന് മാത്രമല്ല, ഭയങ്കരമായിട്ടും എന്താ പറയാ, അത് സംസാരിക്കുന്നതോടെ നമ്മളെ എന്താ പറയാ ഒരു കോർണർ ചെയ്യുക, നമ്മളെ ഓസ്ട്രസൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. പണ്ടേ ഞാനൊരു ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല, അതുകൊണ്ട് ആൾക്കാർ സംസാരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല ആൾക്കാരോട്. അതുകൊണ്ട് പക്ഷെ ഞാൻ കാണുന്നത് ദേ ആർ നോട്ട് റെഡി ടു ഈവൻ ലിസൺ ടു ദ ഫാക്ട്സ് പറഞ്ഞാൽ പോലും അവര് കേൾക്കാൻ തയ്യാറല്ല. പിന്നെ അവര് പറയുന്നു ഓക്കെ ഞങ്ങള് പാലസ്തീനിലെ കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം നിങ്ങൾ കൊന്നെടുക്കുന്നു. പക്ഷെ എത്രയോ പ്രാവശ്യം ഈ ഈവൻ US മിലിറ്ററിയിൽ ഉള്ള വെറ്ററൻസ് വരെ, ഈ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ യുദ്ധം ചെയ്ത വെറ്ററൻസ് വരെ അവരുടെ ഒരുപാട് ഡോക്യുമെന്ററീസ് ഇപ്പൊ അവൈലബിൾ ആണ് യൂട്യൂബിൽ. അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ പുറത്താണ് ഇവര് എക്സ്പ്ലോസീവ്സ് സ്ട്രാപ്പ് ചെയ്തിട്ട് ഈ US മിലിറ്ററി വെഹിക്കിൾസിന്റെ നേരെ പറഞ്ഞു വിടുന്നത്. അപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കും, ഇതിനിടയ്ക്ക് ഒരു ജോർഡൻ പീറ്റേഴ്സൺ അറിഞ്ഞൂടെ, ആരിഫിന് അറിയായിരിക്കുമല്ലോ ജോർഡൻ പീറ്റേഴ്സൺ. പുള്ളിക്കാരന്റെ കൂടെ ഒരു US വെറ്ററൻ ഫീമെയിൽ സോൾജറുമായിട്ട് പുള്ളിക്കാരി 2 മണിക്കൂറോളം പുള്ളിക്കാരനൊരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ പേര് ഞാൻ മറന്നുപോയി. അവരൊരു ഭയങ്കര ഒരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവരതിൽ പറഞ്ഞു കഴിഞ്ഞാല് അവര് കണ്ടിട്ട്, അവർക്ക് ആദ്യം കുട്ടി നടന്നു പറഞ്ഞ കണ്ടിട്ട് ഇവർക്ക് അറിയില്ലായിരുന്നു. കാരണം ഇവരപ്പം അവിടെ എത്തിയതേ ഉള്ളൂ, യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് അവർ എത്തിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇവർ അയ്യോ ഒരു കുട്ടി വരെയാണെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ മെയിൽ കൗണ്ടർ പാർട്സ് ആണ് പറഞ്ഞത് അത് കുട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് അടുത്തോട്ട് പോകാൻ നിൽക്കണ്ട, ഇതാണ് സംഭവം. അപ്പൊ അവര് തന്നെ അവർക്ക് അവരുടെ കുട്ടികൾ മരിക്കുന്നതിൽ യാതൊരു ഛേദവുമില്ല, യാതൊരു പ്രശ്നവുമില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ ദേഹത്ത് ഇത് വെച്ച് കെട്ടിയിട്ട് പറഞ്ഞേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? അത് ഏത് കുഞ്ഞായിക്കോട്ടെ. ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ ബാക്കിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ 20 വയസ്സാകുമ്പോൾ പോലും നമ്മൾ എത്ര മണ്ടന്മാരായിരുന്നു നമ്മളിപ്പോ ചിന്തിക്കില്ലേ? നമുക്ക് 20 വയസ്സായപ്പോ പോലും ഇത്രയും ബുദ്ധിയില്ലെന്ന് നമ്മൾ ചെയ്യും. അപ്പോഴാണ് 5ഉം 6ഉം വയസ്സുള്ള കുട്ടികൾ. പിന്നെ നമ്മൾ റോഡിൽ ഇറങ്ങി നോക്കിയാൽ തന്നെ നമുക്ക് കാണാം, ഇവര് കുഞ്ഞുങ്ങളെ വലത്തെ സൈഡിലേ പിടിക്കൂ. നടന്നു പോകുമ്പോ കുഞ്ഞുങ്ങൾ റോഡിന്റെ ഭാഗത്താണ്. 2 ദിവസം മുമ്പ് വരെ ഞാൻ ഒരു കാർ ഓടിച്ച് ഞാൻ നിർത്തിയിട്ട് നിങ്ങൾ കുഞ്ഞിനെ റോഡിന്റെ സൈഡിൽ പിടിച്ച് നിർത്താതെ അപ്പുറത്തോട്ട്, നമ്മൾ സാധാരണ എന്താ ചെയ്യണേ, ഇടത്തോട്ടാ കുഞ്ഞുങ്ങളെ പിടിച്ച് നടത്തിക്കുന്നത്. യാതൊരു കെയറും ഇല്ലെന്ന് മാത്രമല്ല, അവർക്ക് അത് പറഞ്ഞ് നമ്മളെ ഷട്ടപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരിത് പറഞ്ഞു. ഞങ്ങളെ കുട്ടികൾ പറഞ്ഞു, നിങ്ങളെ കുട്ടികൾ ഇത് ആരും അങ്ങോട്ട് വന്ന് ചെയ്തതല്ല, ഇത് ഇങ്ങോട്ട് വന്ന് ചെയ്തിട്ട് അതിന്റെ ഒരു യുദ്ധമാകുമ്പോൾ ഈ കൊളാട്രൽ ഡാമേജ് എല്ലായിടത്തും ഉണ്ടാകും. നടക്കുന്ന കറക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്, കുഞ്ഞുങ്ങൾ എല്ലായിടത്തും, എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഫ്യൂച്ചർ ഇല്ലെങ്കിൽ, ഇവരൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ഇതുമില്ല, ഒരു പ്രസക്തി ഇല്ല കുഞ്ഞുങ്ങളിൽ. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് ആരിഫിന്റെ പറയാനുള്ളത്, എനിക്ക് പെട്ടെന്ന് ആരിഫിനെ ഓർമ്മ, ഞാനൊരു ഇതിനിടയ്ക്ക് ഒരു ട്രെയിൻ യാത്ര നടത്തിയപ്പം അതില് ഒരു ഉസ്താദ് ഞാൻ ഇരിക്കുന്ന സീറ്റിന്റെ തൊട്ടടുത്ത് വന്നിരുന്നു. എന്നിട്ട് പുള്ളിയുടെ കൂടെ ഒരു 7-8 ആൺകുട്ടികളുണ്ട്. ഒരു 12 വയസ്സ് തൊട്ട്
ഒരു 10-16 വയസ്സ് പ്രായം വരുന്ന ഒരു 7-8 കുട്ടികളുണ്ട്. ഓക്കെ. അപ്പം ഞാൻ ഉറക്കം എണീറ്റു, കുറച്ച് പേരൊക്കെ ഉറക്കം എണീറ്റു. രാവിലെയാണ് പുള്ളി ട്രെയിനിൽ കയറി, പുള്ളി വന്നിരുന്നു. അപ്പം അതിനുശേഷം ഈ കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പം അവരൊക്കെ അവിടെ നിൽക്കുകയാണ്, പുള്ളിക്ക് ചുറ്റും നിൽക്കുകയാണ്, ഇരിക്കുക പോലും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് പുള്ളി ബാത്റൂമിൽ പോകാനായിട്ട് പുള്ളി ബാത്റൂമിന്റെ അങ്ങോട്ട് എന്തോ പോയിട്ട് നോക്കുമ്പോൾ അതിലെ 2 ആൺകുട്ടികൾ ഈ പുള്ളിയുടെ ഡ്രസ്സും കാര്യങ്ങളും അണ്ടർവെയറും പിന്നെ ബ്രഷും ഇതും എല്ലാം എടുത്തിട്ട് പുള്ളിക്ക് ഇങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് ഇങ്ങനെ സേവ ചെയ്തോണ്ടിരിക്കുകയാണ്. മനസ്സിലായി? നമ്മളിങ്ങനെ നമ്മളെ എന്താ പറയാ, എനിക്ക് ഭൃത്യന്മാരൊക്കെ നിക്കില്ലേ, ഭൃത്യന്മാരെന്നൊക്കെ പണ്ട് നമ്മള് കഥകളിൽ വായിച്ചിട്ടില്ലേ, അതുപോലെ ഞാൻ വളരെ കൗതുകത്തോടെ നോക്കിയപ്പോഴത്തേക്ക് എനിക്കത് പുള്ളിയെ ആ കുട്ടികള് പുള്ളിയോടത്തുള്ള ഇന്ററാക്ഷൻസിൽ എനിക്ക് മനസ്സിലായെന്ന് അവർക്ക് ഭയങ്കര പേടിയുണ്ട്. മനസ്സിലായില്ലേ? പുള്ളിയുടെ രീതിയും നമുക്ക് കുട്ടികളെ കണ്ടാലറിയാലോ, കാരണം നമുക്കും ആ പ്രായത്തിലുള്ള കുട്ടികളുണ്ടല്ലോ. അപ്പം അത്രയും ഒരു ഡോമിനിയറിങ്. അപ്പൊ ഇത് നമ്മൾ ശരി ഗുരു ശിഷ്യ ബന്ധമായിരിക്കും whatever, പക്ഷെ ഇത് പഠിക്കാൻ വരുന്ന കുട്ടികളെ ഇങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ നമ്മളെ കുട്ടികളെ സ്കൂളിൽ വിടുമ്പം ടീച്ചറിന് ബ്രഷും വേസ്റ്റും എടുത്തു കൊടുക്കേണ്ട ഒരു ജോലിക്കാരന്റെ ജോലി അല്ലല്ലോ അവരത് ചെയ്യുന്നത്, അവരല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇയാള് കൈയും കാലും വയ്യാത്ത ആളൊന്നുമില്ല, നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മനസ്സിലായില്ല? അപ്പം ആ കുട്ടികളെ കൊണ്ടാപ്പണം. എന്നിട്ട് അയാള് ബാത്റൂമിൽ പോയിട്ട് അയാളെ ചപ്പലോ എന്തോ, ഞാനിത് ഫുൾ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അയാളുടെ ചപ്പല് അവരെടുത്തോണ്ട് വന്ന് വാഷ് ബേസിനിൽ കഴുകി, നമ്മുടെ ഡോറിന്റെ അവിടെ ഒരു വാഷ് ബേസിൻ കാണുമല്ലോ, ആ വാഷ് ബേസിനിൽ കഴുകി അകത്ത് കൊണ്ടുവന്ന് തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കി കവറിലാക്കി. ആ കുട്ടികളത് ചെയ്യണത് എനിക്ക് ശരിക്കും ഭയങ്കര വിഷമം വന്നു. കുട്ടികളാണ് അത് ചെയ്തത്. കുട്ടികളാണ് ചെയ്തത്. ആ ചെയ്ത 2 പിള്ളേർക്ക് ഒരു 14 വയസ്സ് വരുള്ളൂ, അതിൽ കൂടുതൽ വരില്ല, കൊച്ചു കുട്ടികളാണ്. പക്ഷെ നല്ല വെള്ളയും ഡ്രസ്സ് ഇട്ട് തലയിൽ മറ്റേ കെട്ടൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ, എനിക്കറിയില്ല അത് ഏത് സെറ്റാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ അവരെ ഇങ്ങനെ നോക്കിയായിരുന്നു. എന്നിട്ട് അവര് കുറച്ചു നേരം അവിടെ ഇരുന്നു. എന്നിട്ട് ഇയാള് വരുന്നത് കണ്ടപാടെ ചാടി എണീറ്റ് ദ ഹോൾ തിങ്. ഇത് എനിക്ക് കുറെ, ഞാൻ എത്രയും സാധാരണ അങ്ങനെ ഒബ്സർവ് ചെയ്യാത്തതാണ്, പക്ഷെ അത് കണ്ടപ്പോ എനിക്ക് എപ്പോഴും ആരിഫ് ഇങ്ങനെ മദ്രസയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. അപ്പൊ ഇത് ഇങ്ങനെ ഒരു പബ്ലിക് ഇടത്ത് ഇത്രയും മാത്രം ഡോമിനിയറിങ് ആണെങ്കിൽ പ്രൈവറ്റ് സ്പേസസിൽ എത്ര ഡോമിനിയറിങ് ആയിരിക്കും ഇവരെന്ന് ഞാൻ ചിന്തിച്ചു. ഇത് ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, ഇതൊരു ഹിന്ദു സാത്വികനാണ് ചെയ്തതെങ്കിൽ നമ്മളപ്പൊ ചോദ്യം ചോദിച്ചത്, താൻ എന്തുകൊണ്ടോ കാണിക്കണമെന്ന് ഞാൻ ചോദിച്ചത്. മനസ്സിലായി? കാരണം എനിക്കത് ചോദിക്കാനുള്ള അധികാരം ഉണ്ടെന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. മനസ്സിലായി? അത് നമ്മൾ ആരടുത്തും നമ്മൾ പോട്ടെ, എന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർമാരാണ് ഇത് ചെയ്തെങ്കിൽ നമ്മൾ ചോദിച്ചേ, നിങ്ങൾ എന്തുവാ കാണിക്കുന്നത് ചോദിച്ചേ. മനസ്സിലായില്ലേ? അപ്പം എനിക്കറിയേണ്ടത് ഈ മാതാപിതാക്കൾക്ക്, നമ്മളിപ്പോ കുറെ എന്റെ കൂടെ പഠിച്ച പെൺകുട്ടികൾ തന്നെ ഒരുപാട് മദ്രസ കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് നേരത്തെ അറിയാം ഈ സംഭവങ്ങളൊക്കെ, ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്ന ഈ പേരൻസ് എന്താ ചെയ്യുന്നത്, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? മതം പഠിക്കാനാണെങ്കിൽ എന്തൊക്കെ വഴികളുണ്ട് മതം പഠിക്കാനായിട്ട്, അതും ഇന്നത്തെ കാലത്ത് 10,000 ways to learn something അല്ലേ. നമ്മൾ ഒരു കാര്യവും നമ്മള് ഇന്ന ഒരു സോഴ്സിൽ നിന്ന് മാത്രം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നോക്കുന്നുണ്ടോ നിങ്ങളെ മക്കൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ, അല്ലെങ്കിൽ അവർക്ക് കാരണം പ്രത്യേകിച്ചും ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ കാര്യം പോക്കാണ്. അത് ഏത് മതത്തിലായാലും ഏത് വീട്ടിലായാലും ശരി. കുട്ടികൾക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു വഴിയുള്ളൂ, അവർക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് മറ്റ് അഡൾട്ട്സിന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികൾ സേഫാണ്. അതാണല്ലോ നമ്മൾ പേരൻസ് ഒക്കെ ചെയ്യുന്ന, അതാണല്ലോ അല്ലെ, അവരുടെ ലാസ്റ്റ് ലൈൻ ഡിഫൻസ് ആണല്ലോ നമ്മൾ. ഈ ലോകം അവർക്ക് എതിരെ അതിന്റെ നടുക്ക് നിൽക്കുന്ന ആൾക്കാരാണല്ലോ. എനിക്ക് ശരിക്കും കഷ്ടം തോന്നിയ കുഞ്ഞുങ്ങളുടെ കാര്യം. എന്നിട്ട് ഒരു 2-2.5 മണിക്കൂർ അവർ നിൽക്കുകയായിരുന്നു. സീറ്റുണ്ട് ഇരിക്കുന്നില്ല. വണ്ടി പിന്നെ ട്രിവാൻഡ്രത്തുനിന്ന് കാസർഗോഡ് പോകുന്ന വണ്ടിയാണ്. ട്രിവാൻഡ്രത്തുനിന്ന് മംഗലാപുരത്ത് പോകുന്ന വണ്ടിയാണ്. അവരെവിടെ ഇറങ്ങിയെന്നറിയോ? ഇല്ല, ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് അവർ ഇറങ്ങിയത്. ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് അവരവിടെ ഉണ്ട്. നമ്മളെവിടെ ഇറങ്ങിയത്? ഞാൻ ഇറങ്ങിയത് കോഴിക്കോട് ഇറങ്ങി. അപ്പോഴും അവരവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവരെ വർത്താനം കേട്ടിട്ട് കാസർഗോഡൻ ചൊവ്വയാണെന്ന് തോന്നുന്നു. വർത്താനം കേട്ടിട്ട് അങ്ങനെയാ തോന്നിയത്, സംസാരം കേട്ടിട്ട്. ശരി. ഓക്കെ. അതുപോലെ എനിക്ക് ഞാനിതിപ്പോ നമ്മള് കണ്ടിട്ട്
പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരാൻ പോകില്ല. എന്നാലും ആരിഫ് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പെട്ടെന്ന് ആരിഫിനെ ഓർത്തു അവിടെ ഇരുന്നപ്പോ. ഉസ്താദിനെ കണ്ടപ്പോ എന്നെ ഓർത്തു. കൊള്ളാം. ഉസ്താദിനെ കണ്ടപ്പോഴല്ല, ഈ കുട്ടികളെ മനസ്സിലായി. കണ്ടപ്പോ. അതെ അതെ. ഓ എന്നാ കുഴപ്പമില്ല. കുട്ടികളെ കണ്ടപ്പോ ഓർത്താ കുഴപ്പമില്ല. അല്ലെങ്കിൽ ശരി. ഉസ്താദിനെ കണ്ടാലും ആരിഫിന് ഓർമ്മ വരും. കാരണം ഉസ്താദുമാരുടെയും കാട്ടി ഉസ്താദല്ലോ, ഉസ്താദുമാർക്ക് ഉസ്താദായിട്ട് ശരി. ഓക്കെ ഓക്കെ. എന്തായാലും കുട്ടികളുടെ അടുത്ത് അന്വേഷണം അറിയിക്കേ. ഓക്കെ. അപ്പൊ നമുക്ക് വീണ്ടും ഇതേപോലെ മറ്റൊരു അവസരത്തിൽ വീണ്ടും സംസാരിക്കാം. ആയിക്കോട്ടെ. ഓക്കെ, ബൈ. ബൈ. ടേക്ക് കെയർ. യെസ്. ഓക്കെ. യു ടു. എന്തായാലും ഒരുപാട് നീണ്ടുപോയി. ഒരാൾ ജോയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ അത് കണക്റ്റഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും ടപ്പേന്ന് ഒന്ന് അങ്ങ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ അങ്ങ് ചെയ്തേക്കുക. പിന്നെ ഞാൻ അന്തം വിട്ടിരിക്കുകയാണ്. ഇത്ര നേരവും 10-700 ആൾക്കാർ ഇരുന്ന് കാണുന്നത്, ഇത് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഈ സമയത്തെ നമ്മൾ ലൈവ് ചെയ്യുന്നുള്ളൂ. എന്ത് പറയുന്നു നമ്മൾ അഡ്മിൻസ്? പറ്റാവുന്നത്ര ആളുകൾ നമ്മളുടെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നും ഇതുപോലെയുള്ള ചർച്ചകളും അതുപോലെ സമാന മനസ്കരായിട്ടുള്ള ആളുകളെ കാണാനും, എന്ന് വെച്ചാൽ ഇക്കോ ചേംബറിൽ നിങ്ങൾക്ക് വന്ന് പെടാം. അതുപോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും വിയോജിപ്പുകൾ അറിയിക്കാനൊക്കെ അവിടെയും അവസരമുണ്ട്. നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റിയ ആളുകളെ നിങ്ങൾക്ക് അവിടെ കിട്ടും. എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും തുടർന്നും നമുക്കിതേപോലെ മറ്റൊരു അവസരത്തിൽ കാണാം. ഇതെന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ്. ഇത്ര വൈകി ആദ്യമായിട്ട്. ഞാൻ ഇതിനു മുന്നേ ഏതാണ്ട് 1 മണി വരെ എങ്ങാണ്ടാണ് ഇരുന്നിട്ടുള്ളൂ. ഇത് അതിലും അതുക്കും മേലെ എന്ന് പറഞ്ഞ പോലെ. മാത്രമല്ല വളരെ എൻഗേജിങ് ആയിട്ട് നമ്മൾ ഈ വിഷയം ഇത് ആയതുകൊണ്ടാവണം. എന്തായാലും എനിക്ക് തോന്നുന്നു വീണ്ടും നമ്മളിത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇസ്രായേൽ വിഷയം, അത് നമുക്ക് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് എക്സ്പോഷർ ഉള്ള ആളുകളെ വീണ്ടും കൂടുതൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. അപ്പോൾ അത് നമുക്ക് വീണ്ടും ചെയ്യാം. പിന്നെ ആരെങ്കിലുമൊക്കെ അവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ കുറച്ച് കൊടിയൊക്കെ ആയിട്ട് പോരാ. കുറേ ആൾക്കാർ ഇത് ഇവിടെ ഇരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്ന് കിട്ടുന്നത്. ഞാൻ ആമസോണിൽ നോക്കിയിട്ട് ചെറിയ കൊടിയാണ് കിട്ടുന്നത്, ഇതുപോലെയുള്ളതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു പെട്ടി കൊടിയുമായിട്ട് പോന്നോ. ഇനി ആവശ്യം വരും. എന്തായാലും 6-7 മാസം യുദ്ധം ഉണ്ട്. അപ്പോൾ ഇത് ആവശ്യം വരും. അപ്പോൾ എന്തായാലും ഇനി നീട്ടുന്നില്ല. ഇനി നീട്ടിയാൽ എൻ്റെ എല്ലാം ഇവിടുന്ന് പണിയാവും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ബാക്കി നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഇതിപ്പോൾ ഗുഡ് മോർണിംഗ് പറയണോ ഗുഡ് നൈറ്റ് പറയണോ എന്നറിയില്ല. എന്തായാലും കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.